Islam is not just a religion. In fact, it's a way of life. It's a tapestry of empowering teachings which contributes to a greater good that guides a believer through the complexities of life. So, to expand on this modern issue, I would like to invite Honorable Muhammad Shamim Sir onto the stage. Muhammad Shamim Sir is an accomplished writer and author who serves as a lecturer in comparative studies at Al Jamia Al Islamia in Shantapuram. Now, I'm pleased to invite Honorable Jaz Kutub Sir, the Secretary of Dialogue Center Kerala, who has also written several famous books, including Variyum Velichavum. Now, I would like to invite Hisana AP, the moderator of today's discussion. Part of the first alumni of Zaytun, Hisana completed her BA in Political Science at Delhi University and has engaged in several prestigious Young India Fellowship in Ashoka University. She has further enriched her academic journey with a master's degree in liberal studies. I request you all to please give a round of applause to our esteemed guests. I pass on the mic to Hisana. നമ്മളെല്ലാവരും ഒരുപാട് പേര് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണെന്ന് നമ്മളെ കൂടെ ചേരുന്നത്. അപ്പോൾ നമ്മളെ സെഷനെ കുറിച്ചിട്ട് ഇപ്പോൾ ഇവിടെ പറഞ്ഞു, ടേസ്റ്റ് ഓഫ് ഇസ്ലാം എന്നാണ് നമ്മുടെ ടോപ്പിക്ക്. നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോരുത്തരും ഇസ്ലാമിനെ വളരെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുള്ള മുസ്ലിംസ് എന്ന നിലയ്ക്ക് നമ്മളെല്ലാവരും അറിയേണ്ടതും അനുഭവിക്കേണ്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന രണ്ട് പേരാണ് നമ്മളെ കൂടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ 20 മിനിറ്റ് രണ്ടുപേരും സംസാരിച്ചിട്ട് പിന്നെ നമ്മൾ മെല്ലെ ക്വസ്റ്റ്യൻസ് ഓഡിയൻസിന് തുറന്നു തരും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അങ്ങനെയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇസ്ലാം എങ്ങനെയാണ് ഒരു കോംപ്രിഹെൻസീവ് വേ ഓഫ് ലൈഫ് ആകുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. എങ്ങനെയാണ് ഇസ്ലാമിൽ ഒരുപാട് ഇന്നത്തെ കാലത്ത് ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു പുതിയതായിട്ടുള്ള ഒരു വാക്കൊന്നുമല്ല. ഒരുപാട് ക്രിറ്റിസിസംസ് നേരിടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് മുസ്ലിംസ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, എങ്ങനെയാണ് ഇസ്ലാം ഒരു പെർഫെക്റ്റ് വേ ഓഫ് ലൈഫ് ആവുന്നത്, എങ്ങനെയാണ് ഇസ്ലാം മതത്തിലുപരി ഒരു വേ ഓഫ് ലൈഫ് ആകുമ്പോൾ എത്രത്തോളം അതിന് ഒരു ഭംഗിയുണ്ട് എന്നുള്ളത് നമ്മളോട് സംസാരിക്കാനാണ് ഇവർ നമ്മളെ കൂടെ ചേർന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം തന്നെ ഈ ഒരു ടോപ്പിക്ക് തന്നെയാണ് ചോദ്യമായിട്ടുള്ളത്, ഹൗ ഈസ് ഇസ്ലാം എ കോംപ്രിഹെൻസീവ് വേ ഓഫ് ലൈഫ് എന്നുള്ളത്. അപ്പോൾ ഈ ചോദ്യം നമ്മൾ ജെ കെ സാറാണ് നമ്മളോട് ഫസ്റ്റത്തെ ചോദ്യത്തിനുള്ള ഉത്തരം സംസാരിക്കാൻ പോകുന്നത്. ഹലോ, അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ നമ്മുടെ മുമ്പിൽ ഒരുപാട് സമയം എടുത്ത് വിശകലനം ചെയ്യേണ്ട ഒരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. കുറഞ്ഞ സമയമാണ് നമ്മളുടെ മുമ്പിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഔപചാരികമായ കുറേ സംസാരങ്ങളിലേക്ക് പോകുന്നില്ല. ഇസ്ലാം എങ്ങനെയാണ് ഒരു വേ ഓഫ് ലൈഫ് ആവുന്നത് എന്ന് ചോദിക്കുമ്പോൾ, നമ്മൾ ശരിക്കും ഈ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കോടാനകോടി ജീവജാലങ്ങളുണ്ട്. ഈ ജീവജാലങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ചാൽ അവയ്ക്കൊക്കെയും സൃഷ്ടിച്ചപ്പോൾ തന്നെ അള്ളാഹു വളരെ കൃത്യമായ ചില ജീവിത രീതികൾ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാ ജീവജാലങ്ങളും നമ്മളെടുത്ത് പരിശോധിച്ചാൽ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ പറയാറുള്ളത്, അത് നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യമാണ്, ഇവിടെ സൃഷ്ടിക്കപ്പെടുന്ന എല്ലാ ജീവികളും, ഇപ്പോൾ ഒരു പൂച്ച ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത് പൂർണ്ണ പൂച്ചയായിട്ടാണ്, ഒരു പട്ടി ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത് പൂർണ്ണ പട്ടിയായിട്ടാണ്.
അല്ലേ? പക്ഷി മൃഗാദികളെല്ലാം നോക്കിയാൽ അങ്ങനെയാണ്. അതേസമയത്ത് മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നത് പൂർണ്ണ മനുഷ്യൻ എന്ന അവസ്ഥയിലല്ല. അതായത് ജന്മം കൊണ്ട് ഒരാൾ മനുഷ്യനാവുന്നില്ലെന്നാണ്. അല്ല, ഒരു പട്ടി ജന്മം കൊണ്ട് തന്നെ പട്ടിയാണ്, ഒരു പൂച്ച ജന്മം കൊണ്ട് തന്നെ പൂച്ചയാണ്, ഒരു കോഴി ജന്മം കൊണ്ട് തന്നെ കോഴിയാണ്. പക്ഷെ ഒരു മനുഷ്യൻ ജന്മം കൊണ്ട് മനുഷ്യനാവുന്നില്ല. അത് എളുപ്പത്തിൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മനുഷ്യൻ്റെയും മറ്റ് ജീവികളുടെയും ജീവിതത്തെ ഒന്നെടുത്ത് പരിശോധിച്ചാൽ അത് എളുപ്പത്തിൽ ബോധ്യപ്പെടും. അപ്പം അതിന് ഉദാഹരണമായിട്ട് നമ്മൾ ഒരു താറാവിൻ്റെ കുഞ്ഞിനെ ഒരു കുളക്കടവിൽ വയ്ക്കുന്നു എന്ന് സങ്കല്പിക്കുക. അതുപോലെ തന്നെ ഒരു കഴുതക്കുഞ്ഞിനെയും കുളക്കടവിൽ വയ്ക്കുന്നു, മുട്ടിലഴഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യക്കുഞ്ഞിനെയും ഒരു കുളക്കടവിൽ വയ്ക്കുന്നു. സ്വാഭാവികമായിട്ടും ഒരു താറാവിൻ്റെ കുഞ്ഞ് വെള്ളം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വെള്ളത്തിലേക്ക് എടുത്ത് ചാടി നീന്തി തുടിച്ചു പോകും. ഒരു കഴുതക്കുട്ടി വെള്ളം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് പിറകോട്ട് മാറി നിൽക്കും. അതേസമയത്ത് ഒരു മനുഷ്യൻ്റെ കുട്ടി, മുട്ടിലഴഞ്ഞ് നടക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യും? വെള്ളത്തിലേക്ക് ചാടി ചത്തുപോകും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു താറാവിൻ്റെ കുഞ്ഞിന് അറിയാം എന്ത്? സൃഷ്ടിച്ചപ്പോൾ തന്നെ അതിനെ പഠിപ്പിച്ചിരിക്കുന്നു വെള്ളത്തിൽ ചാടിയാൽ നീന്താനുള്ള കഴിവ്. ഒരു കഴുതക്കുട്ടിക്ക് അറിയാം എന്ത്? ആ വെള്ളത്തിൽ ചാടിയാൽ ചത്തുപോകും. പക്ഷെ മനുഷ്യക്കുട്ടിക്ക് എന്തറിയില്ല? ഈ കാര്യം അറിയില്ല. അതിൻ്റെ അർത്ഥം സൃഷ്ടിച്ചപ്പോൾ തന്നെ മറ്റ് ജീവികൾക്ക് എന്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവയുടെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല, അവന് വേറെ നീന്തൽ വേറെ പഠിച്ചിട്ട് വേണം. ഇതുപോലെ തന്നെ നമ്മൾ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു പൂച്ചക്കുട്ടിയുടെ മുമ്പിൽ മത്തിത്തലയും സ്വന്തം മലവും വെച്ച് കൊടുത്താൽ ഈ പൂച്ചക്കുട്ടി എന്തായിരിക്കും കഴിക്കുന്നത്? മത്തിത്തലയായിരിക്കും, അതിൻ്റെ മലം കഴിക്കില്ല. അതേസമയത്ത് മുട്ടിലഴിഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യക്കുഞ്ഞിൻ്റെ മുമ്പിൽ സ്വന്തം മലവും കുറച്ച് പലഹാരങ്ങളും വെച്ച് കൊടുത്താൽ ഇവൻ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഇവൾ എന്ത് ചെയ്യും? ഇത് രണ്ടും കഴിക്കും. എന്ന് പറഞ്ഞാൽ ഒരു പട്ടിക്കുട്ടി ചെയ്യാത്ത പണി ആര് ചെയ്യും? മനുഷ്യക്കുട്ടി ചെയ്യും. മലവും കഴിക്കും. അല്ലെ, മുട്ടിലഴിഞ്ഞ് നടക്കുന്ന കുട്ടികളെ രക്ഷിതാക്കളുടെ കണ്ണ് തെറ്റിയാൽ എന്ത് ചെയ്യും? പക്ഷെ ഒരു പട്ടിക്കുട്ടി അങ്ങനെ ചെയ്യൂല. കാരണം എന്താണ്? പട്ടിക്കുട്ടിക്ക് ഏതൊക്കെയാണ് അനുവദനീയം അല്ലെങ്കിൽ പാടുള്ളതും പാടില്ലാത്തതും സൃഷ്ടിച്ചപ്പോൾ തന്നെ പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ മനുഷ്യനെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ മലം തിന്നുന്ന കുഞ്ഞിനോട് പറയണം, മോനെ അല്ലെങ്കിൽ മോളെ അരുത് എന്ന് പറയണം. ഈ അരുത് എന്ന് പറയുന്ന ഇതാണ് ഈ ഹറാം എന്ന് പറയില്ലേ നമ്മൾ, വിലക്കപ്പെട്ട അനുവദനീയവും നിഷിദ്ധവും. പക്ഷിമൃഗാദികൾക്ക് സൃഷ്ടിച്ചപ്പോൾ തന്നെ അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ മനുഷ്യൻ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. മനുഷ്യനെ ഇത് പഠിപ്പിക്കാനാണ് ആരെ അള്ളാഹു നിയോഗിക്കുന്നത്? പ്രവാചകന്മാരെ നിയോഗിക്കുന്നത്, ദൈവദൂതന്മാരെ അള്ളാഹു നബിമാരെ നിയോഗിക്കുന്നത് ഈ ഭൂമിയിൽ മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാനാണ്. അങ്ങനെ ഇത് പഠിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചു. വിശുദ്ധ ഖുർആൻ പറയുന്നത് വലക്കത് ബഅ്സന ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ, എല്ലാ സമൂഹങ്ങളിലേക്കും പ്രവാചകന്മാരെ നിയോഗിച്ചു. 1,000-ൽ പരം പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അതിൽ അവസാനത്തെ പ്രവാചകനാണ് ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ പഠിപ്പിച്ചതനുസരിച്ച് ഈ ഭൂമിയിൽ എങ്ങനെയാണ് മനുഷ്യനായി ജീവിക്കേണ്ടത് എന്ന കാര്യമാണ്. കാരണം പക്ഷിമൃഗാദികളെ സംബന്ധിച്ചിടത്തോളം അവ ജീവിക്കുന്നത് അവയുടെ നേച്ചർ അനുസരിച്ചാണ്. അങ്ങനെയാണ്. അതേസമയത്ത് മനുഷ്യനാകുന്നത് നേച്ചർ അനുസരിച്ചല്ല, കൾച്ചർ അനുസരിച്ചാണ്. ഈ മനുഷ്യ സമൂഹത്തിൽ വ്യത്യസ്ത സംസ്കാരങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ എന്താണോ പഠിച്ചത് അത് പയറ്റുന്നവനാണ്. പഠിച്ചത് പയറ്റുന്നവനാണ് മനുഷ്യൻ. പഠിച്ചതാണ് എന്താവുന്നത്. പക്ഷിമൃഗാദികൾ അങ്ങനെയല്ല. സൃഷ്ടിക്കപ്പോൾ തന്നെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് അവയ്ക്ക് ഏത് കഴുതയ്ക്കും അറിയാം കഴുതയായിട്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത്. പക്ഷെ മനുഷ്യനായി ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കാനാണ് പ്രവാചകന്മാർ വന്നത്. അതിൽ അന്ത്യപ്രവാചകൻ ഇപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതനുസരിച്ച് അത് ഉണ്ടല്ലോ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും മനുഷ്യനാവേണ്ടത് എങ്ങനെ, ഇതാണ് പഠിപ്പിക്കുന്നത്. അതനുസരിച്ച് ജീവിതത്തിൽ മനുഷ്യൻ പാലിക്കേണ്ട കുറേ മര്യാദകളുണ്ട്. ഇപ്പോൾ ഒരു മനുഷ്യൻ ഉണർന്നത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള ആ കാലയളവ്, പിന്നെ അവൻ്റെ വ്യത്യസ്ത ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കേണ്ട ഓരോ കാര്യങ്ങളെടുത്ത് പരിശോധിച്ചാലും അവിടെയൊക്കെ എന്തായിരിക്കും? ഏതൊക്കെ നിയമങ്ങൾ പാലിക്കുന്നുവോ അതിനനുസരിച്ചൊരു മനുഷ്യൻ എന്തായിട്ട് മാറും? യഥാർത്ഥ മനുഷ്യനായിട്ട് മാറും. അത് വിലക്കപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. അത് ആരൊക്കെ ആ വിലക്കിയത് പരിഗണിക്കാതെ ജീവിക്കുന്നുവോ അവനൊക്കെ യഥാർത്ഥത്തിൽ ആ മേഖലയിൽ മനുഷ്യനല്ലാതെ, എന്ന് വെച്ചാൽ മനുഷ്യത്വത്തിന് വിരുദ്ധമായ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ സാധാരണഗതിയിൽ
വളരെ ചെറിയ കാര്യം മുതൽ വലിയ കാര്യം വരെ എന്ന് പറഞ്ഞാൽ മൂത്രമൊഴിച്ചാൽ അല്ലേ, സാധാരണ മൂത്രമൊഴിക്കുക എന്ന് പറയുന്നത് പക്ഷിമൃഗാദികളൊക്കെ ചെയ്യും, അതതിൻ്റെ നേച്ചർ അനുസരിച്ചാണ്. അതിനെ കൾച്ചർ ആവുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്രമൊഴിച്ചാൽ കഴുകണം എന്നതാണ് എന്ത്, ഇതാണ് കൾച്ചർ. കഴുകാതിരിക്കുകയും ചെയ്യാം, പക്ഷേ പ്രവാചകൻ പഠിപ്പിച്ചത് കഴുകണം. ഇത് മൂത്രമൊഴിക്കൽ നേച്ചറാണ്, കഴുകൽ കൾച്ചറാണ്. അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ അതിന് പാലിക്കേണ്ട കുറേ മര്യാദകളുണ്ട്. പക്ഷിമൃഗാദികൾക്ക് ഇതൊന്നും എന്തല്ല, അവയുടെ പ്രകൃതം അനുസരിച്ച് അങ്ങനെ. പക്ഷെ മനുഷ്യനാകുന്നത് അതിൽ പാലിക്കേണ്ട മര്യാദകൾ ഓരോന്ന് പാലിക്കുമ്പോഴാണ്. അങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങളിലും എന്തുണ്ട്, പാലിക്കേണ്ട മര്യാദകൾ. ഇപ്പോൾ അന്നപാനീയങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പഠിപ്പിക്കപ്പെട്ടതനുസരിച്ച് വെള്ളം കുടിക്കാം, പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, കള്ള് കുടിക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടല്ലോ. വെള്ളം കുടിക്കാൻ, കള്ള് കുടിക്കാൻ പാടില്ല. ചായ കുടിക്കാം, പക്ഷെ ചാരായം കുടിക്കാൻ പാടില്ല. കൂലി വാങ്ങാം, പക്ഷെ കൈക്കൂലി വാങ്ങാൻ പാടില്ല. വിവാഹം കഴിക്കാൻ, പക്ഷെ വ്യഭിചരിക്കാൻ പാടില്ല. ഇങ്ങനെ ജീവിതത്തിൽ മനുഷ്യൻ തെറ്റായി കാണുന്ന എല്ലാ കാര്യങ്ങളും എന്താണ്, മനുഷ്യന് സ്വയം തന്നെ തിന്മയാണെന്ന് തോന്നുന്ന അല്ലെങ്കിൽ തിന്മയിലേക്ക് നയിക്കുന്ന എല്ലാ കാര്യങ്ങളും വിലക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ അതിൽ നിന്ന് മുക്തനായാൽ, അല്ല അതിൽ പ്രവേശിച്ചാൽ, ഇപ്പോൾ ഒരാൾ മദ്യപാനിയായാൽ സ്വാഭാവികമായിട്ട് മദ്യപിക്കുന്ന ഒരാൾ എന്തല്ല, മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പലപ്പോഴും യഥാർത്ഥ മനുഷ്യപ്രകൃതമല്ല നിലനിർത്തുക. ചിലപ്പോൾ പൈശാചികതയിലേക്കാണ് മനുഷ്യൻ പോവുക, പിശാചായിട്ട് മാറും മനുഷ്യൻ. അങ്ങനെയാണ് മനുഷ്യൻ. കള്ള് കുടിച്ചാൽ പിന്നെ മൃഗമായിട്ടല്ല മാറുന്നത്, പിന്നെ എന്തായിട്ട് മാറും? കള്ള് കുടിച്ചില്ലെങ്കിലും മനുഷ്യൻ ധാർമ്മികത പാലിക്കുന്നില്ലെങ്കിൽ അങ്ങനെയാണ് സംഭവിക്കുക. അതുകൊണ്ടാണ് നമുക്കറിയാൻ പറ്റുമല്ലോ, ഈ പ്രത്യേകിച്ച് മനുഷ്യ സമൂഹത്തിൽ പക്ഷിമൃഗാദികളൊക്കെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവയുടെ ജീവിതത്തിൽ അവ പാലിക്കുന്ന ചില മര്യാദകളുണ്ട്. പിന്നെ എല്ലാത്തിനും കൃത്യമായി ഇണ ചേരുന്നിടത്ത് മുതൽ ഇര തേടുന്നിടത്തൊക്കെ എന്തുണ്ട്, മര്യാദകളുണ്ട്. അതുകൊണ്ടാണ് വിശപ്പടങ്ങിയ ഒരു സിംഹവും രണ്ടാമതൊരു മുയലിനെ വെറുതെ വേട്ടയാടൂല, അല്ലേ? വിശപ്പടങ്ങിയ ഒരു സിംഹം രണ്ടാമത് ഒരു മുയലിനെ വേട്ടയാടുകയില്ല, കാരണം അതിൻ്റെ വിശപ്പടക്കലാണ് അതിൻ്റെ എന്ത്. അതേസമയത്ത് മനുഷ്യൻ അങ്ങനെയല്ല ചെയ്യുക. അതുപോലെ തന്നെ നമുക്കറിയാലോ, ഈ പത്രങ്ങളിലൊക്കെ നമ്മൾ ചില വാർത്തകൾ വായിക്കും, ബലാത്സംഗങ്ങളും ഇല്ല കൊലപാതകങ്ങളും ഒക്കെ ആയിട്ട് ഇന്നിപ്പോൾ സിനിമാ ലോകത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഇതൊക്കെ നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെയുള്ള അവസ്ഥകൾ, അതിപ്പോൾ 3-4 ആളുകൾ കൂടിയിട്ട് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് കൊല്ലുക എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തിൽ നിലനിൽക്കും. പക്ഷേ ഈ മൃഗങ്ങളുടെ ലോകത്ത്, പക്ഷികളുടെ ലോകത്ത് ഏതെങ്കിലും ഒരു ഈച്ച അതിൻ്റെ ഇണയെ ബലാത്സംഗം ചെയ്ത്, ഒരു 4 ഈച്ചകൾ കൂടിയിട്ട് അതിൻ്റെ ഇണയെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നതായിട്ടുള്ളൊരവസ്ഥ, ഒരു പൂച്ച അങ്ങനെ ചെയ്യുന്നൊരവസ്ഥ, ഏതെങ്കിലും ഒരു സിംഹം, അല്ലെ കുറച്ച് സിംഹങ്ങൾ കൂടിയിട്ട് ഒരു പെൺസിംഹത്തെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നൊരവസ്ഥ ഒരു കണ്ടാമൃഗവും അത് ചെയ്യുന്നില്ല. പക്ഷെ മനുഷ്യൻ അത് ചെയ്യും. അതിൻ്റെ അർത്ഥം മനുഷ്യൻ ഈ ചെയ്യുന്ന പണി, ഇത് നമ്മൾ മൃഗീയത എന്നല്ല പറയേണ്ടത്, പിന്നെന്താ പറയേണ്ടത്, ഇത് പൈശാചികതയാണ്. അപ്പോൾ മനുഷ്യനല്ലാതെ അത്തരവസ്ഥയിൽ ധാർമ്മികത പാലിക്കാൻ എന്നൊരവസ്ഥയിൽ നിന്ന് മാറിയാൽ പിന്നെ സംഭവിക്കുക, അവൻ മൃഗമാവുകയല്ല ചെയ്യുക, പിശാചായിട്ട് മാറുമെന്നത്. അതുകൊണ്ട് മനുഷ്യനാവണമെങ്കിൽ ചില മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. അതിൽപ്പെട്ട കാര്യങ്ങളാണ് ഓരോ വിഷയങ്ങളിലും ഇണചേരുന്നിടത്ത് മുതൽ ഇര തേടുന്നിടത്തടക്കം പാലിക്കേണ്ട ഓരോ മര്യാദകളും. ഇതാണ് അല്ലേ മനുഷ്യ ജീവിതത്തെ എല്ലായിടത്തും അതെന്താക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റും. ഇപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെ കഴിക്കണം? വലത് കൈ കൊണ്ട് കഴിക്കണം, ഇടത് കൈ കൊണ്ടും കഴിക്കാം. എന്തിനാ വലത് കൊണ്ട് കഴിക്കണം എന്ന് പറയുന്നത്? അത് ചിട്ടയുടെ ഭാഗമാണ്. അത് ദൈവനാമത്തിൽ കഴിക്കണം, അത് നന്ദി പ്രകടനത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയല്ല, ദൈവനാമത്തിൽ കഴിക്കണം എന്ന് പറയും നന്ദി പ്രകടനത്തിൻ്റെ ഭാഗമാണ്. മാത്രമല്ല കഴിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? കൈ കഴുകണം, അത് വൃത്തിയുടെ ഭാഗമാണ്. പക്ഷിമൃഗാദികൾക്ക് ഇതൊന്നും എന്തല്ല ബാധകമല്ല. കാരണം ഇത് ഭക്ഷണം കഴിക്കുന്നിടത്തും ഒരു കൾച്ചർ, നേച്ചറിനപ്പുറത്തൊരു കൾച്ചർ കൂടി പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല കഴിക്കുന്ന ഭക്ഷണം അനുവദനീയമാണോ എന്ന് നോക്കണം. അങ്ങനെ ഉണ്ടല്ലോ, ഇത് കഴിക്കുന്ന ഭക്ഷണം അനുവദനീയമാണോ എന്ന് നോക്കണം. 2 കാരണത്താൽ നിഷിദ്ധമാകും, ഹറാമാകും. ഒന്ന്, അനുവദനീയമായത് തന്നെ നിഷിദ്ധമാകും, ചിലത് സ്വയം തന്നെ നിഷിദ്ധമാകും. ഇത് മനുഷ്യത്വത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധം, മനുഷ്യനല്ലാതെ ആക്കി മാറ്റുന്ന പലതും യഥാർത്ഥത്തിൽ സ്വയം നിഷിദ്ധമാണ്. അപ്പം അതിന് ഉദാഹരണമാണ് നേരത്തെ പറഞ്ഞല്ലോ മദ്യം. അത് സ്വയം നിഷിദ്ധമാണ്. എന്നാൽ തേൻ നിഷിദ്ധമല്ല, തേൻ അനുവദനീയമാണ്. പക്ഷെ തേൻ നിഷിദ്ധമാകുന്നത് എപ്പോഴാണ്? അറിയോ? തേൻ നിഷിദ്ധമാകുന്ന ഏതെങ്കിലും ഒരു സന്ദർഭം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരുന്നു തേന്. ഇത് അനുവദനീയമാണ്, ആവോളം നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. പക്ഷെ അത് നിഷിദ്ധമാകും എപ്പോൾ? എങ്ങനെ? കുറേ കുടിക്കുമ്പോഴല്ല, അത് നിഷിദ്ധമാകുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
തെറ്റായ മാർഗത്തിലൂടെ മോഷ്ടിച്ചെടുത്തുകൊണ്ട് തേൻ കുടിക്കാൻ പാടില്ല. അങ്ങനെയാണ്. ഇത് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ബാധകമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കൂലി വാങ്ങാൻ പണിയെടുത്തതിന് കൈക്കൂലി വാങ്ങാൻ പാടില്ല. കൂലി അനുവദനീയവും കൈക്കൂലി നിഷിദ്ധവുമാണ്. ഇതെന്തിൻ്റെ ഭാഗമാണ്? ജീവിത വിശുദ്ധിയുടെ ഭാഗമാണ്. അങ്ങനെ ജീവിതം വിശുദ്ധമാവുക എന്നതാണ് യഥാർത്ഥത്തിൽ ഈ പഠിപ്പിക്കപ്പെടുന്നത്. ഇങ്ങനെ തുടങ്ങി എല്ലാ മേഖലകളിലും എന്തുണ്ട്? നിയമങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് മനുഷ്യൻ പാലിച്ചാൽ ഒരു യഥാർത്ഥ മനുഷ്യനായിട്ട് മാറും. അങ്ങനെ ഉണ്ടല്ലോ. മാത്രമല്ല പിന്നെ പ്രവാചകൻ തന്നെ പറയുന്നത് എന്താണ്? ഭക്ഷണ മര്യാദയിൽപ്പെട്ട കാര്യം തന്നെയാണ് എന്ത്? അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ സത്യവിശ്വാസിയല്ല. അതിൻ്റെ അർത്ഥം അല്ലേ, ഈ വിശ്വാസം എന്ന് പറയുന്നത് അല്ലേ, നമ്മളിങ്ങനെ അള്ളാഹുവുമായി ബന്ധപ്പെട്ടല്ലേ ആരാധനകൾ, അനുഷ്ഠാനങ്ങൾ ഇതൊക്കെ നിർവഹിക്കുമ്പോൾ അത് അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ്, സ്രഷ്ടാവിനോടുള്ള ബാധ്യതയാണ് അനുഷ്ഠാനങ്ങളെങ്കിൽ ആ അനുഷ്ഠാനങ്ങൾ എന്തിലേക്ക് നയിക്കണം? സൃഷ്ടികളോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുന്നിടത്തേക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ അയൽവാസി പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ വയറ് നിറച്ചുണ്ണുക, അത് ശ്രദ്ധിക്കാതെ വയറ് നിറച്ചുണ്ണുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയൽവാസിയോട് കടപ്പാടുണ്ട്. അയൽവാസിയോട് മാത്രമല്ല സമൂഹത്തിനോട് കടപ്പാടുണ്ട്. ആ മേഖലയിലൊക്കെ മനുഷ്യൻ എന്തൊക്കെയാണോ പാലിക്കേണ്ടത് ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനുഷ്യൻ അങ്ങനെ വരുമ്പോൾ ഇതെന്താണ്? ഒരു വേ ഓഫ് ലൈഫ്. ജീവിതത്തിൽ ഈ ലൈഫിൻ്റെ ഒരു പ്രത്യേകത എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ ഒരു നല്ല മനുഷ്യനെ സൃഷ്ടിക്കുക എന്നതായിരിക്കും ഇതിൽ നിന്ന്. അല്ല, ഇതിങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റും. പക്ഷെ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല. ഈ അർത്ഥത്തിൽ ഇത് ജീവിതത്തിൻ്റെ വ്യക്തിതലത്തിൽ, അതുപോലെ തന്നെ കുടുംബം, സമൂഹം, രാഷ്ട്രം, ഇങ്ങനെ തുടങ്ങി എല്ലാ മേഖലകളിലേക്കും എന്തുണ്ട്? മൂത്രമൊഴിച്ചാൽ കഴുകണം എന്നത് മുതൽ ഭരണം നടത്തുമ്പോൾ നീതിപൂർവ്വം ഭരണം നടത്തണം എന്നുള്ളിടത്തേക്ക് വരെയുള്ള എല്ലായിടത്തും എന്തുണ്ട്? കൃത്യമായ നിയമങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഏത് നിയമങ്ങൾ നമ്മളെടുത്ത് പ്രയോഗത്തിൽ വരുത്തുന്നു അതിൻ്റെയൊക്കെ അനന്തരഫലം എന്തായിരിക്കും? മനുഷ്യ സമൂഹത്തിൽ നന്മ പുലരുക എന്നതായിരിക്കും. അങ്ങനെ ഉണ്ടല്ലോ. എല്ലാ തലങ്ങളിലും നമുക്ക് ഇപ്പോൾ അറിയാലോ. ഇപ്പോൾ ഒരു വ്യക്തി ജനിക്കുന്നത്, രൂപം കൊള്ളുന്നത് ഒരു കുടുംബത്തിൽ നിന്നാണ്. ഈ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം ഇന്നിപ്പോൾ അത് കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഈ കുടുംബമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കുടുംബത്തെ തന്നെ തകർക്കുക എന്ന് പറയുന്നതൊക്കെ ബോധപൂർവം അതിലുള്ള ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലവും സന്ദർഭം കൂടിയാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ ഈ കുടുംബം എന്ന് പറയുന്നത് ശരിക്കും ദൈവികമായൊരു സൃഷ്ടിയാണ്. ഇതേതെങ്കിലും ഭരണഘടനയിൽ ചേർക്കപ്പെട്ട് രൂപപ്പെട്ടു വന്നതൊന്നുമല്ല. അതനുസരിച്ച് പഠിപ്പിക്കപ്പെട്ടതനുസരിച്ച് ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിൽ സാധാരണഗതിയിൽ ഇപ്പോൾ ഇണകൾ എന്നുള്ള നിലയ്ക്ക് ഭാര്യ, ഭർത്താവ്, പഴയ തലമുറ, പുതിയ തലമുറ. പഴയ തലമുറ ആരാണ്? മാതാപിതാക്കൾ. പുതിയ തലമുറ മക്കൾ. ഈ പഴയ തലമുറയും പുതിയ തലമുറയും ഇങ്ങനെ ഒരു കുടുംബത്തെക്കുറിച്ചുള്ള ചെറിയ സങ്കല്പം. ഇതിൽ നമ്മൾ ആലോചിച്ച് നോക്കാം. ഈ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവരോടുള്ള കടപ്പാടുകളെ സംബന്ധിച്ച് വരെ മുൻഗണനാക്രമം വെച്ചുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. മാതാപിതാക്കളിൽ ഏറ്റവും കൂടുതൽ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടാണ്? ഉപ്പയോടാണോ ഉമ്മയോടാണോ? പ്രവാചകൻ പഠിപ്പിച്ചതനുസരിച്ച് ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടാണ്? ഉമ്മയോട് എന്ന് 3 തവണ ആവർത്തിച്ച് പറഞ്ഞു. പല സന്ദർഭത്തിൽ കേട്ടതായതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. 3 തവണ ആവർത്തിച്ച് പറയുന്നുണ്ട്. പിന്നെ പിതാവിനോടുള്ള കടപ്പാട് പറയുന്നുണ്ട്. മാത്രമല്ല പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണ്? മാതാപിതാക്കളുടെ കോപത്തിലാണ് ദൈവത്തിൻ്റെ കോപം, മാതാപിതാക്കളുടെ പ്രീതിയിലാണ് ദൈവത്തിൻ്റെ പ്രീതി. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതി കിട്ടണമെങ്കിൽ എന്ത് വേണം? മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ നിർവഹിക്കൽ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇനി നമ്മൾ ആലോചിച്ച് നോക്കുക, പുതിയ തലമുറ എന്ന് പറയുമ്പോൾ മക്കളാണ്. ഈ മക്കളുടെ കാര്യത്തിൽ പലപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. അതനുസരിച്ച് ഞാൻ ഈ പല പരിപാടികളിലും പോകുമ്പോൾ സദസ്സിലുള്ള സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഇരിക്കുന്നുണ്ടാവും. അവരോട് ചോദിക്കും, നിങ്ങൾ വിവാഹം കഴിഞ്ഞ് ആദ്യമായിട്ടൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ എന്ത് കുഞ്ഞാവണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരുടെയും ഉത്തരം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം എന്താ? ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആദ്യം ജനിക്കേണ്ട കുട്ടി ആൺകുട്ടിയാവണോ പെൺകുട്ടിയാവണോ? സാധാരണഗതി ഇപ്പം നിങ്ങൾ പറഞ്ഞത് കേൾക്കുന്നില്ല എന്താണെന്നുള്ളത്. എല്ലാവരും പറയാറുള്ളത് പൊതുവിൽ സ്ത്രീകളും പറയാറുള്ളത് എന്താണെന്ന് വെച്ചാൽ ആൺകുട്ടിയാവണമെന്നാണ്. യഥാർത്ഥത്തിൽ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാഴ്ചപ്പാടിലുള്ള പ്രശ്നമാണ്. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത് നമുക്കറിയാലോ. എത്ര സമയം എടുത്തു? പിന്നെ ഞാൻ കുറച്ച് മുമ്പ് ഖത്തറിൽ പോയ സമയത്ത് ഒരു പരിപാടി കഴിഞ്ഞപ്പോൾ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഒരു സഹോദരൻ എൻ്റെ അടുത്തേക്ക് വന്നു. പരിപാടി കഴിഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹം വന്നിട്ട് ആവശ്യപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബസമേതം അവിടെ താമസിക്കുന്നുണ്ട്. ഒരു കുഞ്ഞുണ്ട്. ആദ്യത്തെ കുഞ്ഞ് പെൺകുട്ടിയാണ്, രണ്ടാമത്തെ കുട്ടി
ഗർഭിണിയാണ് ഭാര്യ. അപ്പോൾ ഗർഭസ്ഥ ശിശു പെൺകുട്ടിയാണെന്ന് അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭാര്യയുടെ ആവശ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ അബോർഷൻ നടത്തണം. അപ്പോൾ ഇദ്ദേഹത്തിന് ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം കുടുംബത്തിൽ ഭയങ്കര പ്രശ്നമാണ്. ഈ സങ്കടം പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയമല്ല, അതിനപ്പുറത്ത് ഞാൻ ചോദിച്ചത് ഇത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് എങ്ങനെയാണ് അറിഞ്ഞത്. അപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി, നമ്മളുടെ നാട്ടിലുള്ളതുപോലെ ഗർഭസ്ഥ ശിശു ആണാണോ പെണ്ണാണോ എന്ന ലിംഗനിർണയം അവിടെ എന്തല്ല, കുറ്റമല്ല. ഇവിടെ എന്താണ്, ക്രിമിനൽ കുറ്റമാണ്. എന്തുകൊണ്ട് ക്രിമിനൽ കുറ്റമായി? പെൺകുട്ടികളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഗർഭാശയത്തിൽ വെച്ച് തന്നെ കൊന്നുകളയും. ഇതാണ് പ്രശ്നം. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞല്ലോ മറുപടി, എന്ത് പെൺകുട്ടി എന്നുള്ളത് നിങ്ങൾ പറഞ്ഞത്, പക്ഷെ യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിലുള്ളൊരു ബോധം ഒരു വ്യവസ്ഥ അനുസരിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൺകുട്ടിയാവണം എന്നാണ്. അതുകൊണ്ടാണ് പെൺകുട്ടികൾ ജനിക്കുമ്പോൾ കൊന്നുകളയുന്നത്. ഇതുകൊണ്ടാണ് അത് ക്രിമിനൽ കുറ്റമായിട്ട് നമ്മുടെ രാജ്യത്ത് വന്നത്. അപ്പോൾ ഈ പെൺകുട്ടികൾ യഥാർത്ഥത്തിൽ എന്തെങ്കിലും ദ്രോഹം ചെയ്തതിൻ്റെ പേരിലാണോ? അത് മനുഷ്യനോടുള്ള കാഴ്ചപ്പാടുമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ബന്ധം. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതനുസരിച്ച് നിങ്ങളിൽ ആരെങ്കിലും 3 പെൺമക്കൾ മൂലം അല്ലെങ്കിൽ 3 സഹോദരിമാർ മൂലം നിങ്ങൾക്ക് പ്രയാസം അനുഭവിക്കേണ്ടി വന്നാൽ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കാതിരിക്കുകയില്ലെന്ന്. അതിനർത്ഥം പെൺകുട്ടികൾ എന്താണ്, പാപജന്മങ്ങളല്ല, അതിന് പകരം പുണ്യജന്മങ്ങളാണ്. സ്വർഗത്തിന് കാരണമാകുന്ന പുണ്യജന്മങ്ങളാണ് യഥാർത്ഥത്തിൽ എന്ത്, പെൺജന്മങ്ങൾ. ഇത് നമ്മളുടെ ഒരു വിശ്വാസവും കാഴ്ചപ്പാടുമായി മാറുമ്പോഴാണ് പെൺകുട്ടികൾ സംരക്ഷിക്കപ്പെടുക. അല്ലെങ്കിൽ വനിതാ വിമോചന പ്രവർത്തകർ ഇവിടെ മുദ്രാവാക്യം വിളിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. കാഴ്ചപ്പാട് മാറണം. അതുകൊണ്ട് ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ ഈ അർത്ഥത്തിൽ അടിമുടി പരിവർത്തിപ്പിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇസ്ലാം, അല്ലേ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത്. അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് മനുഷ്യൻ എന്താവില്ല. ഇപ്പം ഈ ഗർഭസ്ഥ ശിശുവിനെ കൊന്നുകൊണ്ട് ഇവരൊന്നും യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടല്ല, അറിവില്ലാത്തത് കൊണ്ടല്ല, അറിവിനപ്പുറത്ത് മനുഷ്യൻ ഉണ്ടാവേണ്ട ഒരു കാര്യമാണെന്ത്, അറിവിനപ്പുറത്തുണ്ടാകേണ്ട ഒരു കാര്യമാണ് തിരിച്ചറിവ്. ഈ തിരിച്ചറിവില്ലാതെ പോയാൽ അറിവുള്ളവനും അക്രമിയായിട്ട് മാറും. ഇന്ന് സമൂഹത്തിന് ഇല്ലാതെ പോയിരിക്കുന്നത് എന്താണ്, തിരിച്ചറിവാണ്. ആ തിരിച്ചറിവിൻ്റെ വീണ്ടെടുപ്പാണ് ഈ കാലത്ത് നടക്കേണ്ടത്. അതിനുള്ള ഒരു വഴിയാണ് യഥാർത്ഥത്തിൽ എന്ത് ഇസ്ലാം എന്ന് പറയുന്നത്. അത് വളരെ കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റും. വിശുദ്ധ ഖുർആൻ നിങ്ങൾ പരിശോധിച്ചാൽ, അല്ലേ, വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം ആരംഭിച്ചത് തന്നെ ഈ വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ്. ഖുർആൻ്റെ അവതരണം ആരംഭിച്ചത് എങ്ങനെയാണ്? തുടക്കം തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകനോട് ആദ്യമായി പറഞ്ഞത് എന്താ? ഇക്ര, വായിക്കാൻ വേണ്ടിയാണ്. വായന എന്തിനുള്ളതാണ്? അറിവ് നേടാനുള്ളതാണ്. പക്ഷെ അറിവുള്ളത് കൊണ്ട് മാത്രം മനുഷ്യനാവുമോ? ഉദാഹരണം പറഞ്ഞാൽ കുഞ്ഞുണ്ണി മാഷ് ഒരു സന്ദർഭത്തിൽ പറഞ്ഞല്ലോ, കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ എന്താണ്, വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. അപ്പോൾ വളയാതെ നേരായി ജീവിക്കണമെങ്കിൽ അറിവ് വേണമെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, വായിക്കാതെ ഒരാളും ഡോക്ടറാവുന്നില്ലല്ലോ. ഇല്ല. പത്രത്തിൽ വരുന്ന വാർത്ത എന്താണെന്നറിയോ? ഡോക്ടർ രോഗിയുടെ വൃക്ക മാറ്റിവെച്ചു എന്നല്ല, അടിച്ചു മാറ്റിയെന്ന്. അപ്പം എന്താ, ഈ ഡോക്ടർ രോഗിയുടെ വൃക്ക അടിച്ചു മാറ്റാൻ കാരണം എന്താ? അറിവില്ലാത്തതുകൊണ്ടാണോ? അല്ല, തിരിച്ചറിവില്ലാതെ വരുമ്പോൾ മനുഷ്യൻ എന്തായിട്ട് മാറും? ഈ പറയുന്ന പ്രശ്നം ഇത് എല്ലാത്തിനെയും ബന്ധിപ്പിച്ച് നമുക്ക് പറയാൻ പറ്റും. അറിവുണ്ട് എന്നതുകൊണ്ട് മാത്രം മനുഷ്യനാവുകയില്ല. ഇപ്പോൾ വീണ് കിടക്കുന്ന ഒരു സ്വർണ്ണമോതിരം കാണുമ്പോൾ അത് സ്വർണ്ണമോതിരമാണെന്നതൊരറിവാണ്. പക്ഷെ അത് എനിക്ക് അവകാശപ്പെട്ടതല്ല, അത് മറ്റാരുടേതോ ആണ് എന്നതാണ് തിരിച്ചറിവ്. ഈ തിരിച്ചറിവില്ലെങ്കിൽ അറിവുള്ളവന് കള്ളനായിട്ട് മാറുമെന്നതാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വിശുദ്ധ ഖുർആൻ തുടക്കത്തിൽ തന്നെ വായിക്കാൻ പറഞ്ഞത് തന്നെ നിബന്ധന വെച്ചു. എന്താ വായനയ്ക്കുള്ള നിബന്ധന? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ വായിക്കണം. വെറുതെ വായിച്ച പോരാ, ദൈവനാമത്തിൽ വായിക്കണം. കാരണം എന്താണ്? അറിവും അതോടൊപ്പം തിരിച്ചറിവിൻ്റെ അടിസ്ഥാനം ഒരു അദൃശ്യ മേൽനോട്ടമുണ്ടെന്ന അവബോധമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ അവബോധമാണ് യഥാർത്ഥത്തിൽ എന്താവുന്നത്, ഒരാളെ തിരിച്ചറിവിലേക്ക് നയിക്കുക. ഇത് രണ്ടും കൂടി ചേരുമ്പോഴേ ഉണ്ടാവുള്ളൂ. അറിവെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഭൗതിക പുരോഗതിക്കാണെങ്കിൽ തിരിച്ചറിവ് മനുഷ്യൻ്റെ ധാർമ്മിക പുരോഗതിക്കാണ്. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് മനുഷ്യ നാഗരികത എന്തായി മാറുന്നത്. ആ അർത്ഥത്തിൽ ഒരു സമ്പൂർണ്ണ ജീവിതക്രമത്തെ എല്ലാ അർത്ഥത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈ അർത്ഥത്തിൽ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ എന്താണ്, ഇസ്ലാം നമുക്ക് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും വഴി കാണിക്കുന്ന ഒരു സമ്പൂർണ്ണ ജീവിത പദ്ധതിയാണ്, ഒരു വ്യവസ്ഥയാണ്. ആ അർത്ഥത്തിൽ അതിനിന്നും എല്ലാ കാലത്തും എന്തുണ്ട്,
പ്രസക്തിയുണ്ട് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഷമീം സാറോടാണ് ചോദിക്കുന്നത്. ഇന്നിപ്പോൾ വളരെയധികം വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം. അപ്പോൾ നിരന്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് മാറി വേറൊരു കോണ്ടെക്സ്റ്റിലേക്ക് നമ്മൾ മാറുമ്പോഴാണ് അതിൻ്റെ ചോദ്യത്തിൻ്റെ കാഠിന്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരുപാട് പലരും പല വിധത്തിലുള്ള മുസ്ലിംസാണ്. ചിലർ അവരുടെ മാതാപിതാക്കൾ മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിം ആവുന്നു, ചിലർ ഇസ്ലാമിനെ കണ്ടെത്തി അതിലേക്ക് വരുന്നു, ഇസ്ലാമിനെ പഠിച്ച് ഒരു മുസ്ലിം ആവുന്നു, ചിലർ ഇതുപോലെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മുസ്ലിം ആവുമെന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുക, അത് ചെയ്താൽ ഞാൻ മുസ്ലിമായി നിസ്കരിക്കുക, ഓതുക, അല്ലെങ്കിൽ നോമ്പ് നോക്കുക, ഇതാണ് ഇസ്ലാം എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ള ആളുകൾ. ചിലർ അതിനെ ആസ്വദിക്കുന്ന പലരും പല രീതിയിലായി ആസ്വദിക്കുന്ന വേറെ ടൈപ്പ് ആളുകളുണ്ട്. പലർക്കും പല രീതിയിലാണ് ഇസ്ലാമിനെ ഡിഫൈൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പം നമ്മൾ ഫലസ്തീൻ്റെ ഒരു വിഷയം എടുത്ത് നോക്കിയാൽ തന്നെ നമ്മൾ അല്ലെങ്കിൽ മൊത്തം ലോകത്തേക്ക് നോക്കിയാൽ തന്നെ സിറിയയിലായാലും ഇറാഖിലായാലും ബംഗ്ലാദേശിലായാലും ഇന്ത്യയിലായാൽ പോലും മുസ്ലിങ്ങൾ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകണം. അപ്പോൾ എങ്ങനെയാണ് അള്ളാഹു ജസ്റ്റാണെന്ന് നമ്മൾ ഒരു ലോജിക്കലി റാഷണാലിറ്റി കൊണ്ട് ചിന്തിക്കുന്ന ആളുകളോട് നമ്മൾ എങ്ങനെയാണ് ഒരു റാഷണൽ കോണ്ടെക്സ്റ്റിൽ വെച്ചിട്ട് ഇസ്ലാം ഒരു ജസ്റ്റായിട്ടുള്ള മതമാണ്, ഒരു നീതിയുള്ള ഒരു ക്രിയേറ്ററാണ് അള്ളാഹു എന്ന് നമ്മൾ എങ്ങനെയാണ് ആ ഒരു ലോജിക്കൽ ഒരു റാഷണാലിറ്റിൻ്റെ കോണ്ടെക്സ്റ്റിൽ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് പറയുക എന്നുള്ളതാണ്. അതായത് റാഷണാലിറ്റീൻ്റെ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് നമ്മൾ ഇസ്ലാമിനെ ഇന്നത്തെ ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ പ്ലേസ് ചെയ്യാന്നുള്ളത്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാമു അലാ ഇബാദിഹില്ലദീന ഇസ്തഫ. ഈ നൈതികതയായിട്ടും കൂടി ബന്ധപ്പെടുന്നൊരു ചോദ്യമാണത്. കേവലം ലോജിക്ക് അല്ലെങ്കിൽ റീസണിങ് എന്നത് മാത്രമല്ല അതിൻ്റെ ബേസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എസ്പെഷ്യലി ഇപ്പോൾ ഇസ്ലാമിനെ കുറിച്ചുള്ള വിപരീതമായ പ്രചാരണങ്ങളുടെ ഒരു പശ്ചാത്തലവും കൂടി അതിനുണ്ട്. അത് നമ്മൾ സാധാരണഗതിയിൽ ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ളൊരു അന്തരീക്ഷം അത് ബോധപൂർവ്വം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ ആ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്ലാമിനെതിരെ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വർത്തമാനങ്ങൾ തന്നെ അതിൻ്റെ ജെൻഡർ, അതൊരു പ്രധാന പ്രശ്നമാണ്. ജെൻഡർ എന്ന് പറയുമ്പോൾ എത്രത്തോളം അതിൽ നീതി പാലിക്കാൻ ഇസ്ലാമിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ അതിലുള്ള മറ്റ് വംശീയമായിട്ടുള്ള പരിഗണനകൾ, ഇതൊക്കെ ഒരു വിഷയമാണ്. അപ്പോൾ സാധാരണ ഈ നൈതികതയെ കുറേ കൂടി ലോജിക്കലി അല്ലെങ്കിൽ എന്താണ് യുക്തിയുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരർത്ഥത്തിൽ വളരെ എളുപ്പമാണ്. കാരണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം എന്ന് പറഞ്ഞാൽ ഖുർആൻ ഒന്നാമത് മനുഷ്യരെ എല്ലാവരെയും ഒന്നായിട്ട് കാണുന്നു എന്നുള്ളതാണ്. മനുഷ്യർക്കിടയിലുള്ള യാതൊരു തരത്തിലുള്ള വിവേചനങ്ങളെയും ഖുർആൻ അംഗീകരിക്കുന്നില്ല, പക്ഷേ വ്യത്യാസങ്ങൾ അംഗീകരിക്കുന്നുണ്ട് താനും. വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വൈവിധ്യങ്ങളാണ്. ഇപ്പോൾ ഖുർആൻ തന്നെ പറയുന്നത് അത് അള്ളാഹിൻ്റെ ആയാത്തിൽപ്പെട്ടതാണ്. വമിൻ ആയാത്തിഹി ഖൽഖുസ്സമാവാതി വൽ അർളി വഖ്തിലാഫു അൽസിനതികും വൽവാനിക്കും. അള്ളാഹുവിൻ്റെ ആയാത്തിൽപ്പെട്ടതാണ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പും അതുപോലെ വഖ്തിലാഫു അൽസിനതികും വൽവാനിക്കും എന്ന് പറയുമ്പോൾ ഭാഷയിലും നിറങ്ങളിലും നിങ്ങൾക്കിടയിലുള്ള വൈവിധ്യങ്ങൾ. പക്ഷെ അത് അങ്ങനെ മാത്രം പോരാ, അത് കേവലം പദാർത്ഥം മാത്രമാണെന്നുള്ളതാണ് എൻ്റെ ഒരു തിരിച്ചറിവ്. കുറച്ചുകൂടി നന്നായിട്ട് വഴിയിലും മൊഴിയിലും നിങ്ങൾക്കിടയിലുള്ള വൈവിധ്യങ്ങൾ എന്ന് പറയുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള സംസ്കാരങ്ങൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതികൾ, ഇതൊക്കെ അള്ളാഹിൻ്റെ ആയാത്തായിട്ടാണ് വിശുദ്ധ ഖുർആൻ കാണുന്നത്. അപ്പോൾ അത്രമേൽ വൈവിധ്യങ്ങൾ അടങ്ങുന്ന മനുഷ്യ സമൂഹത്തെ ഒന്നായിട്ട് ഖുർആൻ ദർശിക്കുന്നുണ്ട്. അവിടെ വെച്ച് തുടങ്ങുകയാണ് ഖുർആൻ്റെ നീതിയുമായി ബന്ധപ്പെട്ട സങ്കല്പം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഗതി പറയാനുള്ളത് വെച്ചാൽ ഖുർആൻ ഈ മെറ്റഫറുകളിലൂടെയാണ് ധാരാളമായിട്ട് സംസാരിക്കുന്നത്. രൂപകങ്ങൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. യദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസ് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ. അള്ളാഹു രൂപകങ്ങളിലൂടെയാണ് സംസാരിക്കുന്നത്. എന്തിനാണ് രൂപകങ്ങളിലൂടെ സംസാരിക്കുന്നത്? അപ്പോഴാണ് ആളുകൾ കുറച്ചുകൂടി ആഴത്തിൽ ആലോചിക്കുക. ഇതാണ് അതിൻ്റെ പ്രശ്നം. ഞാനിപ്പോൾ ഒരു സംഗതി
നേർക്ക് നേരെ നിങ്ങളോട് പറയുന്നു, നിങ്ങളത് കേൾക്കുകയുള്ളൂ. ഈ പറയുക കേൾക്കുക എന്നൊരു പ്രോസസ്സിൽ എല്ലാം നമ്മുടേതായി കൊള്ളുന്നില്ല. ഞാനിത് പറയും, നിങ്ങൾ കേൾക്കും. അപ്പം ഞാൻ പറഞ്ഞു തരുന്നൊരറിവ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. അത് അങ്ങനെയല്ല നിങ്ങളാവേണ്ടത് എന്നുള്ളതാണ്. നിങ്ങളുടെ അറിവ് നിങ്ങളുടേതാകണമെങ്കിൽ നിങ്ങളതിൻ്റെ ഉൽപ്പാദകരായി മാറണം. അങ്ങനെ ഉൽപ്പാദകരായി മാറണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള എന്തെങ്കിലും ഞാൻ തരണം. ഇപ്പോൾ സാധാരണഗതിയിൽ അധ്യാപനത്തിൽ നടക്കാത്തൊരു സംഗതിയും അതാണ്. നമ്മുടെ സ്ഥാപനങ്ങളിലും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെയുള്ള അധ്യാപകരെന്ന് പറഞ്ഞാൽ നമ്മളെ പഠിപ്പിക്കാൻ മാത്രമേ ശ്രമിക്കാറുള്ളൂ. അവർക്കറിയാവുന്നത് നമ്മളെ പഠിപ്പിക്കുക, അതൊരു അടിച്ചേൽപ്പിക്കൽ പോലെയാണ്. അതൊരിക്കലും നമ്മുടേതായി മാറില്ല. അതേസമയം നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നതെങ്കിലോ ചിലപ്പോൾ നമ്മളിൽ നിന്ന് പുതിയ അറിവുകൾ പുറത്തേക്ക് വരും. അത് ചിലപ്പോൾ നിലവിലുള്ള അറിവ് തന്നെ ആയിരിക്കാം. അപ്പോൾ പോലും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയൊരു പ്രൊഡക്ഷൻ ആയിട്ട് മാറും, അറിവിൻ്റെ ഒരു ഉൽപ്പാദനം ആയിട്ട് മാറും. അപ്പോൾ ഇതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അള്ളാഹു മസലുകളിലൂടെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഉൽപ്രേക്ഷകളിലൂടെ, രൂപകങ്ങളിലൂടെ സംസാരിക്കുന്നത് എന്നാണ് ഖുർആൻ പറയുന്നത്. ഇപ്പം ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഖുർആൻ മുന്നോട്ട് വെച്ചിട്ടുള്ള രൂപകങ്ങളിൽ ഏറ്റവും വലിയ രൂപകം ഏതാണ്? ഏറ്റവും വലിയ മസല്, ഏറ്റവും വലിയ മെറ്റഫർ ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും? ഖുർആനിലുള്ള ഒരുപാട്, നിങ്ങൾ ആ ഖുർആനിലുള്ള മെറ്റഫറുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഒരു ചോദ്യോത്തരത്തിന് പറ്റിയിട്ടുള്ളൊരു എന്താണ് സെറ്റപ്പല്ല ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഞാനിങ്ങനെ ചോദ്യങ്ങൾ ഇടുന്നേ ഉള്ളൂ, നിങ്ങൾ മറുപടി പറയണമെന്നില്ല. അപ്പം എന്തായാലും ഖുർആനിലെ മെറ്റഫറുകളെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ അതിലേറ്റവും വലുത് അത് യഥാർത്ഥത്തിൽ മീസാൻ. മീസാൻ എന്ന് പറഞ്ഞാൽ തുലാസാണ്. വസ്സമാ റഫഅഹാ വവദഅൽ മീസാൻ. ആകാശങ്ങളെ അള്ളാഹു ഉയർത്തിയിട്ടുണ്ട്, ഒരു മീസാൻ സ്ഥാപിച്ചിട്ടുണ്ട്. എവിടെ അങ്ങനെ നമ്മൾ തുലാസ് എന്ന് അർത്ഥം എടുക്കുമ്പോൾ എവിടെ അങ്ങനെ ഒരു തുലാസ് ഉള്ളത്? അപ്പോൾ ഖുർആൻ അക്ഷരാർത്ഥത്തിൽ പറയുന്നതല്ലത്. ആ മീസാൻ എന്താണ്? അവിടെ ഒരു മെറ്റഫറാണ്. മീസാൻ എന്തിൻ്റെ മെറ്റഫറാണ് നിങ്ങൾക്കറിയാലോ? അത് ജസ്റ്റിസിൻ്റെ അടയാളമാണ്, നീതിയുടെ അടയാളമാണ്. ലോകത്തെമ്പാടും അതങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല രൂപകങ്ങൾക്കും വ്യത്യസ്ത സമൂഹങ്ങളിൽ വ്യത്യസ്തങ്ങളായ അർത്ഥം ഉണ്ടാവും. അതേസമയം പൊതുവെ ഈ മീസാൻ അല്ലെങ്കിൽ തുലാസ് എന്ന് പറയുന്നത് എല്ലായിടത്തും, മിക്കവാറും ഞാൻ മനസ്സിലാക്കിയിടത്തോളം എല്ലാ സമൂഹങ്ങളിലും നീതിയുടെ രൂപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നീതി എന്ന് പറയുന്നത് വളരെ പരമപ്രധാനമാണ് എന്നുള്ളത് ഖുർആൻ്റെ കൽപ്പനയായിട്ട് വന്നു. ആ ഒരു മെറ്റഫർ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മെറ്റഫർ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എണ്ണിപ്പറയുന്ന സൂറത്തുർ റഹ്മാൻ്റെ ആരംഭത്തിൽ പറയുന്ന ആയത്തുകളിൽ ഒന്നാണ് വവദഅൽ മീസാൻ. ഇനി മറ്റൊരു സ്ഥലത്ത് നിർബന്ധ കൽപ്പനകളായിട്ട് ഖുർആൻ പറയുന്നത്, അത് സൂറത്തു നെഹ്ലിലാണെന്നാണ് എൻ്റെ ഓർമ്മ. സൂറത്തു നെഹ്ലിൽ നിർബന്ധ കൽപ്പനകളായിട്ട് കാര്യങ്ങൾ പറയുന്നിടത്ത് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ വൽ ഇഹ്സാൻ വ ഈതാഇദിൽ ഖുർബ, ഇങ്ങനെ പറയുന്നത് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത് സാമൂഹിക നീതി. അതിൽ എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അപ്പം നീതി കൊണ്ടാണ് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അള്ളാഹിൻ്റെ പ്രഥമമായ കൽപ്പന ഏതാണ്? അപ്പം ഇവിടെ ചോദ്യത്തിൽ വളരെ റിച്വലിസ്റ്റിക്കായിട്ട് മാത്രം ഇസ്ലാമിനെ മനസ്സിലാക്കുന്നവരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. കുറേ അനുഷ്ഠാനങ്ങൾ, പക്ഷേ ആ അനുഷ്ഠാനങ്ങൾ കൊണ്ട് മാത്രം സംതൃപ്തമാകുന്ന ഒരു ഘടന അല്ല യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അനുഷ്ഠാനങ്ങൾ കൊണ്ട് മാത്രം സംതൃപ്തമാകുന്ന ഒന്നല്ല എന്ന് തന്നെയല്ല ഖുർആനിൽ ഫവൈലുൽ മുസല്ലീൻ എന്ന് നേർക്കുനേരെ പറഞ്ഞിട്ടുണ്ട്. നിസ്കരിക്കുന്നോ നരകത്തിലാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെ വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പ്രാർത്ഥിക്കുന്ന ആൾ നരകത്തിലാണ്, ദൈവത്തെ പൂജിക്കുന്നവർ, ആരാധിക്കുന്നവർ നരകത്തിലാണെന്ന് വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പക്ഷേ ഖുർആൻ വളരെ കർക്കശമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഫവൈലുൽ മുസല്ലീൻ, നിസ്കരിക്കുന്നോ നരകത്തിലാണ്. എന്തുകൊണ്ടാണ് നരകത്തിലാകുന്നത്? അവൻ ദീനിനെ കളവാക്കിയവനാണ്. ദീനിനെ കളവാക്കിയവൻ അവൻ എന്താണ് പ്രവർത്തിക്കുന്നത്? ദീനിനെ കളവാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം, അവൻ യതീമിനെ ആട്ടിപ്പായിക്കുന്നവനാണ്, യതീമിനെ അടുപ്പിക്കാത്തവനാണ്. യതീം എന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ട് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ രണ്ടുപേരുമോ നഷ്ടപ്പെട്ടവരാണ് എന്ന് നമുക്കറിയാം. പക്ഷേ അറബിയിൽ യതമ എന്ന വാക്കിന് ഒറ്റപ്പെട്ടു എന്നർത്ഥമുണ്ട്. അപ്പോൾ ഏത് നിലക്ക് നമ്മൾ ഈ ആൾക്കൂട്ടത്തിൽ തനിയെ എന്നൊക്കെ പറയാറുണ്ടല്ലോ, നിങ്ങളിങ്ങനെ ചുറ്റിലും നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആരുടെയെങ്കിലും ഒരാളുടെ മുഖം നിങ്ങൾക്ക് അയാൾ വളരെ പ്രയാസം അനുഭവിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടാവും. അയാൾ ഒറ്റക്ക് നിൽക്കുന്നതായിട്ട് തോന്നും. അയാൾക്ക് ചിലപ്പോൾ സാന്ത്വനമാണ് ആവശ്യമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് കൊടുക്കാതിരിക്കുന്നത് വലിയ കുറ്റമാണ്. നിങ്ങൾക്ക് മനസ്സിലായാൽ, നിങ്ങൾക്ക് മനസ്സിലാവാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് കുറ്റമൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത് സാന്ത്വനം നൽകാതിരിക്കുക എന്ന് പറയുന്നത് വലിയ കുറ്റമാണ്. അതുപോലെ തന്നെ വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ, അഗതിയുടെ ആഹാരം, അത് തുആമു മിസ്കീൻ എന്ന് പറഞ്ഞാൽ
അഗതിക്ക് അവകാശപ്പെട്ടതാണ്. അഥവാ അയാളെ അഗതി അല്ലാതാക്കുന്നത്, അയാളെ അഗതി അല്ലാതാക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അതിനു വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഇതൊന്നുമില്ലാതെ ഒരു മനുഷ്യൻ പോയി നിസ്കരിച്ചാൽ ഫവൈലുൽ മുസല്ലീൻ, അങ്ങനെയുള്ള നിസ്കാരക്കാർക്ക് എന്താണുള്ളത്? വൈൽ എന്ന് പറഞ്ഞാൽ നാശം എന്നാണ് അർത്ഥം, പക്ഷെ അത് നരകത്തിന്റെ പര്യായവും കൂടിയാണ്. ഇപ്പൊ നിസ്കരിച്ച ആൾ നരകത്തിൽ പോകും. കാരണം അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവൻ ആളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നതാണ്. അല്ലദീനഹും യുറാഊൻ, അവൻ ആളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നതാണ്. അവന്റെ നിസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധരാണ് എന്നൊക്കെയാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ അവിടെ നീതിബോധം എന്ന് പറയുന്ന പ്രധാനമാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, നീതി കൊണ്ടാണ് അള്ളാഹു ഒന്നാമതായിട്ട് കൽപ്പിക്കുന്നത്. വൽ ഇഹ്സാൻ, അതോടൊപ്പം നന്മ. ഇഹ്സാൻ എന്ന് പറയുന്ന ഒരു ആത്മീയതയുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ ഇസ്ലാമിൻ്റെ ഒരു ലോജിക്കിനെ കുറിച്ച് പറഞ്ഞു, നൈതികതയും ലോജിക്കും, അതാണല്ലോ പ്രധാനപ്പെട്ട വിഷയം. നീതിക്ക് വേണ്ടി സംസാരിക്കുന്ന ധാരാളം ദർശനങ്ങളുണ്ട്. ഉദാഹരണത്തിന് മാർക്സിസത്തിൻ്റെ പ്രധാനപ്പെട്ട ബേസ് സാമൂഹിക നീതിയാണ്. മാർക്സും എംഗൽസും നിങ്ങൾക്ക് അറിയാലോ, അറിയില്ലെങ്കിൽ പഠിക്കണം. നമ്മൾ പഠിക്കേണ്ടാത്ത ഒരു വിഷയമില്ല കേട്ടോ. നമുക്ക് താല്പര്യമുള്ളതിനനുസരിച്ച് പല കാര്യങ്ങളും നമ്മൾ പഠിക്കണം. ഇപ്പം മാർക്സും എംഗൽസും അടിച്ചമർത്തപ്പെടുന്നവർക്ക് വേണ്ടി ചിന്തിച്ചു, തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് ചിന്തിച്ചത് എന്ന് പറഞ്ഞാൽ അവർ നീതിയുടെ ആളുകളാണ്. ഇസ്ലാമിൽ 3 കാര്യം പറയുന്നുണ്ട്. നീതി മാത്രം പോരാ, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അതൊരു ആത്മീയതയാണ്. പിന്നെ പറയുന്ന ഈതാഉദിൽ ഖുർബ എന്ന് പറഞ്ഞാൽ മാനുഷിക ബന്ധങ്ങളാണ്. ഈ പറഞ്ഞ രണ്ടാമത്തെയും മൂന്നാമത്തെയും കാര്യം പറയാതെ പോയതാണ് മാർക്സിസത്തിന്റെ പരാജയം എന്ന് പറയുന്നത്. രണ്ടാമത്തെയും മൂന്നാമത്തെയും കാര്യം പറയാതെ ഒന്നാമത്തേത് മാത്രം പറഞ്ഞു. പക്ഷെ അതിൽ അത്രയും നീതിയുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കണം. നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്ന് ഖുർആൻ വളരെ കൃത്യമായിട്ട് പറയുന്നു. അപ്പൊ മറ്റേത് ലോജിക്കലി അപ്പറയുന്ന സാമൂഹിക നീതി അവർക്ക് സ്ഥാപിക്കാൻ സാധിക്കാത്തത് മറ്റേ രണ്ടിന്റെ അഭാവത്തിലാണ്. ഈ ഇഹ്സാൻ എന്ന് പറയുന്നതിൻ്റെയും ഈതാഉദിൽ ഖുർബ, അടുത്തവർക്ക് കൊടുക്കുക എന്നാണ്. അവിടെ മാനുഷിക ബന്ധങ്ങളുടെ സംസ്ഥാപനം എന്ന അർത്ഥത്തിൽ ഞാനത് എടുക്കുന്നു. ഇതിൻ്റെ ഒരു അഭാവത്തിലാണ് മറ്റേ നീതിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നിലനിൽക്കാത്തത്. അതേസമയം തികച്ചും യുക്തിഭദ്രമായിട്ടാണ് ഇസ്ലാം അതിനെ സ്ഥാപിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇങ്ങനെ നമ്മുടെ ബാധ്യതകളെ കൃത്യമായി പഠിപ്പിക്കുന്നിടത്ത് അത് കേവലം ഒരു മതം എന്ന അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. കേവലം ഒരു മതം, ഇപ്പം നേരത്തെ GK ചോദിച്ചത് ഒരു വേ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു സമ്പൂർണമായൊരു വ്യവസ്ഥ എന്ന നിലക്കാണ്. നമുക്ക് അങ്ങനെ തന്നെയാണ് ഇസ്ലാമിനെ കാണാൻ സാധിക്കുക. അതാണ് ഇവിടെ പറഞ്ഞത്. വെറുതെ നിസ്കരിക്കുക, വെറുതെ നോമ്പ് നോൽക്കുക. നിസ്കരിക്കുന്നതും നോമ്പ് നോൽക്കുന്നതും ഒക്കെ ഉദ്ദേശാധിഷ്ഠിതമാണ്. കാരണം നിസ്കരിക്കുന്നവൻ ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശാഇ വൽ മുങ്കർ എന്നാണ്, വേണ്ടാധീനം പ്രവർത്തിക്കില്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. എന്നാൽ നിസ്കരിക്കുകയും വേണ്ടാധീനം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ എത്രയോ നമ്മുടെ കൂട്ടത്തിലില്ലേ? ഇപ്പൊ ഖുർആൻ പറഞ്ഞത് തെറ്റാണെന്ന് വരൂല നേരം. ഖുർആൻ എന്താ പറഞ്ഞത്? ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശാഇ വൽ മുങ്കർ, വേണ്ടാധീനങ്ങളിൽ നിന്ന് നിസ്കാരം നമ്മളെ തടയും. വേണ്ടാധീനം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവനെ പറ്റി അനാവശ്യം പറയൽ അടക്കം പെടുവേ. ഇസ്ലാമിന്റെ നൈതിക വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അതിന്റെ മൊത്തം ലോജിക്ക് നമ്മൾ എടുക്കുമ്പോൾ അമ്പരന്ന് പോകും. ഇപ്പോ വ്യഭിചാരം പാപമാണല്ലോ, വ്യഭിചാരം കൊടും പാപമാണല്ലോ. പക്ഷെ അതേസമയം അത് സോഷ്യൽ ക്രൈമായി മാറുമ്പോൾ മാത്രമേ ഭരണാധികാരി അതിൽ ഇടപെടാൻ പാടുള്ളൂ. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ക്രൈമായി മാറണമെങ്കിൽ ഒരാൾ വ്യഭിചരിക്കുന്നത് 4 ആൾ കണ്ണുകൊണ്ട് കാണണം. ഈ 4 ആളെ കാണിച്ചിട്ട് ചെയ്യുന്ന പണിയായത് ഒന്ന് ആലോചിച്ച് നോക്ക്. 4 ആളെ കാണിച്ചിട്ട് ചെയ്യുന്ന പണിയല്ലല്ലോ, വളരെ സ്വകാര്യമായിട്ട് ചെയ്യുന്നതല്ലേ. എന്നിട്ടും എന്തുകൊണ്ടാണ് അങ്ങനെ വെച്ചത് എന്ന് ചോദിച്ചാൽ, ഒരാളുടെ സ്വകാര്യതയിലേക്ക് മറ്റൊരാൾ ഇടപെടരുത്. ഇനി അഥവാ അയാൾ പാപം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ കാര്യം പടച്ചോൻ നോക്കിക്കോളൂ. അതേസമയം 4 പേര് കാണുക പറഞ്ഞാൽ അത്രയും പരസ്യമായിട്ട് അയാൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് അയാൾ മൂല്യങ്ങളെ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ വെല്ലുവിളിക്കുമ്പോഴാണ് അയാൾ ശിക്ഷാർഹനായിട്ട് മാറുന്നത്. ഇതാണ് ഇസ്ലാമിൻ്റെ ഒരു ലോജിക്ക്. എന്നാൽ അതേസമയം 3 പേര് കണ്ടുപോയി എന്ന് വിചാരിക്കുക. 3 പേര് കണ്ടുപോയി, അപ്പൊ അയാളെ ശിക്ഷിക്കാൻ വേണ്ടി 4ാമതൊരാൾ വിളിച്ചു കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? വിളിച്ചു കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? അതും പറ്റൂല. ലാ തജസ്സസു, ഒരാളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കാൻ പാടില്ല. നിങ്ങൾ ഒരാളുടെ പ്രൈവസിയിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ പാടില്ല. സർക്കാരിനും പാടില്ല, സാധാരണ മനുഷ്യന്മാർക്കും പാടില്ല. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളടക്കം ആളുകളോടുള്ള ബാധ്യതകൾ പറഞ്ഞുകൊണ്ട് കെട്ടുറപ്പുള്ളൊരു സമൂഹത്തെ, നൈതികമായൊരു സമൂഹത്തെ സ്ഥാപിക്കുക, ഉറപ്പുവരുത്തുക. ഇങ്ങനെയാണ് അത് യഥാർത്ഥത്തിൽ ഒരു കംപ്ലീറ്റ് വേ ഓഫ് ലൈഫ്, ഒരു കോംപ്രിഹെൻസീവ് വേ ഓഫ് ലൈഫായി മാറുന്നത് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ ഇങ്ങനെ തന്നെ അതിനെ ഫോളോ ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് എന്നതാണ് പ്രധാനം. ഇപ്പം ഞാൻ എൻ്റേതായ അന്വേഷണത്തിലൂടെ, GKയും അങ്ങനെ തന്നെയാണ്, നമ്മുടേതായ അന്വേഷണത്തിലൂടെ പടച്ചവൻ്റെ സഹായത്താൽ, അത് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലാത്തൊരു കാര്യമാണ് അള്ളാഹുവിൻ്റെ സഹായത്താൽ എന്നുള്ളത്.
ഇത് കണ്ടെത്തിയതാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ കണ്ടെത്തിയിട്ട് അനുഭവിക്കുന്നതാണ് ഇസ്ലാമിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ലോജിക്ക് എന്താണ്, അതിൻ്റെ എസ്തെറ്റിക്സ് എന്താണ്, അതിൻ്റെ എത്തിക്സ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. പൂർണ്ണമായ സ്വഭാവത്തിലല്ല, പൂർണ്ണമായ ജ്ഞാനം ആരുടെ കയ്യിലും ഉണ്ടാവില്ല, പൂർണ്ണമായൊരു അറിവ് ആരുടെ കയ്യിലും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ലോജിക്കലി നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതുപോലെ എത്തിക്കലായിട്ട് നമുക്കിത് അനുഭവിക്കാൻ സാധിക്കും. എത്തിക്കലായിട്ട് അനുഭവിക്കുമ്പോഴും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യം എന്ന് പറയുന്നത് നീതിയാണ്. ലോജിക്കലായിട്ട് അനുഭവിക്കുമ്പോഴാണെങ്കിൽ അള്ളാഹുവിൻ്റെ സാന്നിധ്യം അത് നമ്മൾ തിരിച്ചറിയ. ഒന്നാമത് ഭൗതികമായൊരു പ്രതലം മാത്രമല്ല നമ്മുടെ അറിവിനുള്ളത്. നമ്മൾ കേവലം വെറും ഭൗതികവാദിയായിക്കൊണ്ട് ഒരാൾക്ക് ഒരു മനുഷ്യന് ജീവിക്കാൻ പോലും പറ്റില്ല എന്നാണ്. എന്നെ കൂടുതലായിട്ട് ഇസ്ലാം എന്ന് പറയുന്ന ഒരു ദർശനത്തിലേക്ക് ആകർഷിച്ചിട്ടുള്ളൊരു പുസ്തകം ഇസ്ലാം ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്ന് പറയും. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ ഇസ്ലാം രാജമാർഗം എന്ന പേരിൽ മലയാളത്തിൽ അത് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബോസ്നിയ ഹെർസഗോവിന എന്ന് പറഞ്ഞിട്ടൊരു രാജ്യമുണ്ട്, കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ബോസ്നിയ ഹെർസഗോവിന, അവിടുത്തെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. അലിയ ഇസത് ബെഗോവിച്ച് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അലിയ ഇസത് ബെഗോവിച്ച്. ഈ ഇസത് ബെഗോവിച്ച് എഴുതിയിട്ടുള്ള ഇസ്ലാം ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, ഈ വസത്തിയ ഇസ്ലാം പറയുന്നത് എപ്പോഴും മധ്യമത്തിൽ നിൽക്കണം എന്നാണ്. പിന്നെ നിങ്ങൾ ഇപ്രകാരം കദാലിക്ക ജഅൽനാക്കും ഉമ്മത്തം വസത്ത, നിങ്ങളെ ഇപ്രകാരം ഒരു മധ്യമ സമൂഹമാക്കി മാറ്റിയിട്ടുണ്ടെന്നാണ്. അപ്പം നടുവിൽ നിൽക്കണം. ഒരു ഭാഗത്ത് അങ്ങേയറ്റത്തെ ഭൗതികത, മറ്റൊരു ഭാഗത്ത് മതം. ഇസത് ബെഗോവിച്ച് പറയുന്നത് തന്നെ ശ്രദ്ധിക്കണം. ഒരു ഭാഗത്തുള്ളത് ഭൗതികവാദമാണ്, മറ്റൊരു ഭാഗത്തുള്ളത് മതമാണ്. ഇത് രണ്ടും അല്ലാത്ത മൂന്നാമത്തതാണ് ഇസ്ലാം എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ഇസ്ലാം ഒരു റിലീജനേ അല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. മനസ്സിലാക്കണം, നമ്മളതിനെ റിലീജിയൻ എന്ന് പറയുന്ന കോളത്തിലല്ലേ പെടുത്താറുള്ളത്. ഇസത് ബെഗോവിച്ച് പറയുന്നത് 3 തരം വീക്ഷണങ്ങളാണ് ലോകത്തുള്ളത്. ഒന്ന് ഭൗതികവാദപരമാണ്, മെറ്റീരിയലിസ്റ്റിക് ആണ്. രണ്ടാമത്തെ റിലീജിയസ് ആണ്, മതപരമാണ്. മൂന്നാമത്തെ ഇസ്ലാമിക് ആണ്. എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഇസ്ലാം ഭൗതികവാദമല്ല, റിലീജിയനും അല്ല. പക്ഷെ അതേസമയം ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിലാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും മൂല്യങ്ങളെ, രണ്ടിൻ്റെയും ലോജിക്കിനെ, യുക്തിയെ ഉൾക്കൊള്ളാൻ സാധിക്കും. ഇതിങ്ങനെ തിരിച്ചറിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നതിനെ ഈ പറഞ്ഞതുപോലെ ഒരു വേ ഓഫ് ലൈഫായിട്ട്, ഒരു നൈതികതയായിട്ട് അനുഭവിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതോടുകൂടി തന്നെ അതിൻ്റെ ഒരു വിശ്വാസത്തിലേക്ക്, ഞാൻ അതുവരെ കുറേ ഭൗതികവാദിയായിട്ടും എത്തീസ്റ്റായിട്ടൊക്കെ ജീവിച്ചിരുന്ന ഒരാളാണ്, അങ്ങനെ ഒരു ശീലമുള്ള ഒരാളും കൂടിയാണ്. പക്ഷെ അതേസമയം കുറേ കൂടി അനുഭവിക്കാൻ വേണ്ടി പിന്നെ എനിക്ക് തിരിച്ചറിഞ്ഞതെന്ന് പറഞ്ഞാൽ, ഈ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മതകീയമായ പദങ്ങളൊന്നും ഇസ്ലാമിലില്ല. എൻ്റെ ഒരു തിരിച്ചറിവാണ്. ചിലപ്പോൾ കൂടുതൽ ഭാഷയൊക്കെ അറിയുന്നവർ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാകുക. ഈമാൻ എന്ന് പറയുന്ന വാക്കിനെ നമ്മൾ വിശ്വാസം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യും. പക്ഷേ വിശ്വാസം എന്നല്ലല്ലോ ആ പദത്തിൻ്റെ അർത്ഥം. ആ പദം അമ്നിൽ നിന്ന് വരുന്നതാണ്. അമ്ന് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് പീസാണ്, ഫിയർലെസ്നെസ് ആണ്. അതെങ്ങനെയാണ് ഈ ഈമാൻ എന്നുള്ള വാക്കിന്? ഇസ്ലാം എല്ലാത്തിനും വെവ്വേറെ വാക്കാണ് ഉപയോഗിക്കുന്നത്. സ്വലാത്ത് എന്നുള്ള വാക്കിന് പ്രാർത്ഥന എന്നർത്ഥമില്ല. പക്ഷെ പ്രാർത്ഥനയ്ക്ക് ഇസ്ലാം പറയുന്ന പേര് സ്വലാത്ത് എന്നാണ്. അതുപോലെ സക്കാത്ത്, സദക്ക എന്ന് പറഞ്ഞാൽ ദാനം എന്നർത്ഥമില്ല. ദാനം എന്ന അർത്ഥത്തിലുള്ള ഒരു വാക്കും അല്ല പ്രയോഗിച്ചിട്ടില്ല. പ്രാർത്ഥന എന്നുള്ള അർത്ഥത്തിലുള്ള വാക്ക് ഖുർആനിലുണ്ട്, പക്ഷെ ദാനം എന്നർത്ഥമുള്ള വാക്കേ പ്രയോഗിച്ചിട്ടില്ല. സദക്ക എന്ന് പറഞ്ഞാൽ കമ്മിറ്റ്മെന്റ് ആണ്, യഥാർത്ഥത്തിൽ സൊസൈറ്റിയോടുള്ള കമ്മിറ്റ്മെന്റ് ആണ്. ഇങ്ങനെയാണ് അതിന്റെ ലോജിക്ക് വർക്കൗട്ട് ചെയ്യുന്നത്. ഇസ്ലാമിന്റെ സാമൂഹികമായ ലോജിക്ക് വർക്കൗട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. നിങ്ങളുടെ പാരസ്പര്യത്തിലൂടെയാണ് നിങ്ങൾക്ക് വികസിക്കാൻ സാധിക്കുക. മനുഷ്യ സമൂഹം വികസിച്ചത് തന്നെ അങ്ങനെയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ പാഠം എന്ന് തിരിച്ചറിയാൻ സാധിക്കും. ആ അർത്ഥത്തിൽ ഈമാൻ എന്നുള്ള വാക്കെടുക്കുമ്പോൾ, ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്നല്ല അർത്ഥം. നമുക്ക് തൽക്കാലം വേറെ വാക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് മലയാളത്തിൽ വിശ്വാസം എന്ന് പറയാവുന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈമാൻ എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഫീലിംഗ് ദാറ്റ് സംതിങ് ഓർ സംവൺ ഈസ് റിയൽ ആൻഡ് ട്രൂ. ഒരു സംഗതി അല്ലെങ്കിൽ ഒരാള് യാഥാർത്ഥ്യമാണ്, ശരിയാണ് എന്ന് ഫീൽ ചെയ്യുന്നതിനാണ്. ഇപ്പൊ നിങ്ങൾ എൻ്റെ മുമ്പിലിരിക്കുന്നു എന്നതെൻ്റെ വിശ്വാസമാണോ? നിങ്ങൾ എൻ്റെ മുമ്പിലിരിക്കുന്നു എന്നുള്ളത്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ വിശ്വാസമാണോ? യാഥാർത്ഥ്യമല്ലേ? അല്ലാഹ് എന്ന് പറയുന്നത് വിശ്വാസമാണോ? അല്ലാഹ് എന്ന് പറയുന്നത് വിശ്വാസമാണോ? അപ്പൊ വിശ്വാസമാവാൻ പാടില്ല, അത് യാഥാർത്ഥ്യമാണല്ലോ. അത് യാഥാർത്ഥ്യമാവണമെങ്കിൽ ഇപ്പൊ ടേസ്റ്റ് ഓഫ് ഇസ്ലാം എന്നാണ് ഇതിന് തലക്കെട്ട് കൊടുത്തിട്ടുള്ളത്. അത് ആ ഒരു യാഥാർത്ഥ്യത്തെ അനുഭവിക്കാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. അതിന് പല മാർഗങ്ങളുണ്ട്. അപ്പൊ അതിന് സൂഫിയാക്കളുടെ മാർഗങ്ങൾ ഉണ്ടായിരുന്നു. അത് തെറ്റാണെന്ന് നമ്മൾ പറയില്ല. ഒരു ഘട്ടത്തിൽ ഒരു സവിശേഷമായ ആവിഷ്കാരം തന്നെയാണത്. അതേസമയം അവിടെ അള്ളാഹുവിന്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുകയാണ്, നമ്മൾ അറിയാണ്. പടച്ചോനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, ഭൗതികമായി കാണാൻ പറ്റില്ല, പക്ഷെ കണ്ണിന് പുറമെ ഒരു ഉൾക്കണ്ണുണ്ട്. ഇതൊക്കെ മനുഷ്യന്റെ സവിശേഷതകളാണ്. ഈ സവിശേഷതകളിൽ നിന്നിട്ടാണ് ഇസ്ലാം നമ്മളോട് സംസാരിക്കുന്നത് എന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലോജിക്ക്. അപ്പം അങ്ങനെ അള്ളാഹ് യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയുന്നതോടുകൂടി നമുക്കുണ്ടാകുന്ന ഒരു ട്രസ്റ്റും കോൺഫിഡൻസും. ഈമാനിന് ട്രസ്റ്റ് എന്നും അർത്ഥം പറയാം, കാരണം അമാനത്തും ഈമാനും ഒരേ വാക്കിൽ നിന്ന് വരുന്നതാണ്. പ്രവാചകൻ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു.
ഒരാൾക്ക് അമാനത്തില്ലെങ്കിൽ അയാൾക്ക് എന്തില്ല? ഈമാനില്ല. അമാനത്ത് എന്ന് പറഞ്ഞാൽ ട്രസ്റ്റാണ്. നിങ്ങൾ ഒരാൾക്ക് വിശ്വസിക്കാൻ പറ്റണം. നമ്മൾ ഈ ഇസ്ലാമോഫോബിയയെ കുറിച്ച് ധാരാളം ചർച്ച ചെയ്യും. ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനോടുള്ള വെറുപ്പും ഭീതിയുമാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു ഇസ്ലാമിനെതിരെ ആർക്കാണ് ഭീതി പ്രകടിപ്പിക്കാൻ സാധിക്കുക? നമ്മളുടെ ഈ സാധനം ഇല്ലാത്തതുകൊണ്ടാണ്. ഈ പറയുന്ന ട്രസ്റ്റ് എന്ന അർത്ഥത്തിലുള്ള ഒരു ഈമാൻ നമ്മളെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. അതുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ്, നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു ബോധ്യം, അതിൽ നിന്നാണ് ഈ പീസ് ആൻഡ് ഫിയർലെസ്നെസ്. ഈമാൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പിടികിട്ടിയ വിശ്വാസം നിങ്ങൾ പറഞ്ഞോളി, പക്ഷേ വിശ്വാസമല്ല അത്. സവിശേഷമായ വാക്ക് ഉപയോഗിക്കുന്നത് പോലും ഇസ്ലാമിൻ്റെ തനത് ലോജിക്കിൽ നിന്നുകൊണ്ടാണ്. ആഘോഷത്തിന് ഈദ് എന്ന് പറഞ്ഞാൽ മടക്കെന്നാണ് അർത്ഥം. ആ വാക്കിൻ്റെ അർത്ഥം മടക്കെന്നാണ്. പക്ഷേ ഇസ്ലാമിൽ ആഘോഷത്തിനാണ് ഈദ് എന്ന് പറയുന്നത്. ആഘോഷമായിട്ട് ഒരു ബന്ധമില്ലാത്ത വാക്ക്. ഇങ്ങനെയൊക്കെ വേറെ ഏതെങ്കിലും ഒരു തത്വശാസ്ത്രത്തിൽ പ്രയോഗിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തിനാണ് മടക്കം? ഒരു മുസ്ലിമിൻ്റെ ആഘോഷം പോലും വളരെ കൃത്യമായിട്ട് ദൈവത്തിലേക്കുള്ള മടക്കമായിരിക്കും. എന്ന് പറഞ്ഞാൽ മനുഷ്യർ സന്തോഷിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ഒരാളല്ല പടച്ചവൻ. ഇതും കൂടിയാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ സന്തോഷിക്കുകയാണ്, പെരുന്നാളിന് സന്തോഷിക്കുകയാണ്. പെരുന്നാളിന് പാട്ട് പാടുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ആയിഷ റളിയല്ലാഹു അൻഹയും ചങ്ങായിമാരൊക്കെ ഇരുന്ന് പാട്ട് പാടുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ദേഷ്യം പിടിച്ചൊരു കഥ ഉണ്ട്. ആ മസാമീറു ശയാത്തീൻ ഇന്ദ ബൈത്തി റസൂലില്ല അങ്ങനെ എന്തോ പറഞ്ഞു അത്രേ. അള്ളാന്റെ റസൂലിന്റെ വീട്ടിൽ ഷെയ്ത്താന്റെ മസാമീർ, ഷെയ്ത്താന്റെ കുഴലൂത്ത് റസൂലുള്ള തടഞ്ഞു. ആരാ പറഞ്ഞത് ഷെയ്ത്താന്റെ കുഴലൂത്താണെന്ന്? അവർ സന്തോഷിക്കട്ടെ, ഇന്ന് സന്തോഷിക്കാനുള്ള ദിവസമാണ്. പടച്ചോൻ മലക്കുകളെ വിളിച്ചിട്ട് പ്രത്യേകം കാണിച്ചു കൊടുക്കുന്നു റസൂൽ പറഞ്ഞിട്ടുണ്ട്. സന്തോഷിക്കുന്നവരെ കണ്ടില്ലേ? അപ്പൊ മനുഷ്യർ സന്തോഷിക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ സന്തോഷം അള്ളാഹുവിലേക്കുള്ള മടക്കമാണ്. പടച്ചോനെ മറന്നുകൊണ്ടുള്ള ആഘോഷം പാടില്ല. ഒരു മാസം നോമ്പൊക്കെ നോറ്റതല്ലേ, എന്നാ പിന്നെ നമുക്ക് തോന്നിയതുപോലെ. അതല്ല ഈദിന്റെ അർത്ഥം. അപ്പൊ ആഘോഷത്തിന് ഈദ് എന്ന് പറഞ്ഞത്. ഇനി റിലീജിയൻ, നമ്മൾ ഈ പറയുന്ന പ്രത്യയശാസ്ത്രത്തിൽ തന്നെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ സബ്മിഷനാണ്, സമർപ്പണമാണ്, അത് അനുസരണമാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു പേര് വന്നു? ഇതൊക്കെ വളരെ സവിശേഷമായിട്ടുള്ള ഇസ്ലാമിൻ്റെ തനത് ലോജിക്കിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ആ ലോജിക്കിന്മേൽ പടുക്കപ്പെട്ടിട്ടുള്ള ഒരു നീതി വ്യവസ്ഥ, അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. ഇങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആ ഇസ്ലാം ഉപകാരപ്പെടുക. സ്വാഭാവികമായിട്ട് നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്കും അതാണ് ഉപകാരപ്പെടുക. ചുമ്മാ പള്ളിയിൽ പോയി വരുന്ന നമ്മളെ കൊണ്ട് ലോകത്തിന് വലിയ ഉപകാരമൊന്നുമില്ല. പള്ളിയിൽ പോകണ്ടെന്നും വരണ്ടെന്നും അല്ല പറഞ്ഞത്, അതൊക്കെ പ്രധാനം തന്നെയാണ്. പക്ഷെ അതേസമയം ലോകത്തിന് അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. അതേസമയം വളരെ കൃത്യമായിട്ട് ഇസ്ലാം സാമൂഹികമായും മാനസികമായും അനുവർത്തിക്കുന്ന ആളെ കൊണ്ട് ലോകത്തിന് പ്രയോജനം ഉണ്ടാവും. അവർ മനുഷ്യരെ സ്നേഹിച്ചു തുടങ്ങും. മനുഷ്യരെ സ്നേഹിക്കുന്നതിലൂടെ അവർ അള്ളാഹുവിനെ സ്നേഹിച്ചു തുടങ്ങും. അപ്പോൾ നമുക്ക് ചുറ്റുപാടുകളിലൂടെ യഥാർത്ഥത്തിൽ അള്ളാഹു എന്ന് പറയുന്നൊരു സംഗതിയെ ബോധ്യപ്പെടും. അത് തന്നെയാണ്. അതിന് വേറൊരു ലോജിക്ക് അന്വേഷിക്കേണ്ടതില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ ഇസ്ലാമിൻ്റെ നൈതിക വ്യവസ്ഥ എന്ന് പറയുന്നത് അങ്ങേയറ്റം യുക്തിഭദ്രമായിട്ട് തന്നെ മനുഷ്യരുടെ മുമ്പിൽ ചുരുൾ നിവർത്തപ്പെടുന്നുമുണ്ട്. പിന്നെ ചോദ്യത്തിന് സമയം കൂടുതൽ എടുത്തു പോയോന്നറിയില്ല. പിന്നെ ചോദ്യം വരുമായിരിക്കും അല്ലേ? പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും ചോദിക്കുമായിരിക്കും, സദസ്സൊന്നും ചിലപ്പം ചോദിക്കുമായിരിക്കും. അങ്ങനെയൊക്കെ അല്ലേ പരിപാടി? അപ്പോൾ നമ്മൾക്ക് ഇസ്ലാം എന്ന മതത്തിൽ ജനിച്ചവർ പലപ്പോഴും ഇപ്പോൾ നമ്മുടെ ഒരു കോണ്ടെക്സ്റ്റ് എടുത്ത് നോക്കിയാൽ പലപ്പോഴും നമ്മൾ അതിൻ്റെ ഒരു വാല്യൂ പൂർണ്ണമായിട്ടും തിരിച്ചറിയുന്നില്ല. നമ്മൾ പലപ്പോഴും അതിനെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ്. എന്നാൽ അതിനെ തേടി കണ്ടുപിടിച്ച് അതിൻ്റെ ഒരു ഭംഗി ആസ്വദിച്ച് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് വരുന്നതൊരു വേറെ തന്നെയുള്ളൊരു ജേണിയാണ്. അപ്പോൾ പലർക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഇസ്ലാം പലർക്കും വളരെ പേഴ്സണൽ ആയിട്ടുള്ളൊരു ഐഡിയ ആണ്. അപ്പോൾ ഞാൻ സാറിനോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, സാറിൻ്റെ ഒരു ജേണിനെ കുറിച്ചിട്ട് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുമോ? അത് പറയാൻ ഇന്നത്തെ ദിവസം മതിയാവില്ല. പിന്നെ അപ്പോൾ ഇതിൽ ചോദ്യം ഈ ഇസ്ലാമാകുന്ന ദൈവിക ദർശനത്തെ കണ്ടെത്തിയത് അതുമായി ബന്ധപ്പെട്ടാണ് അല്ലേ ഉദ്ദേശിച്ചതല്ലേ? അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പിന്നെ ഇപ്പോൾ സാധാരണ നമ്മൾ ഏതൊരു കാര്യവും നമുക്കിഷ്ടപ്പെടുമ്പോഴാണ് കഷ്ടപ്പെട്ട് എന്ത് ചെയ്യുന്നത്, അത് നേടുകയും അതോടൊപ്പം അത് നിലനിർത്തി പോരുകയും ചെയ്യും. അപ്പോൾ ഇസ്ലാമിനെ കണ്ടെത്തിയ
രീതി ഇപ്പം നേരത്തെ ഷമീം സാഹിബ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു യുക്തിവാദ പശ്ചാത്തലം ഉണ്ടായിരുന്നു. നിരീശ്വര കാഴ്ചപ്പാട് ഒരു കാലത്തുണ്ടായിരുന്നു. പക്ഷെ പിന്നീടാണ് ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത്. ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചപ്പോൾ അത് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടാൻ കാരണം ഒരു ദർശനം എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഏതൊരു കാര്യം നമുക്ക് ഇഷ്ടപ്പെടാൻ എന്തുണ്ടായിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ പല കാരണങ്ങളുണ്ടാവും. ഇപ്പോൾ ഭക്ഷണം നമുക്ക് ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? നല്ല ടേസ്റ്റ് ഉണ്ടാവുമ്പോൾ, അതോടൊപ്പം വിശപ്പ് കൂടി വേണം അല്ലേ? അങ്ങനെ വരുമ്പോൾ അത് നമ്മൾ എന്നതുപോലെ തന്നെ നമുക്ക് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ സ്മെല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അങ്ങനെ ഓരോന്നും ഇപ്പോൾ ഒരു സ്ഥാപനത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അല്ലേ, പല ഘടകങ്ങളുണ്ടായിരിക്കും ഒരു സ്ഥാപനത്തെ ഇഷ്ടപ്പെടുന്നതിന്. അങ്ങനെ ഉണ്ടല്ലോ. എന്നതുപോലെ ഒരു ദർശനത്തെ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തെ, ഒരു കാഴ്ചപ്പാടിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നത്, ഞാൻ മനസ്സിലാക്കുന്നതിന് 3 തലങ്ങളുണ്ടെന്നാണ്. അതിലൊന്ന്, അത് മനുഷ്യൻ്റെ ബുദ്ധിക്കും യുക്തിക്കും ഇണങ്ങുന്നതാവുക എന്നത് വളരെ പ്രധാനമാണ്. അതിൻ്റെ അടിസ്ഥാനങ്ങൾ മനുഷ്യൻ്റെ ബുദ്ധിക്കും യുക്തിക്കും ഇണങ്ങുന്നതാവുക അങ്ങനെയുണ്ടല്ലോ. മറ്റൊന്ന്, ആ പറയുന്ന കാഴ്ചപ്പാടിനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അത് മനുഷ്യന് ഗുണകരമാവുക. മൂന്നാമത്തേത്, ആ മാർഗത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്, അത് ജീവിതത്തിന് ദിശാബോധം, അർത്ഥം നൽകുക. ഈ അർത്ഥത്തിൽ 3 ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഇത് 3 നൽകുന്നതാണ്. ഒന്ന്, അത് ബുദ്ധിക്കും യുക്തിക്കും ഇണങ്ങുന്ന. കാരണം നിരീശ്വരവാദത്തിലേക്ക് പോകാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനിച്ചു വളർന്ന സമൂഹത്തിൽ നിലനിൽക്കുന്ന ദൈവവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകൾ യഥാർത്ഥത്തിൽ എന്തായിരുന്നു? അത് 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സയൻസ് അധ്യാപകൻ്റെ ഒരു ഇടപെടലാണ് ഈ അർത്ഥത്തിൽ ചിന്തിക്കാൻ കാരണമായത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൂര്യൻ, ശാസ്ത്രം പറയുന്നതനുസരിച്ച് സൂര്യൻ എന്താണ്? ഒരു സ്റ്റാർ, ഒരു നക്ഷത്രമാണ്. പക്ഷേ അത് സൂര്യദേവൻ എന്ന അർത്ഥത്തിൽ ദൈവവുമായി കാണുന്ന സങ്കല്പങ്ങളുണ്ട്. ചന്ദ്രനെ അങ്ങനെ കാണുന്ന കാഴ്ചപ്പാടുകളുണ്ട്. വിശ്വാസമനുസരിച്ച് സൂര്യൻ ദൈവവും വിജ്ഞാനമനുസരിച്ച് സൂര്യൻ നക്ഷത്രവുമാണ്. ഇതിങ്ങനെ മനുഷ്യൻ യുക്തി കൊണ്ട് ചിന്തിക്കുമ്പോൾ ഏതാണ് കൂടുതൽ ശരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസമല്ല, വിജ്ഞാനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് വിശ്വാസത്തെ കൈയൊഴിച്ച് വിജ്ഞാനത്തെ സ്വീകരിക്കുക, ഈ ഒരു ലൈൻ സ്വീകരിച്ച് അങ്ങനെയാണ് പിന്നീട് ഇങ്ങനെ യുക്തിവാദത്തിലേക്ക് പോകുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനുള്ള, അതിൻ്റെ എല്ലാ സന്ദർഭവും വിശദീകരിക്കുന്നില്ല, പഠിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത്. എൻ്റെ ഒരു യുക്തിവാദി സുഹൃത്തും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ അർത്ഥത്തിലുള്ളൊരു പഠനത്തിലേക്ക് പോകുന്നത്. അങ്ങനെ അത് പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന അള്ളാഹു എന്ന് പറയുന്നത് ഇതേതെങ്കിലും, ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന ഒരു സങ്കല്പം മുസ്ലിങ്ങളുടെ ദൈവം എന്നുള്ള അർത്ഥത്തിലാണല്ലോ. അതായത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ടതാണെന്ന് അല്ലേ, തൗഹീദ്, അള്ളാഹുവിലുള്ള വിശ്വാസമാണ് അല്ലെ. മറ്റൊന്ന് പ്രവാചകന്മാർ, അതുപോലെ തന്നെ പരലോകവുമായി ബന്ധപ്പെട്ട, ഇതൊക്കെയാണല്ലോ അടിസ്ഥാനങ്ങൾ. അപ്പോൾ ഈ അള്ളാഹുവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടെന്ന് പറയുന്നത്, മനുഷ്യൻ സ്രഷ്ടാവ് ആണ് അള്ളാഹു. സ്രഷ്ടാവിനെ അറിയുന്നതിനുള്ള വഴി വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്നത്, സ്രഷ്ടാവിനെ അറിയുന്നതിനുള്ള വഴി, ഇത് കെട്ടുകഥകൾ പറഞ്ഞുകൊണ്ടല്ല അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത്. നമ്മളിങ്ങോട്ട് ജനിച്ചു വീണത് മുതൽ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സൃഷ്ടികളെ നോക്കിക്കൊണ്ട് ചിന്തിക്കാൻ ആവശ്യപ്പെടുകയാണ്, മനുഷ്യൻ്റെ യുക്തി ഉപയോഗപ്പെടുത്താൻ ആവശ്യപ്പെടുകയാണ്. ഇത് നമ്മളിങ്ങനെ ഉപയോഗപ്പെടുത്തുമ്പോൾ ശരിക്കും യുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മനുഷ്യൻ്റെ ഒരു സവിശേഷ കഴിവാണ് യുക്തി. മനുഷ്യന് യുക്തിബോധമുണ്ട്. അതനുസരിച്ച് മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പം കണ്ട ഒന്നിൽ നിന്ന് കാണാത്ത ഒന്നിനെ അനുമാനിക്കാനുള്ള കഴിവാണ് യുക്തി. പുക കണ്ടാൽ അറിയാം എവിടെയോ തീയുണ്ടായിട്ടുണ്ട്, ഇത് മനുഷ്യന് മനസ്സിലാവും. അങ്ങനെയാണല്ലോ. ഒരു ഗ്രന്ഥം കണ്ടാൽ അറിയാം അതിൻ്റെ പിന്നിൽ ഒരു ഗ്രന്ഥകർത്താവുണ്ട് എന്നുള്ളത്. ഒരു മേശ കണ്ടാൽ അറിയും അതിൻ്റെ പിന്നിൽ ഒരാശാരിയുടെ കരവിരുതുണ്ട്. ഒരു ശില്പം കണ്ടാൽ മനസ്സിലാകും അതിൻ്റെ പിന്നിൽ ഒരു ശില്പിയുടെ കരവിരുതുണ്ട്. എങ്കിൽ സൃഷ്ടികളെ കണ്ടാൽ മനുഷ്യൻ മനസ്സിലാകും അതിൻ്റെ പിന്നിൽ ഒരു സ്രഷ്ടാവുണ്ടെന്നത്. ഇത് വളരെ ലളിതമായ യുക്തിയല്ലേ? ഇങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ സൃഷ്ടികളെ നോക്കി ആലോചിക്കാനാണ് പറയുന്നത്. അപ്പോൾ സ്രഷ്ടാവാണ് ദൈവം എന്ന് വന്നാൽ ആ സ്രഷ്ടാവിനെ അറിയാൻ സൃഷ്ടികൾ തന്നെ ധാരാളം, സൃഷ്ടികൾ സ്രഷ്ടാവിന് തെളിവാണ്. അങ്ങനെ ഉണ്ടല്ലോ. മാത്രമല്ല അതിൽ വളരെ ശ്രദ്ധേയമായിട്ട് തോന്നിയ ഒന്ന്, അതായത് ഇപ്പോൾ അള്ളാഹുവിൻ്റെ അസ്തിത്വം മാത്രമല്ല, ഏകത്വവും മഹത്വവും ഇതെല്ലാം സൃഷ്ടികളെ നോക്കി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അപ്പം അതിൽപ്പെട്ടതാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഈ ഇണകളായി സൃഷ്ടിച്ചതിനെ വളരെ വലിയൊരു ദൃഷ്ടാന്തമായിട്ട് പറയുന്നു. ഇണകളായി സൃഷ്ടിച്ചതിനെ തന്നെ. കാരണം അത് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും. ഇപ്പോൾ ആണിനെ കണ്ടുകൊണ്ട് പെണ്ണിനെ, പെണ്ണിനെ കണ്ടുകൊണ്ട് ആണിനെ, അങ്ങനെ ഉണ്ടല്ലോ. ഈ സൃഷ്ടിപ്പിൽ അങ്ങനെയാണ് നടക്കുന്നത്. ആണിനെ തേടുന്ന പെൺവികാരം, പെണ്ണിനെ തേടുന്ന ആൺവികാരം, പരസ്പര പൂരകമായ ശരീരപ്രകൃതം, ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? വംശം നിലനിൽക്കണമെങ്കിൽ, അതായത് ഈ സമൂഹം നിലനിൽക്കണമെങ്കിൽ ഇതൊക്കെ ആവശ്യം. ഈ ഒരു അവസ്ഥയിൽ തന്നെ ആവേണ്ടതുണ്ട്.
ഇതിന് പറ്റുന്ന വിധത്തിൽ ഇതെന്ത് ചെയ്യുന്നു, ഒരു മുൻ പ്ലാനിങ് ഉണ്ട്. ഇണചേരൽ എന്ന് പറയുന്നത്, വംശവർദ്ധനം എന്ന് പറയുന്നത് ലക്ഷ്യമാണ്. പക്ഷേ ഇത് ആണും പെണ്ണും തീരുമാനിക്കുന്നതാണോ? അല്ല. പക്ഷെ ഇത് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു, ഒരു ആസൂത്രണം ഇതിൻ്റെ പിന്നിലുണ്ട്. അങ്ങനെയാണ് ഒരു കുഞ്ഞ് യഥാർത്ഥത്തിൽ എന്താകുന്നത്, ഇണചേരലും അതിൽ കുഞ്ഞ് ജനിക്കുന്നു. അതിൽ തന്നെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മാതാവിൻ്റെ ഗർഭാശയത്തിൽ, നമ്മളൊന്ന് ആലോചിച്ചോക്കുക, മാതാവിൻ്റെ ഗർഭാശയത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ വെളിച്ചം കിടക്കാത്ത ഇരുട്ടറയിൽ വളരുമ്പോൾ വെളിച്ചത്തിൽ കാണാവുന്ന കണ്ണുകൾ ഉണ്ടാവുന്നു. ഇതെന്തിനു വേണ്ടിയാണ്? ഗർഭാശയത്തിൽ കാണാനല്ല, പുറത്തിറങ്ങി കാണാനാണ്. പുറത്തിറങ്ങിയാൽ കാണേണ്ടി വരും എന്ന ഒരു ചിന്ത അകത്ത് വളരുന്ന കുഞ്ഞിനില്ലല്ലോ. മാതാപിതാക്കൾ കണ്ണുകൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? പക്ഷെ പുറത്ത് പോകേണ്ടി വരും, കാണാൻ കണ്ണുകൾ വേണ്ടി വരും. ഗർഭസ്ഥ ശിശു ചിന്തിക്കുന്നില്ല, മാതാപിതാക്കൾ ഇടപെടുന്നില്ല. പക്ഷെ നമ്മൾ ജനിച്ചു വീഴുമ്പോൾ കാണാൻ വേണ്ടി കണ്ണുകളുണ്ട്. ഇത് നമ്മളുണ്ടാക്കിയതല്ല, മാതാപിതാക്കൾ ഉണ്ടാക്കിയതല്ല, പിന്നെ ആരുണ്ടാക്കിയതാ? യാദൃശ്ചികമായിട്ടുണ്ടാവോ? യാദൃശ്ചികതയിൽ ഉദ്ദേശമില്ല, പക്ഷെ ഇത് ഉദ്ദേശപൂർവമാണ്. അതിൻ്റെ അർത്ഥം കണ്ണുകൾ സൃഷ്ടിക്കപ്പെട്ട, എന്നാൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു ശക്തി അതിൻ്റെ പിന്നിൽ ഉണ്ടെന്ന കാര്യം നിഷേധിക്കാൻ എന്തില്ല, ഒരു പഴുതുമില്ല. ഇത് ഒരു കാര്യത്തിലല്ല, എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഇല്ല, അതിൻ്റെ സ്ഥാനം മുതൽ ശരീര അവയവങ്ങളിൽ എണ്ണമടക്കം എല്ലാം അങ്ങനെ തന്നെ. ഇപ്പോൾ കണ്ണുകൾ നമ്മൾ നോക്കുക, അതിൻ്റെ ഒരു സ്ഥാനം നോക്കുക. ഇല്ല, ഇത് ഇവിടെ അല്ല വേണ്ടിയിരുന്നത്, വേറെ എവിടെയെങ്കിലുമാണ് വേണ്ടിയിരുന്നത് എന്ന് ഇന്നേ വരെ ഒരു ശാസ്ത്രജ്ഞനോ ഒരു എഞ്ചിനീയറോ പറഞ്ഞിട്ടില്ലല്ലോ, പറഞ്ഞിട്ടില്ല. ശരീരത്തിൻ്റെ അവയവങ്ങൾ ഓരോന്നും അങ്ങനെ തന്നെയാണ്. സ്ഥാനം അത് ഇപ്പോൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇനി അതിൻ്റെ എണ്ണം നോക്കിയാലോ, ഇപ്പോൾ കാല് 2 എണ്ണമാണ്, ഒന്നാണെങ്കിലോ പ്രശ്നമാണ്, 3 എണ്ണമാണെങ്കിലോ പ്രശ്നമാണ്. 2 എണ്ണം തന്നെ വേണമെന്ന് തീരുമാനിച്ചത് നമ്മളല്ലല്ലോ. അപ്പോഴേ ഇത് യഥാർത്ഥത്തിൽ എന്താവുള്ളൂ. ആ എണ്ണം മാത്രമല്ല, അതിലെ ഘടനയും എല്ലാം അങ്ങനെ തന്നെ. ഇപ്പോൾ നമ്മൾ നോക്കുക, കയ്യിലെ വിരലുകളിൽ 5 വിരലുകളിൽ 4 വിരലുകൾ ഇങ്ങനെ ചലിക്കുമ്പോൾ ഒരു വിരൽ മാത്രം വേറൊരു ദിശയിലാണ്. ഇതെന്തിനാ ഒരു വിരലിനെ മാത്രം ദിശ തിരിച്ചു വിട്ടത്? അപ്പോഴേ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. പക്ഷെ ഇത് കയ്യിനറിയില്ല, നമ്മളിങ്ങനെ വേണം തീരുമാനിച്ചതല്ല, നമുക്ക് വേണ്ടി ഇങ്ങനെ വേണമെന്ന് തീരുമാനിച്ച ഒരു ശക്തിയെ നിഷേധിക്കാൻ മനുഷ്യൻ്റെ യുക്തി കൊണ്ട് സാധ്യമല്ല. അപ്പോൾ മനുഷ്യൻ്റെ ഇതല്ല, ഇത് എത്ര പറഞ്ഞാലും അവസാനിക്കില്ല, ഒരുപാട് പറയാൻ പറ്റുന്ന കാര്യമാണ്. ഈ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്നതനുസരിച്ച് ഈ പ്രപഞ്ചത്തെ, പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളെയും സ്വന്തത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചാൽ മനുഷ്യന് ബോധ്യപ്പെടുന്നൊരു യാഥാർത്ഥ്യമാണെന്ത്, ഇതിൻ്റെ പിന്നിലുള്ള ഒരു ശക്തിയുടെ സാന്നിധ്യത്തെ. അപ്പോൾ ആ അള്ളാഹുവിനെ അറിയണമെങ്കിൽ സൃഷ്ടികളെ വായിക്കുക എന്നുള്ള ഈ വിശുദ്ധ ഖുർആനിൻ്റെ നിരന്തരമായ അധ്യാപനം, ഇത് ശരിക്കും എന്തായി അള്ളാഹുവിനെ കുറിച്ച് അറിയാനുള്ള ഒരു വഴിയായി. അതനുസരിച്ചാണ് അല്ലേ ഈ ഇതിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ ഈ അർത്ഥത്തിൽ ധാരാളമായിട്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ ആലോചന ഉണ്ടല്ലോ, അത് ശരിക്കും അതൊരു യാഥാർത്ഥ്യമാണ്, വസ്തുതയാണെന്ന് ബോധ്യപ്പെട്ടു എന്ന് മാത്രമല്ല, ആ പറയുന്ന സൃഷ്ടാവായ ദൈവത്തെ നിഷേധിക്കാൻ ഒരു ന്യായവുമില്ല. അപ്പം അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തിനായിരിക്കും മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന ഒരു ചോദ്യം വേറെ വരുന്നുണ്ട്. അതിൻ്റെ പിന്നിലൊരു ഉദ്ദേശം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യനെ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ അവയവങ്ങളെ നോക്കിയാലും എല്ലാത്തിനും ഉദ്ദേശങ്ങളുണ്ട്. ഇപ്പം കണ്ണുകൾ എന്തിനു വേണ്ടിയാ? കാലുകൾ ഓരോ അവയവങ്ങൾക്ക് ഉദ്ദേശങ്ങളുണ്ട്. അതിൻ്റെ അർത്ഥം വ്യത്യസ്ത ഉദ്ദേശങ്ങളോട് കൂടിയ അവയവങ്ങളെല്ലാം ചേർത്ത് കൊണ്ട് ഒരു മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടായിരിക്കും, ഈ അവയവങ്ങൾക്കുള്ള ചെറിയ ഉദ്ദേശങ്ങളെക്കാളൊക്കെ വലിയ ഉദ്ദേശം ആകെ മൊത്തം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ ഉണ്ടാവില്ലേ? കാരണം സാധാരണ പറയുന്നുണ്ട്, അംശങ്ങളിൽ ഉദ്ദേശങ്ങളുണ്ടെങ്കിൽ സാങ്കല്യത്തിൽ അതിനേക്കാൾ വലിയ ഉദ്ദേശം ഉണ്ടാവും. ഇതുപോലെ ഇപ്പോൾ ഒരു ക്ലോക്കിന് വ്യത്യസ്ത പാർട്സുകളില്ലേ, അപ്പോൾ മണിക്കൂറുകളെ സൂചിപ്പിക്കുന്ന സൂചി, സെക്കൻഡുകളെ സൂചിപ്പിക്കുന്ന ഇതൊക്കെ വ്യത്യസ്ത ഉദ്ദേശങ്ങളോട് കൂടിയാണ്. പക്ഷെ ഇതെല്ലാം ചേർത്തുകൊണ്ടൊരു ക്ലോക്ക് ഉണ്ടാക്കുമ്പോൾ എന്തുണ്ടാവും, ഈ ഭാഗങ്ങളുടെ പിന്നിലുള്ള ഉദ്ദേശങ്ങളെക്കാളൊക്കെ വലിയൊരു ഉദ്ദേശം ആകെ മൊത്തം ക്ലോക്ക് ഉണ്ടാക്കിയതിന് പിന്നിലുണ്ടാവും. പക്ഷേ ക്ലോക്ക് എന്തിനാണ് ഉണ്ടാക്കിയതെന്ന് ക്ലോക്കിനറിയോ? പിന്നെ ആർക്കാണ് അറിയാം? ക്ലോക്ക് ഉണ്ടാക്കിയ മനുഷ്യനതറിയും. എന്നതുപോലെ മനുഷ്യൻ എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് മനുഷ്യനറിയോ? ഇല്ല. പിന്നെ ആർക്കറിയും? മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുവിനിത്, സ്രഷ്ടാവിനിത് അറിയും. അതുകൊണ്ട് മനുഷ്യൻ എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ആര് പറയണം? സ്രഷ്ടാവ് പറയണം. ഇത് പറയാൻ വേണ്ടിയാണ് ആരെ നിയോഗിച്ചത്? പ്രവാചകന്മാരെ നിയോഗിച്ചത്. ആ പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കുന്നതനുസരിച്ച് മനുഷ്യൻ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത് നിങ്ങളിൽ ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതാരെന്ന് പരീക്ഷിക്കുവാനാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുമ്പോൾ, ഇല്ല, ഇത് യഥാർത്ഥത്തിൽ എന്താണെന്ന് മനുഷ്യൻ ഒരു വെളിച്ചമായിട്ടാണ് നമുക്ക് എന്താവുന്നത്, ഉണ്ടാകുന്നത്. എന്ന് മാത്രമല്ല, അങ്ങനെ മനുഷ്യൻ ഈ ഭൂമിയിൽ, നേരത്തെ ഞാൻ പറഞ്ഞു, അത് പ്രവാചകന്മാരുടെ ഒരാവശ്യം, ആ വേ ഓഫ് ലൈഫുമായി ബന്ധപ്പെട്ട വിഷയവും ഇവിടെ വിശദീകരിക്കപ്പെട്ടു. അങ്ങനെ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുകയാണെങ്കിൽ, കാരണം ഇത് സ്വീകരിക്കാനുണ്ടാകുന്ന ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ നല്ലതാണെന്നത് മാത്രമല്ല, അതിനപ്പുറത്ത് മനുഷ്യൻ്റെ അതുകൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, മനുഷ്യൻ്റെ ഈ ലോക ജീവിതത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ്റെ കാഴ്ചപ്പാട് ഇതൊരു പരീക്ഷണമാണ്, ഇത് നിരീക്ഷണത്തിന് വിധേയമാണ്. ഈ ജീവിതം മരണത്തോടുകൂടി തീരുന്നതല്ല, അതിന് പകരം മരണം എന്താണ്? മരണം എന്ന് പറയുന്നത്
ജീവിതത്തിൻ്റെ അന്ത്യമല്ല. മരണത്തിന് ശേഷം എന്തുണ്ട്? ഒരു ജീവിതം വരാനിരിക്കുന്നുണ്ട്. പക്ഷെ മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടെന്ന് പറയുമ്പോൾ ആരെങ്കിലും അവിടെ പോയി വന്നവരുണ്ടോ? പിന്നെ മരിച്ചതിന് ശേഷം ഒരു ജീവിതം ഉണ്ടെന്ന് പറഞ്ഞ് പോകുമ്പോൾ എങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കുക, എങ്ങനെ വിശ്വസിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന് ഇഷ്ടപ്പെട്ടാലാണ് അല്ലെ മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഇണങ്ങുക, യുക്തിക്കും ഒക്കെ മനുഷ്യന് ബോധ്യപ്പെടുക എന്ന് പറഞ്ഞല്ലോ. ഈ മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതം ഉണ്ടെന്ന കാര്യം എങ്ങനെയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്? അത് ബോധ്യപ്പെടല്ല അതിൻ്റെ പ്രധാനം, അടിസ്ഥാനം അതാണ്. വിശുദ്ധ ഖുർആനിൽ നിരന്തരമായി പറയുന്നൊരു കാര്യമാണെന്ത്? മരിച്ചു കഴിഞ്ഞാലുള്ള ജീവിതത്തെക്കുറിച്ച്. അത് മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതനുസരിച്ച് നമ്മൾ ജീവിതത്തെ നിരീക്ഷിച്ചാൽ മനുഷ്യ ജീവിതത്തിന് 3 ഘട്ടങ്ങളുണ്ട്. ആ 3 ഘട്ടങ്ങളിലെ ഒന്നാമത്തെ ഘട്ടം മാതാവിൻ്റെ ഗർഭാശയത്തിലുള്ള 10 മാസക്കാലത്തെ ജീവിതമാണ്. 2ാം ഘട്ടം അതിനേക്കാൾ ദൈർഘ്യമുള്ള ഈ കർമ്മ ജീവിതമാണ്. 3ാം ഘട്ടം അതിനേക്കാൾ ദൈർഘ്യമുള്ള ശാശ്വതമായ പരലോക ജീവിതമാണ്. ഇതിൽ 1ാം ഘട്ട ജീവിതത്തെ നോക്കിയാൽ തന്നെ ഒരു 2ാം ഘട്ട ജീവിതത്തിനുള്ള ന്യായങ്ങൾ, തെളിവുകൾ അവിടെയുണ്ട്. 2ാം ഘട്ട ജീവിതം നോക്കിയാൽ 3ാം ഘട്ട ജീവിതത്തിൻ്റെ ന്യായങ്ങളും അവിടെയുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഗർഭാശയത്തിൽ ഒരു കുഞ്ഞ് വളരുമ്പോൾ കണ്ണുകൾ ഉണ്ടാവുന്നത് കാണാൻ വേണ്ടിയാണ്. പക്ഷേ ഗർഭാശയത്തിൽ കാണാൻ പറ്റുമോ? അതിൻ്റെ അർത്ഥം കണ്ണുകൾ സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ ഉദ്ദേശം പൂർത്തിയാവണമെങ്കിൽ എന്ത് വേണം? ഒരു 2ാം ഘട്ടം ഉണ്ടാവണം. അതിനർത്ഥം 1ാം ഘട്ടത്തിൽ തന്നെ 2ാം ഘട്ടത്തിന് ന്യായമുണ്ട് അല്ലേ? 1ാം ഘട്ടത്തിൽ 2ാം ഘട്ടം ഉണ്ട്. ഇപ്പോൾ കാലുകൾ നടക്കാൻ വേണ്ടിയാണ്, ഗർഭാശയത്തോട് നടക്കാൻ പറ്റുമോ? അത് സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ ഉദ്ദേശം പൂർത്തിയാവണമെങ്കിൽ എന്ത് വേണം? 2ാം ഘട്ടത്തിലേക്ക് വരണം. ഇത് പൊക്കിൾക്കൊടി ഒഴിച്ച് മിക്ക അവയവങ്ങളുടെ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശം പൂർത്തിയാവണമെങ്കിൽ 2ാം ഘട്ടത്തിലേക്ക് വരണം. അങ്ങനെ 2ാം ഘട്ടത്തിൽ എത്തിപ്പെട്ട മനുഷ്യൻ ജീവിക്കുമ്പോൾ പൊതുവിൽ 2 രീതിയിൽ ജീവിക്കും. ധർമാധർമ്മ ബോധമുള്ളത് കൊണ്ട് ചില ആളുകൾ നല്ല മനുഷ്യരായി ജീവിക്കുന്നു, കുറേ ആളുകൾ അക്രമികളായി, താന്തോന്നികളായി മോശം ജീവിതം ജീവിക്കുന്നു. ഈ പറയുന്ന എല്ലാ മനുഷ്യരും മരിക്കും. അല്ല, നല്ല മനുഷ്യരും മരിക്കും, ചീത്ത മനുഷ്യരും മരിക്കും. പക്ഷെ മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് എന്തുണ്ടാവണം? ഇപ്പം കണ്ണിൻ്റെ തേട്ടം നോട്ടമാണ് എന്നതുപോലെ നീതിബോധത്തിൻ്റെ ഒരു തേട്ടമുണ്ട്. അതനുസരിച്ച് സൽക്കർമ്മിക്ക് ലഭിക്കേണ്ടത് രക്ഷയാണോ ശിക്ഷയാണോ? രക്ഷ. ദുഷ്കർമ്മിക്ക് ലഭിക്കേണ്ടത് രക്ഷയാണോ ശിക്ഷയാണോ? ശിക്ഷ. നിരപരാധിക്ക് ലഭിക്കേണ്ടത് നീതിയാണോ അനീതിയാണോ? എല്ലാ മനുഷ്യരും ഇത് തന്നെ പറയുക. അതുകൊണ്ടാണ് നമ്മൾ ജയിൽ, വിചാരണ, കോടതി സംവിധാനങ്ങളൊക്കെ ഇവിടെ ഏർപ്പെടുത്തുന്നത്. പക്ഷേ ഇവിടെ കുറ്റമറ്റ നീതി എന്ന് പറയുന്നത് അസാധ്യമാണ്. ഉദാഹരണം പറഞ്ഞാൽ ഒരു മനുഷ്യൻ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വീടിനകത്ത് അകപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓടിക്കയറാണ്. അങ്ങനെ അകത്ത് കടന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ അഗ്നി ആളിപ്പടർന്ന് അദ്ദേഹവും അതിൽ വന്ന് മരണപ്പെട്ടു പോയി. 2ാമത്തെ ഒരു സംഭവം, ഒരു കള്ളൻ ഒരു വീട്ടിൽ കയറി വീട്ടിലുള്ള വീട്ടുടമസ്ഥനെയും ഭാര്യയെയും കുട്ടികളെയൊക്കെ ക്രൂരമായി കൊലപ്പെടുത്തി സാധ്യമാകുന്നത്ര സമ്പത്തൊക്കെ വാരിക്കുട്ടി ഇറങ്ങി ഓടുന്നതിനിടയിൽ ഒരു കിണറ്റിൽ വീണ് മരണപ്പെട്ടു പോയി. സങ്കല്പിക്കുക. കാരണം നന്മ ചെയ്യുമ്പോഴും മനുഷ്യൻ മരിക്കാറുണ്ട്, തിന്മ ചെയ്യുമ്പോഴും മരിക്കാറുണ്ട്. ആദ്യം പറഞ്ഞ സംഭവത്തിൽ ചെയ്തത് സൽക്കർമ്മമാണ്, നല്ലൊരു കർമ്മമാണ്, പക്ഷെ പരാജയപ്പെട്ടു പോയി. അതുകൊണ്ട് അത് പാഴ്വേലയാണെന്ന് പറയാൻ പറ്റുമോ? ഭൗതികാർത്ഥത്തിൽ നോക്കിയാൽ പാഴ്വേലയാണ്, ധാർമ്മികാർത്ഥത്തിൽ നോക്കിയാൽ അതൊരു മഹത്തായ കർമ്മമാണ്. പക്ഷെ ആ കർമ്മത്തിൻ്റെ ഫലം ഉണ്ടാവണമല്ലോ. പക്ഷെ ആ മനുഷ്യൻ മരിച്ചുപോയി. ഇനി മരണാനന്തര ബഹുമതി കൊടുത്തത് കൊണ്ട് കാര്യമുണ്ടോ? ആൾ മരണപ്പെട്ടു പോയി. പക്ഷെ ആ മനുഷ്യൻ ചെയ്ത കർമ്മത്തിന് ഫലം കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇവിടെ സംവിധാനമില്ല. ഏതുപോലെ കണ്ണിൻ്റെ തേട്ടമാണ് നോട്ടം, അത് ഗർഭാശയത്തിൽ പൂർത്തിയാവുന്നില്ല, 2ാം ഘട്ടത്തിൽ പൂർത്തിയാവുന്നു എന്നതുപോലെ നീതിബോധത്തിൻ്റെ ഈ തേട്ടം പൂർത്തിയാക്കാൻ ഇവിടെ സംവിധാനമില്ല. അതുകൊണ്ടൊരു 3ാം ഘട്ടം എന്തുകൊണ്ടുണ്ടാവുകയില്ല. ഇനി 2ാമത്തെ കാര്യത്തിൽ 2 കാര്യം നടക്കണം. ഒന്ന്, നിരപരാധികളാകുന്ന കുടുംബാംഗങ്ങൾക്ക് എന്ത് കിട്ടണം? നീതി കിട്ടണം. അവർ ആക്രമിക്കപ്പെട്ടവരാണ്. അക്രമിയായ കള്ളൻ എന്ത് കിട്ടണം? ശിക്ഷ കിട്ടണം. പക്ഷെ 2 കൂട്ടരും മരണപ്പെട്ടു. എന്ത് ചെയ്യും? ഒരു നിർവാഹമില്ല. പോലീസ് വന്നു, നാട്ടുകാർ കൂടി കള്ളൻ്റെ ശവം പുറത്തെടുത്തു, കത്തിയും കിട്ടിയിട്ടുണ്ട്. കത്തിയെ ശിക്ഷിക്കാൻ പറ്റുമോ? ആ കള്ളൻ്റെ ശവം അവിടെ ഉണ്ട്, ശിക്ഷിക്കുമോ? ഇല്ല. കാരണം കള്ളൻ ചത്തുപോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സത്തുപോയിരിക്കുന്നു എന്നാണ്. ഈ ചത്തുപോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് സത്തുപോയി എന്നാണ്, കള്ളൻ പോയിരിക്കുന്നു. ഈ കള്ളന് ശിക്ഷ കിട്ടണം. പക്ഷെ ഇവിടെ സംവിധാനമുണ്ടോ? ഇല്ല. അപ്പോൾ കണ്ണിൻ്റെ തേട്ടമാണ് നോട്ടം, ഗർഭാശയത്തിൽ സാധ്യമാകുന്നില്ല, 2ാം ഘട്ടത്തിൽ സാധ്യമാകുന്നു എന്നതുപോലെ നീതിബോധത്തിൻ്റെ ഈ തേട്ടം പൂർത്തിയാവാൻ ഇവിടെ സംവിധാനമില്ല, മറ്റൊരു സംവിധാനം ഉണ്ടാവാതിരിക്കാൻ ഒരു ന്യായവുമില്ല. എന്നാൽ ഇത് നമ്മളുടെ സാധ്യതയുടെ തെളിവാണ്. ഇനി യഥാർത്ഥ തെളിവ് എന്താണെന്നറിയോ? മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ടെന്നതിൻ്റെ യഥാർത്ഥ തെളിവ് എന്താ? യഥാർത്ഥത്തിലുള്ള തെളിവ് ഇത് പറഞ്ഞ സത്യസന്ധരായ പ്രവാചകന്മാരുടെ സാക്ഷ്യമാണ്. കാരണം പ്രവാചകന്മാരുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത, അവർ കളവ് പറയാത്തവരാ. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഹിർക്കൽ ചക്രവർത്തി ചോദിച്ചറിയുന്നുണ്ട് അബൂ സുഫിയാനോട്. അബൂ സുഫിയാൻ ശത്രുവായിരുന്നു. ആ സന്ദർഭത്തിൽ കുടുംബ മഹിമയെക്കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചറിയുന്നുണ്ട്.
അപ്പോൾ ചോദിക്കുന്നുണ്ട്, മുഹമ്മദ് കളവ് പറയാറുണ്ടോ? അപ്പോൾ അബൂ സുഫിയാൻ പറയുന്നുണ്ട്, ഇല്ല, കളവ് പറയാറില്ല. അൽ അമീൻ എന്ന് ആ ജനത തന്നെയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത്. കളവ് പറഞ്ഞിട്ടേ ഇല്ല ജീവിതത്തിൽ. ഇങ്ങനെയാണ്. ആ സന്ദർഭത്തിൽ ഹിർക്കൽ ചക്രവർത്തി അബൂ സുഫിയാനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് അറിയും? കളവ് പറയാറില്ല മുഹമ്മദ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ദൈവദാസന്മാരോട് കളവ് പറയാത്ത ഒരാൾ ദൈവത്തിൻ്റെ പേരിൽ കളവ് പറയുമോ? മാനവിക വിഷയങ്ങളിലൊക്കെയും സത്യം പറയുന്ന ഒരാൾ ദൈവിക വിഷയത്തിൽ കളവ് പറയുമോ എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസാക്ഷി എന്താ പറയുന്നത്? അല്ലേ, മനുഷ്യന്മാരോടൊന്നും കളവ് പറയാത്ത ഒരാൾ ദൈവത്തിൻ്റെ പേരിൽ കളവ് അറിയോ? ഇല്ലെന്ന് ഉറപ്പല്ലേ? ഈ സത്യസന്ധരായ പ്രവാചകന്മാരുടെ സാക്ഷ്യമാണ് എന്തിനുള്ള തെളിവ്? മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ട് എന്നതിനുള്ള യഥാർത്ഥത്തിലുള്ള തെളിവ് ഇത് പ്രവാചകന്മാരൊക്കെ പറഞ്ഞ. അപ്പോൾ ഇത് ഒരു സത്യമാണ്, യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് അംഗീകരിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഇത് ജീവിതത്തിൽ എന്തായിരിക്കും? ഈ ലോകത്ത് മാത്രമല്ല പരലോകത്തും വിജയിക്കണ്ടേ? സ്വാഭാവികമായിട്ട് ഇത് അംഗീകരിക്കണ്ടേ? ഈ ഒരു ചിന്തയാണ് എന്തിന് കാരണമാകുന്നത്? ഒരാൾ ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായി തീരുന്നത്. പക്ഷേ ഈ ലോകത്തും പരലോകത്തും അല്ല, ഇഹപര രക്ഷ എന്ന് പറയുന്നതാണ് എന്ത് ചെയ്യുന്നത്? പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ടുള്ളത്. അതിൻ്റെ പൂർണ്ണ രൂപമാണ് യഥാർത്ഥത്തിൽ അന്ത്യപ്രവാചകനിലൂടെ നൽകപ്പെട്ടിട്ടുള്ളത്. ഇതൊരാൾക്ക് ബോധ്യപ്പെടുന്നു. ഇത് ബോധ്യപ്പെട്ടു പഠിച്ചപ്പോൾ അപ്പോൾ ഇത് അംഗീകരിക്കുകയും ചെയ്തു. പിന്നെ അതിൻ്റെ എങ്ങനെയൊക്കെ സംഭവിച്ചു എന്നതിലേക്ക് ഞാൻ പോകുന്നില്ല. അതേസമയത്ത് ഇങ്ങനെ ഇതൊരു സത്യമാണ്, യാഥാർത്ഥ്യമാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഈ സത്യം അംഗീകരിക്കുന്നത്. മാത്രമല്ല ഇത് ബോധ്യപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു യാഥാർത്ഥ്യത്തെ ഒരാൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും പിന്നെ എപ്പോഴും ആലോചിക്കുക എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്തുണ്ട്? അതിന് ഫലമുണ്ടാകും. നന്മ കാര്യങ്ങൾ ചെയ്താൽ അതിനും ഫലമുണ്ടാകും എന്ന് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തിന്മയിൽ നിന്ന് മുക്തമായി നന്മയിലേക്ക് പരമാവധി അതിനനുസരിച്ച് ജീവിക്കാനാണ് ഒരാൾ ശ്രമിക്കുക. ഇതുകൊണ്ടാണ് വോൾട്ടേർ എന്ന് പറയുന്ന അദ്ദേഹം നിരീശ്വരവാദിയായിരുന്നു, ചിന്തകനാണ്. അദ്ദേഹം ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, KN അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? എൻ്റെ പാൽക്കാരൻ ഒരു ദൈവവിശ്വാസിയാവുന്നതാണ് എനിക്കിഷ്ടം. പറയാനുള്ള കാരണം എന്താ? പാൽക്കാരൻ ദൈവവിശ്വാസിയാവുന്നതാണ് എനിക്കിഷ്ടം. മൂപ്പർക്ക് ദൈവവിശ്വാസം ഇല്ല, പക്ഷെ പാൽക്കാരൻ ദൈവവിശ്വാസി ആവണം എന്ന് പറയാൻ എന്താ കാരണം? അല്ലെങ്കിൽ അറിയാതെ പാലിൽ വെള്ളം ചേർക്കും. എന്നാൽ യഥാർത്ഥ ദൈവവിശ്വാസിയാണെങ്കിൽ പാലിൽ വെള്ളം ചേർക്കില്ല. അതുകൊണ്ട് പാൽക്കാരൻ ഒരു ഡിഗ്രി സ്കോളർ ആവണം എന്നൊന്നുമല്ല പറഞ്ഞത്. കാരണം അങ്ങനെ ആയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മനുഷ്യനാവണമെങ്കിൽ എന്ത് വേണം? ഈ തിരിച്ചറിവ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, അതുണ്ടാകണം എന്നതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇത് എല്ലാ അർത്ഥത്തിലും മനുഷ്യനാക്കാനുള്ള എന്താണ്? മനുഷ്യന് ദിശാബോധവും ജീവിതത്തിന് അർത്ഥവും അല്ലേ, താങ്ങും തണലും എല്ലാം നൽകുന്നതാണ് യഥാർത്ഥത്തിൽ എന്ത്? ഇത് മനസ്സിലാക്കിയപ്പോഴാണ് ഇത് അംഗീകരിച്ചത്. അടുത്തത് എൻ്റെ ഭാഗത്തു നിന്നുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. നിങ്ങളെല്ലാവരും ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ കാത്തു നിൽക്കാമെന്നറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിർത്തും, പിന്നെ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. അപ്പോൾ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമിനെ പലപ്പോഴും ഒരു 7-ാം നൂറ്റാണ്ടിലെ മരുഭൂമിയിലുണ്ടായിരുന്ന ഒരു പ്രവാചകൻ പലരും പ്രവാചകൻ കണ്ടെത്തിയ മതമെന്ന് പറയുന്ന പല ആൾക്കാരുണ്ട്. അത് ഒരു 7-ാം നൂറ്റാണ്ടിലെ ഒരു ഓൾഡ് സ്കൂൾ ടൈപ്പ് ഓഫ് ട്രഡീഷനാണ്. അതിനെന്തിനാണ് ഇപ്പോഴും അതിൻ്റെ ഒരു റെലവൻസ് എന്താണെന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഷമീം സാർ മുന്നേ നമ്മളോട് പറഞ്ഞു ഒരുപാട് ബാക്ക് ആൻഡ് ഫോർത്ത് ഉണ്ടായിട്ടുണ്ടെന്ന്. അതായത് ഇസ്ലാമിൽ ജനിച്ചു, എന്നാൽ കുറച്ചു കാലം നിരീശ്വരവാദത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച് പിന്നെയും മടങ്ങി വന്ന ഒരു ജേണിയാണ്. അപ്പോൾ സാറിൻ്റെ ഒരു പേഴ്സണൽ ജേണി എങ്ങനെയാണെന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതായത് ഈ ഒരു റെലവൻസിനെ മനസ്സിലാക്കിയിട്ടാണല്ലോ സ്വാഭാവികമായിട്ടും സാർ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതെങ്ങനെയായിരുന്നു എന്ന് അറിയാം. ഞാൻ എൻ്റെ കഥ പറയുമ്പോൾ എനിക്ക് ഒരുപാട് പ്രായമുണ്ട്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അത് ഒരുപാട് അനുഭവങ്ങൾ പറയുമ്പോൾ അത്രയും കൂടുതൽ സമയമെടുത്തു എന്ന് വിചാരിക്കുമല്ലോ. അങ്ങനെയല്ല. ജീവിതത്തിൽ ഒരുപാട് പരിവർത്തനങ്ങൾ ചുരുങ്ങിയ കാലത്തിനുള്ളിലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ പറഞ്ഞ ആ ഒരു ഇസ്ലാം എന്ന് പറയുന്ന ഒരു ദർശനത്തിൻ്റെ ആ ഒരു ജീവിത സമ്പ്രദായത്തിൻ്റെ ഒരു റെലവൻസ് എന്താണ് എന്നുള്ളൊരു ബോധ്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു ബോധ്യത്തിലേക്ക് എത്തി വന്ന ഒരു ആന്തരികമായ ചില സംഭവവികാസങ്ങൾ, ബാഹ്യമല്ല. നമ്മൾ എന്തിനും ആന്തരികവും ബാഹ്യവുമായ വശമുണ്ടെന്നുള്ളതാണ്. ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടും അത് തന്നെയാണ്. അള്ളാഹിൻ്റെ നിയമങ്ങൾ പോലും അങ്ങനെയാണെന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ അശംസു വൽ ഖമറു ബി ഹുസ്ബാൻ,
സൂര്യനും ചന്ദ്രനും കൃത്യമായ കണക്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഭൗതികമാണ്, അത് നമുക്ക് കണക്കൂട്ടാൻ പറ്റും. അടുത്തൊരു1000 വർഷത്തേക്കുള്ള സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും ഒക്കെ ചലനം നമുക്കറിയാം. അതുപോലെ തന്നെ ഭൗതികമായ എല്ലാ പ്രതിഭാസങ്ങളുടെയും അവസ്ഥ തന്നെയാണ്. സൂര്യനും ചന്ദ്രനും മാത്രമൊന്നുമല്ല. അതേസമയം വന്നജുമു വശജുറു യസ്ജുദാൻ, നക്ഷത്രങ്ങളും മരങ്ങളും സുജൂദ് ചെയ്യുന്നു. ആ നജുമു എന്ന് പറയുന്നതിന് വള്ളികൾ നടന്നു കൊടുത്തിട്ടുണ്ട്, അതേതായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വന്നജുമു വശജുറു യസ്ജുദാൻ, നക്ഷത്രങ്ങളും മരങ്ങളും സുജൂദ് ചെയ്യുന്നു. ഇതും നിയമമാണ്, പ്രകൃതിയിൽ നടക്കുന്നൊരു പ്രവർത്തനമാണ്. പക്ഷെ അതാർക്കെങ്കിലും കാണാൻ പറ്റുമോ? ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? അത് നമ്മൾ ലോജിക്കലി പ്രൂവ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്, അല്ലെങ്കിൽ ലോജിക്കലി തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും നമ്മുടെ ശാസ്ത്രത്തിന് വിധേയമല്ല. എങ്ങനെയാണ് നക്ഷത്രം സുജൂദ് ചെയ്യുന്നത്, എങ്ങനെയാണ് മരം സുജൂദ് ചെയ്യുന്നത്, ഇത് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ആക്ച്വലി ഇങ്ങനെ 2 തലങ്ങൾ, അത് മനുഷ്യനും ഉണ്ട്, അതേസമയം മനുഷ്യന് പുറത്തുള്ള ജീവനുള്ളതും ഇല്ലാത്തതുമായ എല്ലാ വസ്തുക്കൾക്കും. ഇമ്മാനുവൽ കാന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫിലോസഫറെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. കേട്ടിട്ടുണ്ടാവും, മിക്കവാറും വായനാശീലമുള്ളവരൊക്കെ കേട്ടിട്ടുണ്ടാവും. പിന്നെ ഞാൻ നിങ്ങളോട് പ്രഥമമായിട്ടും പറയാം, വായിക്കണം എന്നാണ്. ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്താണെന്നറിയാം? ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്താണ്? ക്യൂരിയോസിറ്റിയാണ്, ഉദ്വേഗം എന്ന് നല്ല ഭാഷയിൽ പറയാം. ഉദ്വേഗം നിങ്ങൾക്കതുണ്ടോ? ഉണ്ടെന്നൊക്കെ പറയും. നമ്മൾ പഠിക്കുന്നത് എന്തിനാ? നമ്മൾ പഠിച്ചത് മുഴുവൻ അവസാനം പരീക്ഷ കടലാസിൽ അങ്ങോട്ട് ഛർദിക്കുന്നതോടുകൂടി സംഭവം ബ്ലാങ്കാവും. ഇതൊരു പുട്ടുണ്ടാക്കുന്ന പോലത്തെ ഒരു പ്രോജക്റ്റാണ്, ഒരു പ്രോസസ്സാണ്. പുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ പുട്ടുകുറ്റി സംഗതി കാലിയായിരിക്കും. ഇതടിയിൽ ചില്ലിട്ടിട്ട് നിറക്കുകയാണ് ചെയ്യുക. അരിപ്പൊടി ഇട്ട്, പിന്നെ തേങ്ങ ഇട്ട്, പിന്നെ അരിപ്പൊടി ഇട്ട്, ഇതുമാതിരി. അതിപ്പോൾ ചെറിയ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ കുറച്ച് ആദ്യത്തെ പീരീഡ് ഇംഗ്ലീഷ് വരും, അത് കഴിഞ്ഞാൽ ബെല്ലടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ കണക്ക് വരും, പിന്നെ ബെല്ലടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ ജീവശാസ്ത്രം വരും, അതിൻ്റെ പിന്നാലെ ഊർജ്ജതന്ത്രം വരും. ഇങ്ങനെയൊക്കെ വരികയാണ്. ഇതെല്ലാം കൂടി നിറച്ചിട്ട് ആവിയിലിട്ടിട്ട് പുഴുങ്ങാണ് ചെയ്യുക. ഈ ആവി എന്ന് പറഞ്ഞാൽ പരീക്ഷയോടുള്ള നമ്മുടെ ഒരു പേടിയാവാം, അല്ലെങ്കിൽ ഭാവിയിൽ നല്ലൊരു ജോലി കിട്ടണം എന്നുള്ളൊരു ആഗ്രഹവും ആവാം. അങ്ങനെ വന്ന് പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പുട്ടുണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും ഫൈനൽ പ്രോസസ്സ് എന്താണ്? ഈ സാധനം അങ്ങനെ തന്നെ എടുത്ത് കുറ്റി എടുത്തിട്ട് പിറകിലൊരു കുത്തം കൊണ്ടുപോകും. ഇത് കുത്തുന്നതോടുകൂടി സാധനം പിന്നെ അപ്പുറത്ത് നമ്മളൊരു പ്ലേറ്റ് വെച്ചിട്ടുണ്ടാവും, അതിലേക്ക് വീഴും. കുറ്റി പിന്നെ കാലിയായിരിക്കും. ഇതിനെ നോക്കാൻ അപ്പുറം കാണാം. ഇതുമാതിരി പരീക്ഷ എഴുതി കഴിയുമ്പോഴത്തേക്ക് ഈ സാധനം കംപ്ലീറ്റ് അങ്ങോട്ട് പോയി. അല്ലാതെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങൾ പഠിച്ചതെങ്കിലും നിങ്ങൾക്ക് ലൈഫിൽ പ്രയോജനം ചെയ്യുന്നില്ലെങ്കിൽ അറിവല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ലൈഫിൽ പ്രയോജനം ചെയ്യുന്നില്ലെങ്കിൽ അറിവല്ല. ഡേറ്റകൾ നമുക്ക് ബൈഹാർട്ടാക്കാൻ പറ്റും, പക്ഷേ ഡേറ്റകളെ നമ്മൾ ഇൻഫോർമേഷനായിട്ട് നമ്മൾ തന്നെ ട്രാൻസ്ഫോം ചെയ്യണം. അതിനെ നോളജാക്കി നമ്മൾ മാറ്റണം. ആ നോളജ് നമ്മുടെ ഫെയ്ത്തിൽ ഇടപെടുകയും വേണം. ഇങ്ങനെ വരുമ്പോഴാണ് ആ പ്രോസസ്സ് അർത്ഥപൂർണമാവുക എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. എനിവേ, ഇമ്മാനുവൽ കാന്റ് പ്രപഞ്ചത്തെക്കുറിച്ച് അങ്ങനെയൊക്കെ ചിന്തിച്ചു. ഈ ഉദ്വേഗം തന്നെയാണ് ഫിലോസഫി ഉണ്ടാക്കിയതും സയൻസ് ഉണ്ടാക്കിയതും. നിങ്ങൾ നോക്കും, ന്യൂട്ടന് മുമ്പ് ആപ്പിള് താവട്ടന്നെ വീഴ അല്ലേ? ആപ്പിള് താവട്ടന്നെ വീണേ, ന്യൂട്ടന് മുമ്പ് താവട്ടന്നെ വീണത്. പക്ഷേ ന്യൂട്ടൻ ഒരു 10 ആളോടെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും, ഇതെന്താ ഈ ആപ്പിള് താവട്ടന്നെ വീഴുന്നത്? ഈ 10 പേരും അയാളെ കളിയാക്കിയിട്ടുണ്ടാവും അല്ലേ? നിങ്ങളിപ്പോൾ അങ്ങനെ ചോദിച്ചു നോക്ക്, സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതികളെ കുറിച്ച് നമുക്ക് യാതൊരു കൗതുകം ഉണ്ടാവില്ല. പക്ഷേ കൗതുകം ജനിച്ചു നോക്കുക. നിങ്ങൾ വേറെ ആരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളെ കളിയാക്കും. 10 പേരോടൊക്കെ ചോദിച്ചിട്ടുണ്ടാവും, ഈ 10 പേര് ന്യൂട്ടനെ കളിയാക്കിയിട്ടുണ്ടാവും. പക്ഷേ ന്യൂട്ടൻ അത് കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചു. എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു? അന്ന് അതൊരു ചോദ്യമേ ആയിരുന്നില്ല, കാരണം ആപ്പിൾ താവട്ടല്ലാതെ മേലോട്ട് പോകും. അങ്ങനെ ചിന്തിച്ചിട്ട് വെറുതെ ഇരുന്നിരുന്നെങ്കിൽ, അദ്ദേഹത്തിന് ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നെങ്കിൽ, ഫിസിക്സ് എന്ന് പറഞ്ഞൊരു സാധനം തന്നെ ഉണ്ടാവില്ല. ഫിസിക്സ്, ക്ലാസിക്കൽ ഫിസിക്സ് റൺ ചെയ്തത് ന്യൂട്ടനാണ്. അതിനെ ഓടിച്ചു വിട്ടത് ആരാണ്? അതിന് ന്യൂട്ടോണിയൻ ഫിസിക്സ് എന്നാണ് പേര് തന്നെ. ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ, ലോസ് ഓഫ് മോഷൻ, ഇതാണ് ഒരുപാട് കാലം ഫിസിക്സിനെ മുന്നോട്ട് കൊണ്ട് നയിച്ചത്. മാത്രമല്ല, നമ്മൾ പിന്നീട് പല സാങ്കേതിക വിദ്യകളായിട്ട് വികസിപ്പിച്ചതും ഇതേ സാധനമാണ്.
അപ്പോൾ ഒരൊറ്റ കൗതുകത്തിന് എത്രത്തോളം വിലയുണ്ടെന്ന് മനസ്സിലായല്ലോ. അതിൽ നിന്നാണ് ഈ ഫിലോസഫി ഉണ്ടാവുക. അപ്പോൾ കാന്റ് സംഗതികളെ കുറിച്ച് ആലോചിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് മൊത്തത്തിൽ എല്ലാത്തിനും 2 നിയമങ്ങളുണ്ടെന്ന്. 2 തരം അവസ്ഥകൾ. അദ്ദേഹം ജർമ്മൻ ഫിലോസഫറാണ്. അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഒന്നാമത്തെ അവസ്ഥക്ക് ദസ് തിങ് ആൻഡ് സിച്ച് എന്നാണ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ തിങ് ഇൻ ഇറ്റ് സെൽഫ്. നമ്മളൊരു സാധനം കാണുന്നു, ഒരു പൂവ് നമ്മൾ കാണുന്നു, പൂവിനെ പുറമേക്കാണല്ലോ നമ്മൾ കാണുന്നത്, പക്ഷെ പൂവിൻ്റെതായ ഒരു പൂവുണ്ട്. ഇതെന്താണെന്ന് നമുക്കറിയില്ല. അതിന്റെ ലോജിക്ക് മനസ്സിലായോ? പൂവിൻ്റെതായ ഒരു പൂവുണ്ട്, ഇതെന്താണെന്ന് നമുക്കറിയില്ല. ഒരു വസ്തുവിനകത്തുള്ള വസ്തു തത്വം, നൗമനൽ റലം എന്നാണ് അതിന് ഇംഗ്ലീഷിൽ അദ്ദേഹം പറഞ്ഞ ഇംഗ്ലീഷിൽ പറയാം നൗമനൽ റലം. അതേസമയം തന്നെ നമ്മൾ അനുഭവിക്കുന്ന അതിനെ ദസ്തിങ് ഫുർ എന്നാണ് പറയുക ജർമ്മൻ ഭാഷയിൽ. ആ വസ്തു എങ്ങനെയാണോ നമ്മുടെ മുമ്പിൽ അപ്പിയർ ചെയ്യുന്നത് അതാണ്. അപ്പൊ ഇത് രണ്ടും 2 ആണെന്നാണ് അതിന് അദ്ദേഹം ഫിനോമിനൽ റലം എന്നാണ് വിളിച്ചത്. ഇത് രണ്ടും 2 ആണ്. അപ്പൊ ഓരോന്നിനും ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള തലങ്ങളുണ്ട്. നമ്മൾ കാണുന്നത് പോലെയല്ല എല്ലാം. ഇതാണ് യഥാർത്ഥത്തിൽ പടച്ചോനാൾ പഠിപ്പിക്കുന്നത്. വന്നജുമു വശജറു യസ്ജുദാൻ. ഈ സുജൂദ് എന്ന് പറയുന്നത് എന്താണ്? അള്ളാന്റെ നിയമം തന്നെയാണ്. ബി ഹുസ്ബാൻ എന്ന് പറയുന്നത് അള്ളാന്റെ നിയമമല്ലേ? പക്ഷെ ആ നിയമം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതേസമയം യസ്ജുദ എന്ന് പറയുന്ന ആ സുജൂദിന്റെ നിയമം നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. എന്നാൽ മനുഷ്യന്റെ ഉള്ളിലുണ്ട് ഇങ്ങനെ. മനുഷ്യന് ആന്തരികമായൊരവസ്ഥ ഉണ്ട്, ബാഹ്യമായ അവസ്ഥ മാത്രമല്ല. അതേക്കുറിച്ചൊക്കെ നേരത്തെ GK വളരെ ലഘുവായിട്ട് അദ്ദേഹം പറഞ്ഞ അത്രയും സിമ്പിളായിട്ട് പറയാൻ എനിക്ക് പറ്റില്ല. അതാണ് പ്രശ്നം. GK പറഞ്ഞാൽ ഞങ്ങൾക്ക് മുഴുവൻ മനസ്സിലാവും, ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തന്നെ മനസ്സിലാവില്ല. ഞങ്ങളൊരു കുഴപ്പമുണ്ട്. അപ്പം എന്തായാലും പിന്നെ നമ്മുടെ ആന്തരികമായിട്ടുള്ള ഒരു തലമുണ്ട്, ബാഹ്യമായിട്ടുള്ള ഒരു തലവും. ബാഹ്യമായ തലം ഈ പ്രകൃതിയുടെ നിയമത്തിനനുസരിച്ച് തന്നെയാണ് പോകുന്നത്. അതേസമയം ആന്തരിക തലത്തിൽ നമ്മൾ ബോധപൂർവം മറ്റ് വസ്തുക്കളെ പോലെയല്ല. ഇപ്പോൾ ആകാശം ഉയർന്നു നിൽക്കുന്നത് ആകർഷണ വികർഷണ നിയമങ്ങളാണ്. അത് സയൻസ് അല്ലേ? അത് സയൻസ് ആണല്ലോ. ഇപ്പൊ മീസാൻ എന്ന് പറയുമ്പോൾ അത് സയൻസ് അല്ല. അതെന്താണ്? അത് ലോജിക്കാണ്, അത് ഫിലോസഫിയാണ്. തിരിഞ്ഞാ? അപ്പൊ ആ ഒരു ഫിലോസഫി വെച്ചിട്ട് പിന്നെ പടച്ചോൻ പറയുന്നത് അല്ലാ തത്തഹൗ ഫിൽ മീസാൻ. അതുകൊണ്ട് തുലാസിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? അക്രമം കാണിക്കരുത്. മറ്റേ നിയമങ്ങളെ നമുക്ക് ലംഘിക്കാൻ പറ്റില്ല. എനിക്കിപ്പോ ചെവി കൊണ്ട് കാണണമെന്ന് വിചാരിച്ചാൽ നടക്കൂലല്ലോ. പക്ഷെ അതേസമയം കാണാൻ പറ്റാത്തത് കാണണമെന്ന് ഞാൻ വിചാരിച്ചാൽ നടക്കും. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. കാതുകൊണ്ട് കാണണമെന്ന് വിചാരിച്ചാൽ നടക്കൂല. എന്നാൽ കണ്ണുകൊണ്ട് കാണുന്നത് തന്നെ നിയമവിരുദ്ധമായത് കാണണമെന്ന് വിചാരിച്ചാൽ അത് നടക്കും. മനസ്സിലായോ? പക്ഷെ അവിടെ ഞാൻ ബോധപൂർവം, എൻ്റെ ആന്തരിക തലം ബോധപൂർവം പടച്ചോൻ്റെതാക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാനം. ചോദ്യം ഒന്നുകൂടി പറഞ്ഞേ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതിൻ്റെ ഒരു റെലവൻസ് ആണ് ചോദ്യം. അപ്പം ഞാൻ ഈ ഒരു തലത്തിലേക്ക് വരുന്നത് ഇപ്പോൾ GK വന്നതല്ല, GKൻ്റെ വേറൊരു യാത്രയാണ്. എൻ്റെതും ഒരു ജേണി തന്നെയാണ്. GK അദ്ദേഹത്തിൻ്റെ യാത്ര ഒരു പുസ്തകമായിട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥ പോലെ പുസ്തകമായിട്ട് എഴുതിയിട്ടുണ്ട്. കൈ അധികം അടിക്കരുത്, കുറച്ചെനക്കും ബാക്കി നോക്കണം. കാരണം ഞാനും എഴുതിയിട്ടുണ്ട്. എൻ്റെ അന്വേഷണങ്ങളുടെ കഥ ഞാനും എഴുതിയിട്ടുണ്ട്. അതിന് 8ാം ഇന്ദ്രിയം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അത് യഥാർത്ഥത്തിൽ നിങ്ങൾക്കൊരു ആത്മകഥയായിട്ട് ഫീൽ ചെയ്യില്ല. അത് ഞാൻ വായിച്ച പുസ്തകങ്ങളിലൂടെയുള്ളൊരു സഞ്ചാരം. ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു 6ാം ക്ലാസ് മുതൽക്ക് തന്നെ പിടുത്തപ്പെട്ട വായന തുടങ്ങിയാണ്. പിടുത്തപ്പെട്ട വായന തുടങ്ങിയതായതുകൊണ്ട് ഏതാണ്ട് ഒരു 8ാം ക്ലാസ് മുതൽക്ക്, അതാണ് ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞത്, എൻ്റെ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ വല്ലാതെ പ്രായമുണ്ടെന്ന് തോന്നും. അങ്ങനെയല്ല, ഏതാണ്ട് ഒരു 8ാം ക്ലാസ് പഠിക്കുമ്പോൾ മുതൽക്ക് സാംസ്കാരികമായിട്ടുള്ള വായന, നിരൂപണം, ഇതിലൊക്കെ ഞാൻ സജീവമായിരുന്നു. അന്നേരത്ത് എനിക്ക് മതങ്ങൾ അസംബന്ധമാണ് എന്നൊരു തോന്നലുണ്ടായി. ഇസ്ലാം അത് അങ്ങനെ ഒരു മതമല്ല എന്നുള്ള തിരിച്ചറിവ് പിന്നുണ്ടായതാണ്. ആദ്യഘട്ടത്തിൽ ഞാനൊരു പരമ്പരാഗത മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതാണ്. മാത്രമല്ല ഞാനൊരു തറവാട്ടുകാരൻ എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ടല്ലോ. ആ തറവാടിത്തത്തിൽ ഞാൻ അഭിമാനിക്കുന്നൊന്നുമില്ല കേട്ടോ. പക്ഷേ ഒരവസ്ഥ പറഞ്ഞതാണ്. തറവാട് എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ കുറച്ചുകൂടി പാരമ്പര്യമുള്ള, അല്ലെങ്കിൽ ഏത് വിഭാഗത്തിലാണെങ്കിലും ഈ നായന്മാരുടെ ഏർപ്പാടാണ് ഈ തറവാട് എന്ന് പറയുന്നത്. മനസ്സിലായോ? കുറച്ചുകൂടി സവർണരായിട്ടുള്ള നായർ സമുദായത്തിൻ്റെ ഒരു ഏർപ്പാടാണ് ഈ തറവാട് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് തന്നെയാണ് മുസ്ലിങ്ങൾക്കിടയിലേക്ക് വന്നതെങ്കിൽ ആ ഒരു സവർണ ട്രഡീഷൻ പിന്തുടരുന്ന മുസ്ലിങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് അത്ര അന്തസ്സുള്ള കാര്യമൊന്നുമല്ല.
പക്ഷേ യാഥാർത്ഥ്യം വെച്ചിട്ട് ഞാനൊരു തറവാട്ടുകാരനാണ്. സ്വാഭാവികമായിട്ടും ആ തറവാടിനകത്ത് ഇസ്ലാം എന്ന് പറയുന്ന ഒരു സംഗതിയെ വളരെ കർക്കശമായിട്ട് അനുവർത്തിച്ചിരുന്നു. അതിനിടയിലാണ് ഞാൻ തെറിച്ചു പോകുന്നത്. കാരണം ഇത് വലിയ അർത്ഥമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. എന്തിനാപ്പം ഇങ്ങനെ കുനിയും? ഇനി അഥവാ അന്ന് ഞാൻ ദൈവമില്ലാന്നും മനസ്സിലാക്കിയിട്ടില്ല. പടച്ചോൻ എന്ന് പറയുന്ന അസംബന്ധമാണെന്നുള്ള വിശ്വാസമില്ലായിരുന്നു. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ കുനിയുന്നവരെയും ചെയ്തിട്ടാണ് പടച്ചോനെന്ന് കിട്ടേണ്ടത്. നിങ്ങളിങ്ങനെ കുറെ കുനിയുന്നു, കുറേ പേര് കുനിയുന്നു, കുറേ പേര് നിവരുന്നു, എന്നിട്ട് പടച്ചോനെന്താ കിട്ടേണ്ടത്? ഇങ്ങനൊരു ചിന്ത വന്നതാണ്. പക്ഷെ ഞാൻ ചിന്ത പ്രകടിപ്പിക്കും. എന്ത് സംഭവിച്ചാലും, എനിക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിലും അടി കിട്ടിയാലും ഞാനിത് പ്രദർശിപ്പിക്കാതെയും പ്രകടിപ്പിക്കാതിരിക്കില്ല. ഉമ്മ നിസ്കരിക്കാൻ പറഞ്ഞാൽ ഞാൻ പറയും നിസ്കരിക്കൂല എന്ന് കർശനമായിട്ട് അങ്ങ് പറയും. പിന്നെ അവസാനം പിന്നെ ഉമ്മ എനിക്ക് വഴങ്ങി. വേറെ നിവൃത്തിയൊന്നുമില്ല. എന്നെ ഇപ്പോൾ പട്ടിണിക്കിടാനൊന്നും പറ്റൂലല്ലോ, ഉമ്മയല്ലേ, തരൂല എന്നൊക്കെ പറയേ ഉള്ളൂ. ഇതെനിക്കും നന്നായിട്ട് അറിയാം. അപ്പോൾ എന്തായിരുന്നാലും ആ സമയത്ത് അങ്ങനെ ഒരു മതകീയമായിട്ടുള്ളൊരു സംഭവമില്ല. അതിനപ്പുറത്തുള്ളൊരു സ്പിരിച്വാലിറ്റി, അത് തേടുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. ചിലർ അതിൻ്റെ ഒക്കെ ആളാണ്, അങ്ങനെ ആയിക്കോട്ടെ. നമ്മൾ ആരുടെയും ബോധ്യങ്ങളുടെ മേലൊരു ആക്രമണവും നടത്തുന്നില്ല. ഓരോരുത്തരുടെയും ബോധ്യം ആയിരിക്കണം അയാളെ സംബന്ധിച്ചിടത്തോളം, ബോധ്യപ്പെടണം എന്നുള്ളത്. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഞാൻ മുൻകാലത്ത് ചെയ്തതും ചിന്തിച്ചതും തെറ്റാണെന്ന് ഇപ്പം ഞാൻ പറയില്ല. കാരണം അതൊക്കെ അക്കാലത്ത് എൻ്റെ ശരിയായിരുന്നു. മനസ്സിലായോ? അതൊക്കെ അക്കാലത്ത് എൻ്റെ ശരിയായിരുന്നു. ഞാൻ ഇസ്ലാമിനെ വിമർശിച്ചിട്ടുണ്ട്, ദൈവത്തെ തള്ളി പറഞ്ഞിട്ടുണ്ട്, പടച്ചോൻ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, മതവിശ്വാസത്തെ പരിഹസിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ അക്കാലത്ത് എൻ്റെ ശരിയാണ്. അതുകൊണ്ട് ഇന്ന് ഇങ്ങനെ നിന്നുകൊണ്ട് ഞാൻ അതിൽ അന്ന് ഭയങ്കര തെറ്റുപറ്റിപ്പോയി പശ്ചാത്തപിക്കണം എന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. അല്ല, അന്ന് എനിക്കതിന് ന്യായം ഉണ്ടായിരുന്നു. എനിക്ക് പറയാവുന്ന ന്യായമുണ്ട്, എൻ്റെ മനസ്സാക്ഷിക്കൊത്ത ന്യായമുണ്ടായിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ ആദ്യം ഇതിങ്ങനെയാണ്. പിന്നീട് അതങ്ങനെ വളർന്നിട്ട് ഈ ഈശ്വര നിരാകരണം തന്നെ ആയിട്ട് മാറി. അതിനാണ് നമ്മൾ നാസ്തികത, എത്തീസം എന്നൊക്കെ പറഞ്ഞ സാധനം അതാണ്. അങ്ങനെ പക്ഷേ ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് പോയ ശേഷം ഒരു 16-17 വയസ്സിൽ വായന കുറേ കൂടി തീവ്രമായി. ആ സമയത്ത് ഞാനൊരു എക്സ്ട്രീം ലെവലിലുള്ളൊരു മാർക്സിസ്റ്റായിട്ടാണ് എൻ്റെ ചിന്ത വർക്ക് ചെയ്തത്. മാർക്സിസത്തെയും കമ്മ്യൂണിസത്തെയും ഒക്കെ കുറേ കൂടി ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ വിട്ടതിന് ശേഷമാണ് കൂടുതൽ പഠിച്ചത്. ആ സമയത്തൊരു ഒഴുക്കാണ്. കാരണം എൻ്റെ പശ്ചാത്തലം അങ്ങനെയായിരുന്നു. ഞാൻ പഠിച്ച സ്കൂളൊക്കെ അധ്യാപകരൊക്കെ മാർക്സിസ്റ്റുകളായിരുന്നു, അവരൊക്കെ എത്തിസ്റ്റുകളായിരുന്നു. അതിനൊക്കെ സ്വാധീനം കൂടിയുണ്ട്. കാരണം ഞാൻ ഈ പുസ്തകം വായിക്കുന്നത് കൊണ്ട് ഞാനും അധ്യാപകരൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. അതങ്ങനെ അങ്ങ് പടർന്നു വന്നതാണ്. അങ്ങനെ ആവാം എന്നേ പറയുന്നുള്ളൂ, ആണെന്നല്ല. അപ്പോൾ പിന്നെ ഒരു എക്സ്ട്രീം മാർക്സിസ്റ്റ്, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നക്സലൈറ്റ് എന്നോ മാവോയിസ്റ്റ് എന്നൊക്കെ പറയാവുന്ന ആ ഒരു നിലവാരത്തിൽ വിശ്വാസം മാത്രമാണ്. ഞാനതിൻ്റെ ആക്ടിവിസ്റ്റ് ആയിരുന്നില്ല. ഞാനതിനോട് പ്രവർത്തിച്ചിട്ടൊന്നുമില്ല. കാരണം ഞാൻ പൊതുവെ ഒരു മടിയനാണെന്ന് മാത്രമല്ല, ലോകം മുഴുവൻ പരിവർത്തിതമാകണം. പിന്നെ ഇതാണ് പ്രോലിറ്റേറിയൻ ഡിക്റ്റേറ്റർഷിപ്പ് എന്നാണ് പറയുക. തൊഴിലാളി വർഗ സർവാധിപത്യം ഒക്കെ വരണം, ഇവിടുത്തെ പോലീസൊക്കെ ഇല്ലാതാവണം, ഭരണം കൂടെ ഇല്ലാതാവണം എന്നൊക്കെ മനസ്സിൽ കരുതിയതല്ലാതെ ഇതിനു വേണ്ടി ഒന്നും ഞാൻ ചെയ്യൂല. കാരണം അത്രമാത്രം പേടിത്തൊണ്ടനാണ്. അങ്ങേയറ്റം അലസനും ഭീരുവുമാണ് ഞാൻ എന്ന് എനിക്ക് തന്നെ തിരിച്ചറിയാവുന്നത് കൊണ്ട് വേണ്ടാതെ പണിക്കൊന്നും ഞാൻ പോയിട്ടില്ല. പക്ഷേ എൻ്റെ വിശ്വാസം അങ്ങനെയായിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് എൻ്റെ പഠനം അക്കാഡമിക്കലായിട്ടും സിസ്റ്റമാറ്റിക്കായിട്ടല്ല മുന്നോട്ട് പോയത്. പ്രീ ഡിഗ്രിക്ക് പോയി അത് തോൽക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. പിന്നെ ബാക്കിയൊക്കെ പിന്നെ പ്രൈവറ്റായിട്ട് സ്വതന്ത്രമായിട്ടും പഠിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അതിനുശേഷം ഞാനൊരു കടയിൽ ജോലിക്ക് പോയി, ഒരു കണക്കപ്പിള്ളയായിട്ട് ജോലിക്ക് പോയി. അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു പിന്നെ ലോഡ്ജിലായിരുന്നു താമസം. ലോഡ്ജ് എന്ന് പറഞ്ഞാൽ മന്ത്ലി റെൻറ്റിന് കൊടുക്കുന്ന മുറികളും ഓഡിറ്റോറിയം ഒക്കെ ഉള്ളൊരു സ്ഥാപനമായിരുന്നു, ലോഡ്ജല്ല. അതിൻ്റെ തൊട്ടിപ്പുറത്തെ മുറിയിൽ ഒരാൾ താമസിക്കുന്നുണ്ട്. അയാൾ ഒരു അദ്വൈത വേദാന്തിയാണ്, ഒരു ഫിലോസഫറാണ്, അതോടൊപ്പം തന്നെ എഴുത്തുകാരനാണ്. അപ്പോൾ അയാളുടെ ഇഷ്ടംപോലെ പുസ്തകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അയാളോട്ട് കമ്പനിയായി. മറുഭാഗത്ത് വേറെയും കമ്പനിയുണ്ട്, അവിടെ അലമ്പ് കമ്പനി വേറെയുണ്ട്, ഞാൻ അതിലും സജീവമാണ്. ഇയാളോട് മാത്രമല്ല, ഇയാളുമായിട്ടുള്ള വായന ആത്മീയ ബന്ധം മാത്രമല്ല, മറ്റേ കമ്പനിയിലും ഞാൻ സജീവമാണ്. ആ കഥയൊക്കെ 8ാം ഇന്ദ്രിയത്തിൽ പറയുന്നുണ്ട്. ആവശ്യമുണ്ട്, താല്പര്യമുണ്ട്, വായിച്ചാൽ മതി. അതൊന്നും ഇപ്പോൾ ഇവിടുന്ന് പറയണ്ട. എന്തായാലും അദ്ദേഹവുമായിട്ടുള്ള ഒരു അടുപ്പത്തിൽ നിന്നാണ് എൻ്റെ ചിന്ത വേറൊരു സ്വഭാവത്തിലേക്ക്, കുറെ കൂടി ആത്മീയമായൊരു സ്വഭാവത്തിലേക്ക്. അങ്ങനെ ഞാൻ ഈ ആശ്രമത്തിലേക്കൊക്കെ പോയി, അദ്വൈതാശ്രമത്തിൽ പോവുകയും ഞാൻ പിന്നെ മുമ്പ് ഈ പിന്നെ എന്താ പറയേണ്ടത്, ഇപ്പുറത്തുള്ള മറ്റൊരു ടീം എന്ന് പറഞ്ഞല്ലോ, അവരുടെ കൂടെ ഇരുന്നാലും ഞാൻ പാട്ട് പാടും. അവരുടെ കൂടെ ഇരുന്നാൽ വേറെ ചിലവൊന്നും. ഞാനൊരു കടയിൽ ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് വരുമാനം കുറവാണ്. മറ്റതൊക്കെ അവിടെ ഉള്ളതൊക്കെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പോൾ അവർക്ക് പിന്നെ നല്ല വരുമാനമുണ്ട്. അതുകൊണ്ട് എന്നോട് അവർ ഷെയർ വാങ്ങൂല, പക്ഷെ ഞാൻ പാട്ട് പാടിക്കൊടുക്കും. ഇതുപോലെ ആശ്രമത്തിൽ പോയപ്പോഴും ഞാൻ പാട്ട് പാടി. അന്ന് ഒരു നോർത്ത് ഇന്ത്യൻ പിന്നെ ഉത്തർപ്രദേശുകാരനൊരു ജ്യോതിർമയാനന്ദ സ്വാമിയാണ് പിന്നെ അന്ന് ഹാർമോണിയൊക്കെ വായിച്ചത്.
അങ്ങനെ ആ ഒരു സദസ്സിന് ഞാൻ പാട്ടൊക്കെ പാടി. അപ്പം അങ്ങനെ ഒരു ആത്മീയതയിലേക്കാണ് പിന്നെ ഞാൻ പോയത്. പക്ഷേ ഞാൻ ഭയങ്കര അസ്വസ്ഥനായി. ഇത് ചുരുക്കി പറയുന്നതാണ്. ഈ അസ്വാസ്ഥ്യത്തിന് കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ ഒരു എക്സ്ട്രീം മാർക്സിസ്റ്റ് ആയിരുന്ന എൻ്റെ ഒരു സാമൂഹിക ബോധം ഉണ്ടല്ലോ, സോഷ്യലി അങ്ങേയറ്റം കമ്മിറ്റഡ് ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. എൻ്റെ ഒരു ചിന്ത, ഞാൻ മനസ്സിലാക്കുന്നത് അനീതി അവസാനിക്കണം, പോലീസ് ഇല്ലാതാവണം, പട്ടാളം ഇല്ലാതാവണം, ഭരണകൂടം ഇല്ലാതാവണം, അങ്ങനെ മറ്റേ പ്രൊളറ്റേറിയൻ ഡിക്റ്റേറ്റർഷിപ്പ് വരണം, വർഗരഹിത സമൂഹം വരണം എന്നൊക്കെ ചിന്തിച്ച് നടന്ന് എനിക്ക് ഈ ആത്മീയതയും കൊണ്ട് എത്ര കാലം നടക്കാൻ പറ്റുക? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ മാതൃഭൂമി പത്രത്തിൽ ഒരു പരസ്യം കണ്ടത്. അത് ഈ ഇസ്ലാം ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്ന ഇസത്ത് ബെഗോവിച്ചിൻ്റെ പുസ്തകത്തിൻ്റെ മലയാള വിവർത്തനം. NP മുഹമ്മദിൻ്റെ പേര് കണ്ടുകൊണ്ടാണ് ഞാൻ ആ പുസ്തകം വാങ്ങിയത്. ഉള്ളത് പറയാലോ, എനിക്ക് അത്ര പോലും ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ വായിക്കപ്പെടേണ്ടതാണ് എന്ന യാതൊരു ബോധവും ഒന്നും ഉണ്ടായിട്ടില്ല. ആ പുസ്തകം വാങ്ങിയത് NP മുഹമ്മദിൻ്റെ പേര് കണ്ടതുകൊണ്ടാണ്. അത് വാങ്ങി വായിച്ചു. പിന്നീട് അതിൻ്റെ ഇംഗ്ലീഷും തേടി പിടിച്ച് വായിച്ചു. അങ്ങനെ തുടങ്ങിയപ്പോഴാണ് ഈ വായനക്കെന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. കാരണം നേരത്തെ സാമൂഹികവാദിയായിരുന്ന, വിപ്ലവ ചിന്ത വെച്ച് പുലർത്തിയിരുന്ന ഒരു പരിവർത്തനവാദിയും നീതിവാദിയുമായിട്ടുള്ള എന്നെ തൃപ്തിപ്പെടുത്തുന്ന ഘടകങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. അതേസമയം ആത്മാന്വേഷിയായിട്ടുള്ള എന്നെ തൃപ്തിപ്പെടുത്തുന്ന ഘടകങ്ങളുണ്ട്. ഇത് രണ്ടും കൂടെ കൂടിയതാണ് ആ സാധനം. അത് വളരെ കൗതുകകരമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെയാണ് അതിൻ്റെ ഒരു റെലവൻസ് ഞാൻ തിരിച്ചറിഞ്ഞത്. എൻ്റെ അനുഭവത്തിൽ അതിൻ്റെ ഒരു റെലവൻസിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അതെപ്പോഴും റെലവൻ്റ് ആണെന്ന്. എസ്പെഷ്യലി ഇസത്ത് ബെഗോവിച്ചിൻ്റെ ആ വിഭജനം തന്നെയും. ലോകത്തെക്കുറിച്ചുള്ള വീക്ഷണം 3 തരമാണ്. ഒന്ന് മെറ്റീരിയലിസ്റ്റിക് ആണ്, മറ്റൊന്ന് റിലീജിയസ് ആണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇസ്ലാം നെയ്തർ മെറ്റീരിയലിസ്റ്റിക് നോർ റിലീജിയസ്. അപ്പൊ ഇതിന്റെ രണ്ടിനും നടുക്ക് നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ടിൻ്റെയും ഗുണങ്ങൾ ഇതിനുണ്ടാവും, പക്ഷെ ദോഷങ്ങളൊട്ടുണ്ടായി ചെയ്യും. ഒരു നിലക്കും എക്സ്ട്രീം ലെവലിലേക്ക് പോകാൻ ഖുർആൻ ആവശ്യപ്പെടുന്നില്ല. ഈവൻ ലാ തഗ്നൗ ഫീ ദീനിക്കും എന്ന് പറയുന്ന ആശയമാണ് ഖുർആൻ. നിങ്ങൾ ദീന്റെ കാര്യത്തിൽ വരെ എന്ത് പാടില്ല, ഭയങ്കര അമിതം ആയിട്ട് ഭയങ്കര ഇതൊന്നും കാണിക്കാൻ പാടില്ല. ചില ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പ്രകടനപരത നിരാകരിച്ചത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ആളെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് റിയാ ആവും എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? ചില ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഭയങ്കര വിറച്ചിട്ട് നിസ്കരിക്കുക, ഭയങ്കര വിറച്ചിട്ട് ഇങ്ങനെ ഭക്തിയോടുകൂടി വിറച്ചിട്ട് നിസ്കരിക്കുമ്പോൾ, ഞാൻ വായിച്ച കഥ ശരിയാണെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു ഒരാൾ ആക്ഷേപിക്കും, പിന്നെ ശാസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ദീനിനെ നീ കൊല്ലരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിസ്കരിക്കുമ്പോൾ ചെരുപ്പ് അയക്കണ്ടെന്ന്. നമ്മൾ പള്ളിയിൽ പൊടി കയറാതിരിക്കാനാണ് നമ്മൾ ചെരുപ്പൂരി വെക്കുന്നത്. നിസ്കരിക്കുമ്പോൾ ചെരുപ്പൂരി വെക്കണം എന്നില്ല. റസൂലുള്ളാഹി പറഞ്ഞതെന്ന് വെച്ചാൽ അത് പൂർവ്വകാല സമൂഹത്തിൻ്റെ ഒരു ആചാരമാണ്. കാരണം അവര് പ്രാർത്ഥനയെ ജീവിതത്തിൽ നിന്ന് വേറിട്ടാണ് കണ്ടത്. ജീവിതം വേറെ, പ്രാർത്ഥന വേറെ. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ പ്രാർത്ഥനയുടെ ഗുണമൊന്നും ജീവിതത്തിൽ ഉണ്ടാവില്ല. അതേസമയം ഇസ്ലാമിൽ അങ്ങനെയല്ല. ഇസ്ലാമിൽ പ്രാർത്ഥന ജീവിതമാണ്, ജീവിതം പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് ഭൂമി മുഴുവൻ പള്ളിയാണെന്ന് പറഞ്ഞത്. അല്ലാണ്ട് റസൂലിന്റെ പള്ളി നിസ്കരിക്കാൻ വേണ്ടി മാത്രമുള്ള പള്ളിയല്ല. റസൂലുള്ള അവിടെ ഇരുന്നിട്ടാണ് ആളുകളുടെ കാര്യങ്ങളിലൊക്കെ തീരുമാനം എടുത്തിരുന്നത്. അബിസീനിയക്കാര് അവരുടെ അഭ്യാസ പ്രകടനം നടത്തിയതും അവിടെ വെച്ച് തന്നെയാണ്. നമ്മൾ ആലോചിച്ചോക്ക്, അബിസീനിയക്കാര് അവരുടെ അഭ്യാസ പ്രകടനം നടത്തിയതും മദീനത്തെ പള്ളിയിൽ വെച്ച് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ കേന്ദ്രം കൂടിയായിരുന്നു. അതുപോലെ അല്ലാണ്ട് റസൂലിന്റെ നിസ്കാരത്തിന് പള്ളി വേണം നിർബന്ധമില്ല. പറഞ്ഞ 2 പോയിന്റ് മനസ്സിലായ? അല്ലാണ്ട് റസൂലിന്റെ പള്ളി നിസ്കരിക്കാൻ മാത്രമല്ല, അല്ലാണ്ട് റസൂലിന്റെ നിസ്കാരത്തിന് പള്ളി വേണം നിർബന്ധമില്ല എന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മുടെ ജീവിതവുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. നിങ്ങൾ ചെരുപ്പ് ഊരേണ്ടതില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പ്രവേശിക്കുകയല്ല, മറിച്ച് നിങ്ങളുടെ ലൈഫിന്റെ ഭാഗം തന്നെയാണ്. ഇരുട്ടത്ത് നിസ്കരിക്കാൻ പാടില്ല, കണ്ണടച്ച് നിസ്കരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സാധാരണ മതങ്ങൾ ധ്യാനത്തെയാണ് പ്രോത്സാഹിപ്പിക്കുക. കണ്ണടച്ചു പിടിച്ചിട്ട് ലോകം മുഴുവൻ മറന്നിട്ട് ധ്യാനിക്കുക, അങ്ങനെ ഒരു ഏർപ്പാടില്ല. അപ്പൊ എപ്പോഴും മനുഷ്യൻ സമൂഹത്തിൽ ജീവിക്കുന്നു, ചുറ്റുപാടുകളെ അറിഞ്ഞുകൊണ്ട്, ചുറ്റുപാടുകളെ പരിവർത്തിപ്പിക്കാൻ സന്നദ്ധനായിക്കൊണ്ട്, മനുഷ്യരെ സ്നേഹിച്ചുകൊണ്ട്. ഇപ്പൊ നിസ്കാരത്തിൽ നിന്ന് നമ്മൾ വിടവാങ്ങുന്നത് തന്നെ എങ്ങനെയാ നിസ്കാരം അവസാനിപ്പിക്കുക? വലത്തോട്ട് തിരിഞ്ഞിട്ടൊരു സലാം, ഇടത്തോട്ട് തിരിഞ്ഞിട്ടൊരു സലാം. ആരോടായി സലാം പറയുന്നത്? അള്ളാന്റെ സകല പടപ്പുകളോടുമാണ്. അള്ളാഹിനോട് സലാം പറയേണ്ട ആവശ്യമില്ലല്ലോ. അള്ളാന്റെ സകല പടപ്പുകളോടുമാണ്. വലത്തും ഇടത്തും ഇരിക്കുന്ന മനുഷ്യരോടും, തിര്യക്കുകളോടും, മലക്കുകളോടും, ജിന്നുകളോടും, ഇനി ജീവനൊന്നും ഇല്ലാത്ത വസ്തുക്കളോടും കൂടിയാണ്. സലാം പ്രഭാതമേ എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ പോലത്തെ ഒരു പരിപാടിയാണ്. പ്രഭാതത്തിന് സലാം പറയാ, പ്രഭാതത്തിന് സലാം പറയാം. ഇതുപോലെ ചുറ്റിലുമുള്ള അള്ളാന്റെ പടപ്പുകളോട് സലാം പറയാം. അപ്പൊ സ്വാഭാവികമായിട്ടും അവരോടുള്ള കമ്മിറ്റ്മെന്റ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നിസ്കാരത്തിന് വിടവാകുന്നത്. അപ്പൊ നമ്മുടെ പ്രാർത്ഥന എന്തായി മാറി? അതുകൊണ്ടാണ് നേരത്തെ ഫവൈലുൽ മുസല്ലി എന്ന് പറഞ്ഞത്. അപ്പൊ ആ റെലവൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ.
ഇസ്ലാം എന്ന് പറയുന്ന അതിനെ ഒരു ഐഡിയോളജി ആയിട്ട് ഒരു വേ ഓഫ് ലൈഫ്, ആ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചത്. ഒരു വേ ഓഫ് ലൈഫായിട്ട് ഇസ്ലാമിനെ കാണുന്നതിൻ്റെ ഒരു റെലവൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിനെ സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കാനുള്ള സൗഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾക്കും ഉണ്ടാവും. അതിനുവേണ്ടി പുറത്ത് പോയി നാസ്തികനൊന്നും ആവണമെന്നൊന്നുമില്ല. നിങ്ങളുടെ ഉള്ളിൽ സംശയങ്ങൾ ഉണ്ടാവുക, ആ സംശയങ്ങളെ തുടർന്ന് നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങൾ അന്വേഷിക്കുന്നത് നിങ്ങൾ തന്നെ കണ്ടെത്തുക. അതിന് അധ്യാപകരുടെ സഹായം, അവർ നിങ്ങളുടെ സഹായികൾ മാത്രമാണ്, തീർപ്പുകാരല്ല. ഇതും മനസ്സിലാക്കണം. തീർപ്പുകാരാണെന്നുള്ള വാദം ഏതെങ്കിലും അധ്യാപകർക്ക് ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ അതിനെ തള്ളിപ്പറയും. ഞാനും ഒരു അധ്യാപകനാണ്, തീർപ്പ് കൽപ്പിക്കുന്ന ആളല്ല. എങ്ങനെ അന്വേഷിക്കണം, എങ്ങനെ സത്യം കണ്ടെത്തണം എന്ന കാര്യത്തിൽ എൻ്റെ അറിവ് വെച്ചിട്ട് കുട്ടികളെ സഹായിക്കുന്ന ആൾ മാത്രമാണ് ഞാൻ. അപ്പം ആ സഹായം തേടുക. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഈമാൻ ഉണ്ടല്ലോ, ആ ഒരു സാധനം ഉറപ്പിക്കാൻ സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഒരു സമൂഹത്തെ, ഒരു മെച്ചപ്പെട്ട ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിൽ ഒരുപാട് ചെയ്യാനുണ്ട്. അങ്ങനെ അതൊരു സമഗ്ര ജീവിത വ്യവസ്ഥയായിട്ട് മാറും. അതാണ് യഥാർത്ഥത്തിൽ ഈ ടേസ്റ്റ് ഓഫ് ഇസ്ലാം. ഇസ്ലാമിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ അതാണ്. ഈമാനിൻ്റെ മാധുര്യം അനുഭവിച്ചു കഴിഞ്ഞു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പറയുന്നുണ്ടല്ലോ. അതുപോലൊരു മാധുര്യം നമുക്കത് ഫീൽ ചെയ്യും. അങ്ങനെ ഫീൽ ചെയ്യണം. അതാണ് യഥാർത്ഥത്തിൽ ഈമാനിൻ്റെ ഒരു സമ്പൂർണ്ണത എന്നൊക്കെ പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ആ മാധുര്യം പൂർണ്ണമായി കിട്ടിയിട്ടൊന്നുമില്ല. യാതൊരു തരത്തിലുള്ള അവകാശവാദവും നമുക്ക് പാടില്ലല്ലോ. അങ്ങനെ പൂർണ്ണമായി കിട്ടിയിട്ടൊന്നുമില്ല. ഞാനിപ്പോഴും അങ്ങേയറ്റം ദുർബലനായൊരു മനുഷ്യനാണ്, അങ്ങേയറ്റം ദുർബലനായൊരു മനുഷ്യൻ. എന്നാൽ അതേസമയം ആ ദൗർബല്യത്തെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ആഗ്രഹമുണ്ട്. അതെങ്ങനെയാണ് വേണ്ടത് എന്നതിനെക്കുറിച്ചുള്ളൊരു തിരിച്ചറിവുണ്ട്. ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഇസ്ലാം പ്രവർത്തിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ്. അത് തന്നെയാണ് ഞാൻ 8-ാം ഇന്ദ്രിയം എന്നുള്ള പുസ്തകത്തിൽ എഴുതിയത്. ഓക്കെ, നമുക്ക് ഒരുപാട് പഠിക്കാനുള്ളതും ചിന്തിക്കാനുമുള്ള സാറ് പറയുന്നത് സാറ് സംസാരിച്ച് തളർന്നു എന്നാണ്. പക്ഷേ എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ചിന്തകളായിട്ടാണ് നമ്മുടെ ഈ ഒരു സെക്ഷൻ ഇങ്ങനെ എൻഡ് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു 2 ക്വസ്റ്റ്യൻ 4 ക്വസ്റ്റ്യന് ചാൻസ് ഉണ്ട്. അപ്പോൾ തിടുക്കപ്പെട്ടിരിക്കുന്ന ഇങ്ങനെ പുറത്ത് വരാൻ കാത്തിരിക്കുന്ന 4 ആൾക്കാർക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരമുണ്ട്. അതവിടെ ഒരാളുണ്ട്. ചോദ്യം ഉണ്ടാക്കി ചോദിക്കണ്ട, ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. പ്രത്യേകിച്ച് എന്നോട് കുറച്ച് കരുണ കാണിക്കണം. GK-നോട് നിങ്ങൾ എത്ര വേണം ചോദിച്ചോ. എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് വോക്കൽ കോഡിന് കംപ്ലൈൻ്റ് ഉള്ള ആളാണ് ഞാൻ. ശരിക്ക് വൈദ്യോപദേശപ്രകാരം ഞാൻ സംസാരിക്കാൻ പാടില്ല, ക്ലാസ് എടുക്കാൻ പാടില്ല. പിന്നെ വേറെ പണിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, അധ്യാപനമല്ലാതെ. ജീവിക്കണ്ടേ? ഈ വോക്കൽ കോഡിൻ്റെ നൊഡ്യൂൾസ് വരും. ഇപ്പം അങ്ങനെ വന്നൊരവസ്ഥയിലാണ്. പക്ഷേ കാലക്കേടിന് ഞാൻ ഇന്ന് 2 പരിപാടി ഏറ്റെടുത്ത് പോയി. സാധാരണ 2 ദിവസം ഒരു പരിപാടി കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ ഒരു പരിപാടി ഞാൻ ഏൽക്കില്ല. പോരാത്തതിന് നാളെ ശാന്തപുരത്ത് ക്ലാസ്സും ഉണ്ട് എനിക്ക്. അപ്പോൾ ഇന്ന് അറിയാതെ 2 പരിപാടി ഏറ്റുപോയതാണ്. രാവിലെ അതും കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നത്. ഇപ്പോൾ ഏകദേശം തീർന്നു. ഇനി കുറച്ച് ബാക്കി നാളത്തെ കോളേജിലെ ക്ലാസ്സിലും കൂടി വേണം. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. വളരെ അനിവാര്യമായത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അതല്ലെങ്കിൽ GK-യോട് ചോദിക്കാം. ഓക്കെ, ഞാൻ ഇങ്ങോട്ട് ഒഴിഞ്ഞു മാറാനൊന്നും പറയുന്നതല്ല, എൻ്റെ ഒരു അവസ്ഥ വെളിവാക്കിയതാണ്. പരമാവധി ഒഴിവാക്കലാണ് നല്ലത്. പക്ഷേ നിങ്ങളുടെ ചോദ്യം കേൾക്കണമെന്നും ഉത്തരം പറയണമെന്നൊക്കെ വളരെ ആത്മാർത്ഥമായ ആഗ്രഹം എനിക്കുണ്ട്. അത് വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ അധികൃതരോട് ഞാൻ പറയാണ്, മറ്റൊരു സെഷൻ ഇതുപോലെ വലിയ പരിപാടിയൊന്നും വേണമെന്നില്ല. ഒരു സെഷൻ നിങ്ങൾ വെക്കുകയാണെങ്കിൽ ഞാൻ വരും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. സർ, ഈ കാലത്ത് ഇസ്ലാം അപ്ലിക്കബിൾ ആയിട്ടുള്ള കുറേ കൺട്രീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പാലസ്തീൻ, ഇറാൻ, ഇറാഖൊക്കെ. പക്ഷേ ഈ കാലത്ത് ഈ കൺട്രീസിലൊക്കെ കൂടുതലും പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനുള്ള കാരണം എന്താണ്? നമ്മുടെ സമയം ഒരുപാട് ദീർഘിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പരത്തി പറയുന്നില്ല, കുറേ വിശദീകരിക്കേണ്ട ഒരു ചോദ്യമാണ്. കാരണം ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ലോകത്ത് ധാരാളം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്ന് നമുക്കറിയാൻ പറ്റും, ലോകത്ത് ഒരുപാട് മഹാന്മാരുണ്ടായിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പ് ശേഷം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചർച്ച ചെയ്യപ്പെടുന്നത് പോലെ അല്ലെ, നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും എല്ലാ അർത്ഥത്തിലും ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നത് പോലെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരാൾ ലോകത്ത് വേറെ ഇല്ല. ലോകത്ത് ഒരുപാട് ദർശനങ്ങളും മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇസ്ലാം ചർച്ച ചെയ്യപ്പെടുന്നത് പോലെ ലോകത്തിന്ന് വേറെ ഒന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഇത് ഇന്നും കല്ലെറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ഈ പറഞ്ഞ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, ഇത് എന്തുകൊണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇസ്ലാം എല്ലായിടത്തും പറയുന്നത് നല്ല കാര്യങ്ങൾ മാത്രമാണ്, പക്ഷെ എന്നിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പം ഇതിന് വ്യത്യസ്ത തലങ്ങളുണ്ട്. അതിന് അല്ലേ ഈ സാമൂഹ്യ, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ, ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ നിന്നാണ് ഈ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. അത് ഓരോന്നോരോന്ന് ഇങ്ങനെ വിശകലനം ചെയ്യേണ്ടതിന്, പക്ഷെ എല്ലാം കൂടി വിശകലനം ചെയ്യാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് ആകെ മൊത്തം അതിൻ്റെ ഒരു അടിസ്ഥാന കാരണം മാത്രമാണ് പറയുന്നത്, ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം. കാരണം വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും, ഒരുപാട് പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു പ്രവാചകനെയും ഒരു സമൂഹവും പൂമാലയിട്ട് സ്വീകരിച്ചിട്ടില്ല. എല്ലാ പ്രവാചകന്മാരും കല്ലെറിയപ്പെട്ടവരാണ്. പ്രവാചകന്മാരെ കല്ലെറിഞ്ഞത് പ്രധാനമായും 4 വിഭാഗമാണ്. അത് ഖുർആൻ പറയുന്നു. അത് ഇന്നും നമ്മൾ നോക്കിയാൽ കാണാൻ കഴിയും. പ്രശ്നങ്ങളുടെ കാരണങ്ങൾ അവിടെയാണ് കണ്ടെത്താൻ കഴിയുക. ആ 4 കൂട്ടർ ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പ്രവാചകന്മാരെ കല്ലെറിഞ്ഞവരുടെ കൂട്ടത്തിലുള്ള ഒന്നാമത്തെ ഒരു വിഭാഗം എന്ന് വെച്ചാൽ ഭരണകൂടമാണ്. ഭരണകൂടം പ്രവാചകന്മാരെ കല്ലെറിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു വിഭാഗം പ്രവാചകന്മാരെ കല്ലെറിഞ്ഞത് സമ്പന്നവർഗമാണ്. മൂന്നാമത്തെ ഒരു വിഭാഗം സമൂഹത്തിൽ വരേണ്യവർഗമാണ്. നാലാമത്തെ ഒരു വിഭാഗം പുരോഹിത വർഗമാണ്. പിന്നെ അതിനനുബന്ധമായി വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം എന്തുകൊണ്ട് ഇവർ കല്ലെറിഞ്ഞു എന്ന് ചോദിച്ചാൽ ആ കാരണങ്ങൾ ഇന്ന് നമുക്ക് കാണാൻ പറ്റും. ആ കല്ലെറിയാനുള്ള കാരണം പ്രവാചകന്മാർ പഠിപ്പിച്ചതനുസരിച്ച് ഒരു മനുഷ്യൻ്റെ മേലും മനുഷ്യൻ നിയമങ്ങൾ ഉണ്ടാക്കി മനുഷ്യൻ അടിമകളാക്കി മാറ്റാൻ അനുവാദമില്ല. മനുഷ്യരൊക്കെ ആരുടെ ദാസന്മാരും ദാസികളുമാണ്? ദൈവത്തിൻ്റെ മാത്രമാണ്. അതുകൊണ്ട് അതിനപ്പുറത്ത് മനുഷ്യൻ്റെ മേൽ അധികാരം ചുമത്താൻ എന്തിനു കഴിയില്ല? പ്രവാചകന്മാർ പഠിപ്പിച്ചതനുസരിച്ച് ഭരണാധികാരികൾക്ക് കഴിയില്ല. അതുകൊണ്ട് ഒരു പ്രവാചകൻ ഒരു സമൂഹത്തിൽ വന്നാൽ അവരുടെ ആധിപത്യത്തിന് വരെ അത് ബാധിക്കും. അങ്ങനെ വരുമ്പോൾ പ്രവാചകന്മാർ എന്ത് ചെയ്യില്ല? അവരുടെ അധികാരമാണ് നഷ്ടപ്പെടുക. അതുകൊണ്ട് മർദ്ദക ഭരണകൂടങ്ങൾ എല്ലാ കാലത്തും പ്രവാചകന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? കല്ലെറിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു വിഭാഗം സമ്പന്ന വർഗമാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന അനുസരിച്ച് സമ്പത്തിൻ്റെ ഉടമസ്ഥത ആർക്കാണ്? അള്ളാഹുവിനാണ്. അപ്പോൾ അത് സമ്പാദിക്കുന്നതിനും ചെലവഴിക്കുന്നതിനൊക്കെ ഒരു വ്യവസ്ഥ ഉണ്ട്. ഈ പറയുന്നൊരു വ്യവസ്ഥ അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും സമ്പന്നൻ അനധികൃതമായി സമ്പാദിക്കാൻ പാടില്ല. സമ്പാദിച്ചാൽ ഒരു വിഹിതം താഴേക്ക് കൊടുക്കേണ്ടതുമുണ്ട് എന്ന് വരുമ്പോൾ സമ്പന്നവർഗത്തിന് എന്തുണ്ടായിരിക്കും? ഇത് പ്രയാസമായിരിക്കും. ഇപ്പോൾ ഉദാഹരണമായി പലിശ നിഷിദ്ധമാണെന്ന് പറയുമ്പോൾ പലിശ കച്ചവടക്കാരൻ സ്വാഭാവികമായിട്ട് എതിരാവും? അതിനെതിരായിട്ട് മാറും അല്ലേ? ഈ മാർഗത്തിൽ അനർഹമായിട്ട് അല്ലെങ്കിൽ തെറ്റായ മാർഗത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവർക്കൊക്കെ ഇത് പ്രശ്നമായിരിക്കും. അതൊരു വിഷയമായിട്ട് മാറും. അതുകൊണ്ട് സമ്പന്നവർഗം പ്രവാചകന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? കല്ലെറിഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു വിഭാഗം ഞാൻ പറഞ്ഞല്ലോ, വരേണ്യവർഗം. ഞാനാണ് നേരത്തെ ഷമീം സാഹിബ് സൂചിപ്പിച്ചല്ലോ, ഈ തറവാടിത്തം എന്നൊക്കെ പറയുന്ന പ്രവാചകന്മാർ പഠിപ്പിച്ചനുസരിച്ച് മനുഷ്യരൊക്കെ യഥാർത്ഥത്തിൽ ആരാണ്? ആദം ഹവ്വ ദമ്പതികളുടെ മക്കളാണ്. എല്ലാവരും ഒരേ മാതാപിതാക്കളുടെ മക്കളും ഒറ്റ തറവാട്ടുകാരും കുടുംബക്കാരുമാണ് എന്ന് വന്നു കഴിഞ്ഞാൽ ഈ തറവാടിത്തം എന്തായി മാറും? അതില്ലാതായി മാറും. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള വരേണ്യ ബോധമുള്ള ആളുകൾക്ക് അവരുടെ സാമൂഹ്യ സ്റ്റാറ്റസ് തന്നെ ഇല്ലാതാകും എന്നത് വരുമ്പോൾ അവരും ശത്രുക്കളായിട്ട് മാറും. ഉറപ്പല്ലേ? പിന്നെ ഒന്നുള്ളത് പുരോഹിത വർഗമാണ്. അവർ ശത്രുക്കളാവാൻ കാരണം അവർ മതം പറയുന്നവരാണ്. അവർ അതേ സമയത്ത് പ്രവാചകന്മാർ പഠിപ്പിച്ചതനുസരിച്ച് സ്രഷ്ടാവായ അള്ളാഹുവുമായി ബന്ധപ്പെടണമെങ്കിൽ, ഇടപഴകണമെങ്കിൽ എന്തിൻ്റെ ആവശ്യമില്ല? ഒരു ഇടനിലക്കാരൻ്റെയും ആവശ്യമില്ല. അള്ളാഹുവുമായി നിരക്കുന്ന തന്നെ. കാരണം എന്നെ സൃഷ്ടിച്ച ദൈവത്തിന് എന്നെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഒരു ഇടനിലക്കാരൻ്റെ ഒരു ആവശ്യം ഇല്ല എന്ന് പഠിപ്പിക്കുമ്പോൾ പുരോഹിത വർഗത്തിന് പിന്നെ എന്തില്ല? പോസ്റ്റ് ഇല്ലാതെയാവും. അവരുടെ സ്ഥാനം തന്നെ ഇല്ലാതെയാവും. അങ്ങനെ വരുമ്പോൾ അവർ വെറുതെ ഇരിക്കുമോ? ഇല്ല. ഇപ്പോൾ നമ്മൾ ഇത് വെച്ചുകൊണ്ട് ഇനി മദ്യ കച്ചവടക്കാരാകട്ടെ, പലിശ കച്ചവടക്കാരാകട്ടെ, വേശ്യാലയങ്ങൾ നടത്തുന്നവരാകട്ടെ, അത്തരം സംസ്കാരങ്ങൾ കൊണ്ട് ഇവരെല്ലാവർക്കും ഇസ്ലാം എന്തായിരിക്കും? ഇതൊന്നും പാടില്ല എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ജീവിക്കുന്ന നിലനിൽക്കുന്ന ഇവർക്ക് ആർക്കും ഇത് സഹിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ വരുന്ന എല്ലാത്തിൻ്റെയും കൂട്ടമായ ലോകതലത്തിൽ തന്നെ നമ്മൾ നോക്കിയാൽ ഓരോന്നും എന്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അർത്ഥത്തിലുള്ള ഒരു കൂട്ടായ്മ അതിലുണ്ട്. അതിങ്ങനെ വേറിട്ട് ഓരോന്നോരോന്നെടുത്ത് വിശകലനം ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. പിന്നാമ്പുറം തൊടിയാൽ ഇതിലേതെങ്കിലുമൊക്കെ ചില കാരണങ്ങൾ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് തിന്മയുടെ എല്ലാ ശക്തികളും എന്തിനെതിരാവും? ഇസ്ലാമിനെതിരാവും. ഇന്ന് ഇസ്ലാമിനെതിരിൽ കല്ലെറിയുന്ന ഓരോരുത്തരുടെ പിന്നാമ്പുറം നോക്കിയാലും അവരേതോ അർത്ഥത്തിൽ ഒന്നുകിൽ അവർ വംശീയതയുടെ ഉണ്ടല്ലോ, അങ്ങനല്ലോ വംശീയത, അതിൻ്റെ പേരിൽ അവരാണ് യഥാർത്ഥത്തിൽ. ഇപ്പോൾ ഫലസ്തീനിലൊക്കെ വിഷയം നമ്മളെടുത്ത് പരിശോധിച്ചാൽ അങ്ങനെയുള്ള ചില വശങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. അങ്ങനെയല്ല, അവരാണ് ആധിപത്യത്തിന് വേണ്ടിയുള്ള, അത് അനധികൃതമായി തന്നെ. ഇപ്പോൾ ഫലസ്തീനിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ കയറിയത് യഥാർത്ഥത്തിൽ അനധികൃതമായിട്ടാണല്ലോ കയറുന്നത്. അന്യൻ്റെ ഒരു ഫലസ്തീൻകാരുടെ ഒരു രാജ്യത്തേക്ക് അവരെന്ത് ചെയ്യുന്നത്?
അവിടെ അവരുടെ ഒരു കടന്നുകയറ്റമാണ് ഉണ്ടാവും. അവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വംശീയമായിട്ട് അവരാണ് യഥാർത്ഥത്തിൽ ലോകത്തെ നയിക്കേണ്ടവരെന്നുള്ളൊരു ബോധമുള്ളവർ കൂടിയാണ്. അങ്ങനെ ഉണ്ടല്ലോ. മാത്രമല്ല അവർ ഇപ്പോൾ ഇസ്ലാം പറയുന്ന ഒരു കാഴ്ചപ്പാട് ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ നിലനിൽപ്പിനെ തന്നെ എന്തായിരിക്കും, അത് ബാധിക്കും. ഇത് മാത്രമല്ല, ഇസ്ലാം പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും പരസ്പര ബന്ധിതമായി എല്ലാ തിന്മകളെയും ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാ കൂട്ടരും ഇപ്പോൾ ലോകത്ത് ഈ ഉണ്ടല്ലോ, ഇപ്പോൾ സ്വവർഗരതി മുതൽ മൂന്നാലിംഗക്കാരെന്നൊക്കെ പറയുന്ന വലിയ കൂട്ടരുണ്ട്. അത് തന്നെ ഒരു വലിയ സംസ്കാരമായി വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ഈ ജെൻഡർ ന്യൂട്രാലിറ്റി പോലത്തെ സംഭവങ്ങളൊക്കെ ഇതൊക്കെ കടന്നു വരുന്നത്. അതൊരു വലിയ ലോകമാണ്. അവർക്കൊക്കെ എതിരാണ് ആര്? ഇസ്ലാം. എല്ലാ തിന്മകൾക്കും എതിരാണ്. അതുകൊണ്ട് എല്ലാ തിന്മകളുടെ ശക്തികളും ഇതിനെന്താവും അപ്പോൾ ഇത് മൊത്തത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിങ്ങനെ വേർപ്പെടുത്തി പറയുമ്പോഴാണ് വ്യക്തമാവുക. പക്ഷെ അതിന് സമയമില്ലാത്തതുകൊണ്ട് ആകെ മൊത്തം സൂചിപ്പിച്ചതാണ്. എല്ലാ തിന്മകളുടെ ശക്തികളും സ്വാഭാവികമായിട്ടും ഇസ്ലാമിനെതിരാവും. ഇസ്ലാം എല്ലാ നന്മകൾക്കും അനുകൂലവും എല്ലാ തിന്മകൾക്കും എതിരുമാണ്. ആ അർത്ഥത്തിലാണ് ലോകത്തിന്ന് ഇസ്ലാം എന്താകുന്നത്, ഒരു ചർച്ചാ വിഷയമാകുന്നത് എന്ന കാര്യം വ്യക്തമായിട്ട് നമുക്കത് പഠിച്ചാൽ മനസ്സിലാവും. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന എത്തിക്സും വാല്യൂസും ഒക്കെ ഇസ്ലാം ഇല്ലെങ്കിൽ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിലെവിടെയാണ് ടേസ്റ്റ് ഓഫ് ഇസ്ലാം? ചോദ്യം ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. ഇസ്ലാം പറയുന്നതായ ഈ അതിൻ്റെ ധാർമ്മികമായ മൂല്യങ്ങളും കാര്യങ്ങളും എല്ലായിടത്തും ഉണ്ടല്ലോ, അതല്ലേ ഉദ്ദേശിച്ചത്? എന്നിരിക്കെ ഇസ്ലാമിന് പ്രസക്തി എന്താണെന്നല്ലേ? അതെ. യഥാർത്ഥത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. എന്ന് പറഞ്ഞാൽ ഈ പ്രവാചകന്മാരെ എല്ലാ സമൂഹങ്ങളിലേക്കും അള്ളാഹു നിയോഗിച്ചിട്ടുണ്ടല്ലോ, എല്ലായിടത്തും. കാരണം വലക്കത് ബേസന ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ, എല്ലാ സമൂഹങ്ങളിലേക്കും അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രവാചകന്മാർ എല്ലാ സമൂഹങ്ങളിലും ചില മൂല്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിക്കപ്പെട്ട മൂല്യങ്ങൾ, ധാർമ്മിക മൂല്യങ്ങൾ എല്ലാ സമൂഹങ്ങളിലും ഏറിയും കുറഞ്ഞും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാൻ പറ്റും, ഇപ്പോൾ ഇന്ത്യയിലൊക്കെ പ്രവാചകന്മാർ വന്നിട്ടുണ്ടെന്ന കാര്യം ഉറപ്പാണ്. കാരണം ഖുർആൻ പറഞ്ഞിരിക്കുന്നു. മറ്റൊന്ന്, ഇവിടുത്തെ എല്ലാ ഇത് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ദൈവികമാണെന്ന് വിശ്വസിച്ച് പോരുന്ന വേദഗ്രന്ഥങ്ങളുണ്ട്. ആ വേദഗ്രന്ഥങ്ങൾക്ക് ശ്രുതി എന്നൊരു പേരുണ്ട്. ശ്രുതി എന്ന് പേര് വരാനുള്ള കാരണം അത് ദൈവത്തിൽ നിന്ന് കേട്ട മന്ത്രങ്ങളാണ് യഥാർത്ഥത്തിൽ എന്ത്. മാത്രമല്ല ദൈവത്തിൽ നിന്ന് ഈ മന്ത്രങ്ങൾ കേട്ടിരുന്ന ഋഷിമാർക്ക് മന്ത്രദ്രഷ്ടാക്കൾ എന്നാണ് പറയുക. അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പോൾ പ്രവാചകന്മാർ ശരിക്ക് അള്ളാഹുവിൽ നിന്ന് വചനങ്ങൾ ലഭിക്കുന്നവരാണല്ലോ. ഈ അർത്ഥത്തിൽ വേദങ്ങൾക്ക് ശ്രുതി എന്ന് പേര് വരാനുള്ള കാരണം പോലും ഇങ്ങനെ ലഭിച്ചത് ആണ് എന്നതുകൊണ്ടാണ്. അതിന് ബാക്കി വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. സൂചിപ്പിച്ചത് ഇവിടെയൊക്കെ പ്രവാചകന്മാർ വന്ന കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാ ലോകത്തും പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിക്കപ്പെട്ട അധ്യാപനങ്ങളുടെ പല ധാർമ്മികമായ മൂല്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതാണ് ഇന്ന് ധാർമ്മിക മൂല്യങ്ങൾ എന്ന് പറയുന്നത് സമൂഹത്തിൽ നിലനിൽക്കുന്നത്. പക്ഷെ അതെന്തല്ല, അതതിൻ്റെ പൂർണ്ണതയിൽ സമഗ്രതയിൽ നിലനിൽക്കുന്നില്ല. അത് അന്ത്യപ്രവാചകനിലൂടെയാണ് എന്തായത് സമഗ്രമായ. കാരണം പ്രവാചകന്മാരെ നിയോഗിക്കുമ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഇന്നത്തെ നിയമങ്ങളുടെ ഒന്നും ആവശ്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആദ്യകാലത്തെ മനുഷ്യർ കുടുംബ നിയമങ്ങൾ, സാമൂഹ്യ രാഷ്ട്രീയ നിയമങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ആദം ഹവ്വ ദമ്പതികൾ, പിന്നെ ചെറിയ കുടുംബം, പിന്നെ ഇങ്ങനെ വികാസം പ്രാപിക്കുമ്പോൾ പുതിയ നിയമങ്ങൾ ആവശ്യമായിട്ട് വരും. അങ്ങനെ എല്ലാ കാലഘട്ടത്തിലും മനുഷ്യ നാഗരികത വികാസം പ്രാപിച്ചപ്പോൾ പുതിയ നിയമങ്ങൾ നൽകി. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തിയായി. അതുകൊണ്ട് തന്നെ പ്രവാചക അധ്യാപനം, വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിലുള്ള അധ്യാപനം മൊത്തമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തിജീവിതം, കുടുംബജീവിതം, സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ മുഴുവൻ മേഖലകളിലേക്കും നിയമങ്ങളുണ്ട്. ഒന്നും വിട്ടുപോയിട്ടില്ല. അതേസമയത്ത് മറ്റുള്ള ദർശനങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഈ അർത്ഥത്തിൽ സമഗ്രമായി എല്ലാ തലങ്ങളിലേക്കും നിയമങ്ങൾ നൽകുന്നതായ ഒരു പൂർണ്ണതയിൽ അവിടെ ഒന്നുമില്ല. ധാർമ്മികമായ ചില മൂല്യങ്ങൾ, കാഴ്ചപ്പാടുകളുണ്ട്. പക്ഷെ എന്തല്ല, അതതിൻ്റെ പൂർണ്ണതയിൽ നിലനിൽക്കുന്നില്ലെന്ന് മാത്രമല്ല, പല കാര്യങ്ങളും നമ്മളെടുത്ത് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവാൻ പറ്റും. ഇപ്പോൾ ഒരാൾ മദ്യപാനിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം, മദ്യപാനി അല്ലെങ്കിൽ വ്യഭിചാരം, ചൂതാട്ടം പോലെയുള്ള തിന്മകളൊക്കെ ചെയ്യുന്ന ഒരാളെന്ന് വിചാരിക്കുക. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏത് വിശ്വാസവും സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതേസമയത്ത് ഇപ്പോൾ മദ്യപാനിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, മദ്യപിക്കാൻ പാടില്ല. എന്നാൽ അതുപോലെ പാടില്ല എന്ന് പറയുന്ന വേറെ ഏതെങ്കിലും വിശ്വാസം ഉണ്ടോ? ഇല്ല. അങ്ങനെയാണല്ലോ. അങ്ങനെ ഇപ്പോൾ വ്യഭിചരിക്കാൻ പാടില്ല, ഇസ്ലാം സ്വീകരിച്ചാൽ പിന്നെ വ്യഭിചരിക്കാൻ പാടില്ല. പക്ഷെ അങ്ങനെ പാടില്ല എന്ന് പറയുന്ന
പിന്നെ വ്യഭിചാരം പാടില്ല എന്നുള്ള വേറെ ഏതെങ്കിലും വിശ്വാസം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ട് ഒരാൾക്ക് മാറി നിൽക്കാൻ പറ്റും, പക്ഷെ വിശ്വാസം അതിനെന്ത് ചെയ്യുന്നില്ല, തടയുന്നില്ല. അങ്ങനെ ഉണ്ടല്ലോ, ഏത് കാര്യം എടുത്ത് പരിശോധിച്ചാലും അങ്ങനെ. ഇപ്പോൾ പലിശ പാടില്ല, ഇസ്ലാം സ്വീകരിച്ചാൽ പിന്നെ പലിശ കച്ചവടം പാടില്ല. വേറെ ഏത് വിശ്വാസം സ്വീകരിച്ചാലും അങ്ങനെ പാടില്ല എന്ന അർത്ഥത്തിൽ ഒരാൾക്ക് സ്വയം വേണമെങ്കിൽ മാറിയിക്കാം, പക്ഷെ എന്ത് ചെയ്യില്ല, ആ വിശ്വാസം അവർ അതിൽ നിന്ന് നിയന്ത്രിക്കില്ല. ഇത് ഏത് കാര്യത്തിലും അങ്ങനെ തന്നെ. അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒന്നായിട്ട് ഈ മൂല്യം എന്ത് ചെയ്യുന്നു. മറ്റത് വ്യക്തികൾ എന്ന അർത്ഥത്തിൽ അവർ വിശ്വസിക്കുന്ന വിശ്വാസമല്ല അതിൻ്റെ കാരണം. യഥാർത്ഥത്തിൽ അതിങ്ങനെ പരമ്പരാഗതമായി കൈമാറ്റം ചെയ്യപ്പെട്ട ഒന്ന്, അത് വേണമെങ്കിൽ അംഗീകരിക്കാം, ഇല്ലെങ്കിൽ. എന്നാൽ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. എല്ലാ കാര്യത്തിലും എന്തുണ്ട്, ഒരു കൃത്യമായ ചിട്ട വ്യവസ്ഥ തന്നെ ഉണ്ട്. ആ അർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു, ഇപ്പോഴും ആ ധാർമ്മികത ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും അത് വ്യക്തികൾ എന്ത് ചെയ്യും, പാലിക്കാൻ നിർബന്ധിതരാണ് എന്നൊരവസ്ഥ ഇതിനുണ്ട്. ഈ അർത്ഥത്തിൽ വേറെ ദർശനങ്ങൾ ഇല്ല എന്നതാണ് ഇതിൻ്റെ പ്രസക്തി എന്ന് പറയും. ഇൻഷാ അല്ലാഹ് ഇനിയും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും ഡിസ്കഷൻസും ഉണ്ടാവാനുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്ക് ഉണ്ടാവും എന്നുള്ളത് ഒരു ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള, നമുക്കൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പോയിന്റ്സ് ഇട്ട് തന്നിട്ടാണ് നമ്മുടെ വിശിഷ്ടമായിട്ടുള്ള, നമ്മൾ വളരെയധികം കാത്തു നിന്നുള്ള ഈ ഗസ്റ്റുകൾ പോകുന്നത്. അപ്പം നിങ്ങളെല്ലാവരും പേഷ്യൻ്റായി കേട്ട് തന്നതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. നമ്മളിപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. അസ്സലാമു അലൈക്കും. Now, I would like to invite the CEO and founder of Zaytun, Dr. Muinuddin Hulawi, onto the stage to give out the momentum to our esteemed guests. Next up, Giyas Kutub sir. And last but not the least, Hisana AP. Thank you so much for your kind words. We appreciate your time.